സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ. യേശുവിന്റെ സ്നേഹമാനപ്പെട്ട അച്ഛാ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരു ദേവാലയത്തിൻ്റെ 75 വർഷങ്ങളൊക്കെ ആകുന്ന അവസരത്തിൽ ഒരു സമൂഹം എന്ന രീതിയിൽ ഇടവക കുടുംബം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുകയാണ്. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും ആദ്യം ആരംഭിച്ച സാമൂഹ്യ സംവിധാനം കുടുംബമാണ്. ദൈവമായ കർത്താവ് നേരിട്ട് സ്ഥാപിച്ച ലോകത്തിലെ ആദ്യ വ്യവസ്ഥയാണ് കുടുംബം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം 3 ഉടമ്പടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം സ്ഥാപിച്ച 3 ഉടമ്പടികൾ. ഒന്നാമത്തെ ഉടമ്പടി കല്യാണത്തിന്റെ ഉടമ്പടിയാണ്. ഉൽപ്പത്തി 2:23. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറഞ്ഞു, മോളെ, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ്. ഇതാണ് ഈ ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടി. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറഞ്ഞ വാക്ക്, മോളെ, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ്. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറഞ്ഞു, മോളെ, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. അത് കേട്ട ഒരു ചേട്ടത്തി പറഞ്ഞു, എൻ്റെ അച്ഛ, 2 മക്കളാകുന്നവരെ എൻ്റെ കെട്ടിയോനും പറയുമായിരുന്നു, മോളെ, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥി മാംസത്തിന്റെ മാംസം. പക്ഷെ 2 മക്കളായപ്പം അത് ഞാൻ മട്ടുമാറി. ഞങ്ങളുടെ പെരയ്ക്കകത്ത് അസ്ഥിയിലെ അസ്ഥി പോയിട്ട് ഗുസ്തിയുടെ ഗുസ്തിയാണ് നടക്കുക. അപ്പൊ ആദ്യ ഉടമ്പടി, ലോകത്തിലെ ഒന്നാമത്തെ ഉടമ്പടി, വിവാഹത്തിന്റെ ഉടമ്പടിയായിരുന്നു. ആദ്യ പുരുഷനും ആദ്യ സ്ത്രീയും കൊണ്ടുള്ള ആദ്യത്തെ ഉടമ്പടി. രണ്ടാമത്തെ ഉടമ്പടി ഉൽപ്പത്തി 9-ലാണ്, ദൈവവും നോഹയും തമ്മിൽ. ഇനിമേൽ ജലപ്രളയത്തിലൂടെ ഭൂമുഖത്തെ നശിപ്പിക്കില്ലെന്ന് കാണിക്കുവാൻ ദൈവം വാനവിധാനത്തിൽ ഒരു മഴവിലി വിരിയിച്ചു. രണ്ടാമത്തെ ഉടമ്പടി ദൈവവും നോഹയും തമ്മിൽ. മൂന്നാമത്തെ ഉടമ്പടി ഉൽപ്പത്തി 12-ലാണ്, ദൈവവും വിശ്വാസിയുടെ പിതാവായ അബ്രഹാമും തമ്മിൽ. അബ്രഹാമെ, നീ എന്നെ അനുഗ്രഹിച്ചാൽ, നീ എന്നെ അനുസരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇപ്പൊ 3 ഉടമ്പടികൾ. ആദ്യ ഉടമ്പടി ഉൽപ്പത്തി 2:23, വിവാഹം. 2 ദൈവവും നോഹയും തമ്മിൽ. 3 ദൈവവും വിശ്വാസിയുടെ പിതാവായ അബ്രഹാമും തമ്മിൽ. അപ്പൊ ഉടമ്പടി കളിതമാശല്ലെന്നറിയാം. ഉടമ്പടി വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് കൊച്ചുപിള്ളേർക്ക് ഉടമ്പടി ഉണ്ടാക്കാൻ പറ്റുമോ? പ്രായപൂർത്തിയാകണ്ടേ ഉടമ്പടി ഉണ്ടാകണമെങ്കിൽ? 5 പഠിക്കുന്ന കുട്ടികളോട് സാറി ചോദിച്ചു, മോനെ, ഇന്ത്യയെ നയിക്കുന്ന ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ വയസ്സ് എത്രയാകണം? അവൻ പറഞ്ഞു 18. ഒരു ഭാര്യയെ നയിക്കുന്ന കെട്ടിയവനാകാൻ വയസ്സ് എത്രയാകണം? അവൻ പറഞ്ഞു 21. ഇതിൽ നിന്നും നീ എന്ത് പാഠമാണ് പഠിച്ചു? അവൻ പറഞ്ഞു, സാറേ, ഒരു ഇന്ത്യ രാജ്യത്തെ നയിക്കുന്നതിനൊക്കെ പ്രയാസം ഒരു പെമ്പർനോത്തിയെ നയിക്കുന്നതാണ് എനിക്ക് പിടികിട്ടിയിട്ടുണ്ട്. കാരണം രാജ്യത്തെ നയിക്കാൻ, വോട്ട് ചെയ്യാൻ വയസ്സ് 18, ഒരു പെണ്ണ് കെട്ടണമെങ്കിൽ വയസ്സ് 21. അപ്പൊ ഉടമ്പടി കളിതമാശല്ല. അതുകൊണ്ടാണ് ഉടമ്പടി പെട്ടെന്നുണ്ടാക്കുന്നതല്ല. 3 പ്രാവശ്യം ചോദിച്ചുറപ്പിച്ചിട്ടാണ് ഉടമ്പടികൾ സ്ഥാപിക്കുക. ഗൗരവം കാണിക്കാൻ വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു ശിമയോൻ പത്രോസിനോട് ചോദിക്കുന്നു 3 പ്രാവശ്യം, യോനായുടെ പുത്രനായ ശീമോനെ, ഇവരൊക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം ചോദിച്ചിട്ടാണ് പറയുക, എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക. ഇതല്ലേ വിവാഹം. എവിടെയെല്ലാം ക്രൈസ്തവ പാരമ്പര്യമുണ്ടോ അവിടെയൊക്കെ 3 എന്ന അക്കത്തിന് വലിയ വിലയാണ്. സീനായി മലയിൽ മോശയ്ക്ക് ദൈവപ്രമാണം കിട്ടിത്തുടങ്ങിയത് 3-ാം ദിവസമാണ്. കാനായിൽ കല്യാണത്തിൽ നടക്കും. 3-ാം ദിവസം കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശു 3-ാം ദിവസം ഉത്ഥാനം ചെയ്യുമെന്ന് പ്രവചിക്കുന്നു. യോന മത്സ്യത്തിന്റെ ഉദരത്തിൽ 3 നാൾ കിടക്കുന്നു. ഈ ദേവാലയം തകർത്താൽ 3-ാം ദിവസം ഞാൻ ഉദ്ധരിക്കും. 3-ന് വിലയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എവിടെയെല്ലാം ക്രൈസ്തവ സ്വാധീനമുണ്ടോ അവിടെയെല്ലാം ലേലം വിളി 3 പ്രാവശ്യമാണ്. 1 തരം, 2 തരം, 3 തരം. കല്യാണം അങ്ങനെയാണ്. ഏതോ ഒരു പെൺപള്ളിക്കാരിയെ മണവാതുകാരൻ പൊക്കിക്കൊണ്ട് വന്നതല്ല കല്യാണം.
ഏതോ ഒരു കണ്ടനാട്ടുകാരിയെ ഇപ്പൊ കോട്ടയത്ത് ഒരുത്തൻ കൂട്ടിക്കൊണ്ട് വന്നതല്ല. പിന്നെയോ 3 പ്രാവശ്യം ചോദിച്ചുറപ്പിച്ച് ഗൗരവം കാണിക്കാൻ. ആദ്യം പെണ്ണിനെ കണ്ടപ്പോൾ ചെറുക്കനെ കണ്ടപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പൊന്നുമോനെ പാപ്പച്ച, ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങളെ നീ കാണും, അതിലൊക്കെ ഉപരിയായിട്ട് ഉണക്കപ്പാമ്പാടെ പോലെ മെലിഞ്ഞിരിക്കുന്ന ഈ ശോശാമയെ നീ സ്നേഹിക്കുമോ? ഉപകർത്താവെ സ്നേഹിക്കും. ശോശാമയെ നീയും കാണും ഒരുപാട് ആണുങ്ങളെ, അതിലൊക്കെ ഉപരി കൊടക്കമ്പി പോലെ വളഞ്ഞിരിക്കുന്ന ഈ പാപ്പച്ചനെ നീ സ്നേഹിക്കുമോ? ഉപകർത്താവെ സ്നേഹിക്കും. പിന്നീട് ഉറപ്പിച്ചപ്പൻ രണ്ടാമത്. മൂന്നാമത്തെ കല്യാണത്തിന്, പൊന്നുമോനെ പാപ്പച്ച, ഒരുപാട് ഐറ്റങ്ങൾ, പുതിയ പുതിയ വെറൈറ്റികൾ ഇന്നു മുതൽ നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. നിസ്സാരപ്പെട്ടതൊന്നുമല്ല. ഐശ്വര്യ റായ്, പ്രിയങ്ക ചോപ്ര, സുഷ്മിത സെൻ, മിസ് വെനിസുല, സാനിയ മിർസ, പാർവതി ഓമനക്കുട്ടൻ, ഒത്തിരി എണ്ണത്തെ കാണും. അതിലൊക്കെ ഉപരി ഉണക്കപ്പാമ്പാടെ നീ സ്നേഹിക്കുമോ? ഉപകർത്താവെ സ്നേഹിക്കും. മോളെ നീയും കാണും ക്രിക്കറ്റ് താരങ്ങൾ, സിനിമാ താരങ്ങൾ, മിനിമം തുണി കഷ്ടപ്പെട്ടെടുക്കുന്ന പരസ്യക്കാരാമ്പിള്ളാര്, അതിലൊക്കെ ഉപരിയായിട്ട് ഈ കൊടക്കമ്പി പാപ്പച്ചനെ നീ സ്നേഹിക്കുമോ? ഉപകർത്താവെ സ്നേഹിക്കും. 3 പ്രാവശ്യം ചോദിച്ചുറപ്പിച്ചിട്ടാണ് വിവാഹം ഗൗരവം കാണിക്കാൻ വേണ്ടിയാണ്. ഉടമ്പടിക്ക് ഇംഗ്ലീഷിൽ 2 വാക്കാണ്. 1 കോൺട്രാക്ട്, 2 കവനൻസ്. കോൺട്രാക്ട് മനുഷ്യനും മനുഷ്യനും കൂടി. നരേന്ദ്രമോദിക്കും ഒബാമയ്ക്കും കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നത് കോൺട്രാക്ട് വ്യക്തികൾക്കുണ്ട്. പക്ഷേ ദൈവവും മനുഷ്യനുണ്ടാക്കുന്നത് കവനൻസ്. മോശ സീനായ് മലയിൽ ദൈവവുമായി ഉണ്ടാക്കിയത് കവനൻസ്. ഇപ്പൊ കോൺട്രാക്റ്റിൽ ഒരു കക്ഷി കോൺട്രാക്ട് പാലിക്കാൻ പരാജയപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോൺട്രാക്ട് ഇല്ലാതാവും. അതുകൊണ്ടാണ് RSS നേതാവ് മോഹൻ ഭാഗവത് 6 മാസം മുമ്പ് ഡൽഹിയിൽ പ്രസംഗിച്ചു, ഭർത്താവിനെയും മക്കളെയും ശരിക്കും നോക്കാത്ത ഭാര്യയെ ഭർത്താവ് ഉപേക്ഷിക്കണം, അവൾ കുടുംബം നശിപ്പിക്കുന്നവളാണ്. ഭാര്യയെയും കുഞ്ഞുങ്ങളെ നോക്കാത്ത ഭർത്താവിനെ ഭാര്യ ഉപേക്ഷിക്കണം, അവൻ സാമൂഹ്യ സംവിധാനം തകർക്കുന്നവനാണ്. ഹിന്ദുക്കൾക്ക് വിവാഹമോചനം എളുപ്പമാണ്. കാരണം 1858 ഇന്ത്യൻ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് ഹിന്ദുവിന്റെ കല്യാണം. ആ കല്യാണത്തിൽ ഒരു കക്ഷി കോൺട്രാക്ട് പാലിക്കാൻ പരാജയപ്പെട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കോൺട്രാക്ട് ഇല്ലാതാവും. മുസ്ലിങ്ങളുടെ കല്യാണവും കവനന്റ് അല്ല, കോൺട്രാക്റ്റാണ്. ശരീഅത്ത് നിയമപ്രകാരമാണ് മുസൽമാന്റെ കല്യാണം. ആ കല്യാണത്തിൽ ഒരു പുരുഷന് ഒരേ സമയം 4 പെണ്ണുങ്ങളെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ രാത്രിയിലാണ് ബ്രൂണയിൽ നിന്നും വരിക. ഇവിടുത്തെ ഞാൻ 2:30-ക്കാണ് നെടുമ്പാശ്ശേരി വന്നത്. അത് മുസ്ലിങ്ങളുടെ രാജ്യമാണ്. സുൽത്താൻ 4 ഭാര്യമാരുണ്ട്. 3 പേരുണ്ടായിരുന്നു. തൃപ്തി പോരാഞ്ഞിട്ട് മലേഷ്യക്കാരി എയർഹോസ്റ്റസിനെയും കൂടെ കെട്ടി. അവിടെ 7-ാം ദിവസം അയാളുടെ രക്തവും കട്ടോട്ട് മലേഷ്യക്ക് തിരിച്ചു പോയി. അത് അവരുടെ രീതികളാണ്. അപ്പൊ മുസൽമാൻ ഒരു സമയം 4 പെണ്ണുങ്ങളെ വെക്കാം. 5ാമതൊരുത്തിയെ എക്സ്ട്രാ ആയിട്ട് കൂടെ കൊണ്ടുപോകണോ? 4-ൽ 1ന്റെ നിലയിൽ ഇടത് കൈ വെച്ച് 3 പ്രാവശ്യം തലാഖ് 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 എന്ന് എഴുതിയാൽ തലയിൽ കയറി ഇവിടെ ഇറക്കി വിടാം. അതേസമയം 2 പ്രാവശ്യം തലാഖ് എഴുതിയിട്ട് കെട്ടിയോൻ ഉപേക്ഷിച്ചാൽ അവർക്ക് കല്യാണം കഴിക്കത്തില്ല. 3 പ്രാവശ്യം ചെല്ലിയാലേ അവർക്ക് വിവാഹത്തിന് സാധ്യതയുള്ളൂ. ഇവന് പിന്നെയും കേട്ടാം. അത് മുസൽമാന്റെ ആനുകൂല്യം. അവർക്ക് അങ്ങനെയാണ് വിവാഹം. പക്ഷെ അതുകൊണ്ടാണ് നമുക്കോ ക്രൈസ്തവർക്കോ ഇത് കവനന്റാണ്. ഭർത്താവ് ശിരസായ മിശിഹായുടെ സ്ഥാനത്ത്, ഭാര്യ ഉടലായ സഭയുടെ സ്ഥാനത്ത്. ശിരസായ മിശിഹായും ഉടലായ സഭയും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മുടെയൊക്കെ വിവാഹത്തിന് നമ്മൾ കാണുക. ക്രൈസ്തവ വിവാഹത്തെ നമ്മൾ കാണുന്നത് ആ വിധത്തിലാണ്. അപ്പം ഒരു വശത്ത് മിശിഹ, മറുവശത്ത് സഭ, ഭർത്താവ് ഭാര്യ. അതുകൊണ്ടാണ് നമുക്ക് ക്രൈസ്തവർക്ക് ഡൈവോഴ്സ് ഇല്ല, ക്രൈസ്തവർക്ക് സെപ്പറേഷനേ ഉള്ളൂ. ഹിന്ദുവിന് ഡൈവോഴ്സ് ഉണ്ട്, മുസൽമാന് ഡൈവോഴ്സ് ഉണ്ട്. ക്രൈസ്തവന് ഡൈവോഴ്സ് അല്ല, സെപ്പറേഷൻ. ദൈവം യോജിപ്പിച്ച പിന്നെ വേർപെടുത്താൻ പറ്റുകയില്ല. മത്തായി 19:6 വിവാഹത്തിൽ ഒരു കോടതിക്കും ആർക്കും പറ്റുകയില്ല. ഒരുമിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണോ? അകന്ന് നിൽക്കാം, സെപ്പറേഷൻ. പക്ഷെ പിരിക്കാൻ പറ്റുകയില്ല. ഒരു വലിയ സ്നേഹത്തിന്റെ ഉദാശയായി ദൈവം സ്ഥാപിച്ചു ഈ ഭൂമിയിൽ ദാമ്പത്യ ജീവിതം. അതിന് 2 വാക്കുകൾ വിട്ടു. 1 വിവാഹം, 2 ദാമ്പത്യം. വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം ചക്കാത്തിൽ ചുമക്കാൻ പറ്റാത്തത്, എളുപ്പത്തിൽ എടുക്കാൻ പറ്റാത്തത്. പിള്ളകളിയല്ല, വിശേഷമായ വിധത്തിൽ വഹിക്കേണ്ടത് വിവാഹം. ദാമ്പത്യം സംസ്കൃത വാക്കിന്റെ മൂലപദങ്ങളാണ്. ദം ദാനം ചെയ്യുക, പത്യം ഒരുമിച്ച് സഹിക്കുക. ദം ദാനം ചെയ്യുക, പത്യം ഒരുമിച്ച് സഹിക്കുക. ഭാര്യയും ഭർത്താവും സ്വയം മറന്ന് ശരീരവും മനസ്സും ആത്മാവും ദാനം ചെയ്യണം. ദൈവം നൽകുന്ന കുരിശ് ഒരുമിച്ച് സഹിക്കുകയും വേണം. ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വായും ഒരുമിച്ച് ദേഹം പങ്കുവെച്ചു, ഒരുമിച്ച് സുഖിച്ചു, ഒരുമിച്ച് സന്തോഷിച്ചു. പക്ഷെ മൂത്തവനായ കായേൻ ഇളയവനായ ആബേലിനെ കൊന്നപ്പം 2 പേരും ഒരുമിച്ച് കരഞ്ഞു. ഒരുമിച്ച് സുഖിക്കാനും ഒരുമിച്ച് ചിരിക്കാനും ഒരുമിച്ച് കരയാനും ദൈവം ചേർത്ത് വെച്ചു. വിവാഹം എന്നുള്ള ഒരു ബന്ധം ദൈവം ചേർത്ത് വെച്ചു ഈ ഭൂമിയിൽ. അതുകൊണ്ടാണ് ഇത് ഉടമ്പടിയാണ്. ഉടമ്പടിയാകണമെങ്കിൽ അതിന് 4 കാര്യങ്ങളാണുള്ളത്. 1 നൽകൽ, 2 സ്വീകരിക്കൽ,
3 പരസ്പരം പ്രയോജനകരം, 4 നിയമസാധുത. ഇത് 4 ഉണ്ടെങ്കിൽ ഒരു ഉടമ്പടിയായിട്ട് മാറും. നൽകൽ, സ്വീകരിക്കൽ, പരസ്പരം പ്രയോജനകരം, നിയമസാധുത. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവിന് സ്വയം നൽകുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് സ്വയം നൽകുന്നു. നൽകൽ. ഭർത്താവ് ഭാര്യയെ സ്വീകരിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സ്വീകരിക്കുന്നു. സ്വീകരിക്കൽ. രണ്ടുപേരും കൂടെ മക്കൾക്ക് ജന്മം കൊടുക്കുന്നു, കുടുംബം പണിയുന്നു. പരസ്പരം പ്രയോജനകരം. സഭയിൽ കല്യാണം നടക്കുമ്പോൾ അത് ആരുടെ പുറകെ ഓടിയതുപോലല്ല, അത് നിയമസാധുത. ഇതെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഉടമ്പടി ഗൗരവം. അതുകൊണ്ടാണ് പ്രായപൂർത്തിയാകണം. 10 വയസ്സുള്ള ആൺകുട്ടിക്ക് 8 വയസ്സുള്ള പെൺകുട്ടിയോട് പറയാൻ പറ്റുമോ, എടി എൻ്റെ 21ാം വയസ്സിൽ നിന്നെ ഞാൻ കെട്ടിക്കോളാം? ആ വാക്ക് പറയാൻ പറ്റുകയില്ല. അതിന് പ്രായപൂർത്തിയാകണം. പക്ഷെ ഇന്ന് പ്രശ്നമില്ല. ഇന്ന് 10 വയസ്സുകാരന് വാക്ക് കൊടുക്കാൻ പറ്റും. കാരണം 10 വയസ്സുള്ളവൻ ഇന്ന് 50കാരൻ്റെ പ്രകടനം കാഴ്ചവെക്കുന്ന കാലമാണ്. പണ്ട് 3ൽ പഠിക്കുന്ന 8 വയസ്സുകാരനോട് ക്ലാസ്സിലെ ടീച്ചർ പറയുക, നീ ഇനി വർത്തമാനം പറഞ്ഞാൽ നിന്നെ പെണ്ണുങ്ങളെ നെഞ്ചേ കയറ്റിയിരുത്തും. എന്തൊരു ചമ്മലായിരുന്നു. ഇപ്പം വല്ല ചമ്മലും ഉള്ളൂ. ഇവിടെ 3ൽ പഠിക്കുന്ന 8 വയസ്സുകാരനോട് ക്ലാസ് ടീച്ചർ പറഞ്ഞു, നീ ഇനി വർത്തമാനം പറഞ്ഞാൽ നിന്നെ പെണ്ണുങ്ങളെ നെഞ്ചേ കയറ്റിയിരുത്തും. അവൻ പറഞ്ഞു, ഓ ടീച്ചറെ ചുമ്മാ പറഞ്ഞ് കൊതിപ്പിക്കല്ലേ കേട്ടോ, ഇന്ന് ലോകം മാറി, ഇന്ന് രീതി മാറാനായിട്ട് തുടങ്ങി. അപ്പോൾ ഗൗരവമുള്ള ഒരു കൗദാശി ബന്ധമായിട്ട് ഉടമ്പടിയായിട്ട് ദൈവം സ്ഥാപിച്ചു വെച്ച സ്നേഹത്തിന്റെ ഒരു സംവിധാനം കുടുംബ ജീവിതം. അപ്പം അങ്ങനെയുള്ള ജീവിതത്തിൽ പ്രശ്നമുണ്ടാകാം. എവിടെ ചെന്നാലും പ്രശ്നം. ആർക്ക് ഇവിടെ ഇന്ന് പ്രശ്നമുണ്ട്. ചിലവർക്കും അച്ഛന്മാരായാൽ മതി, നല്ല രസമായിരുന്നു. ഇപ്പം ഞങ്ങൾ കത്തോലിക്കാ സഭയിലെ അച്ഛന്മാരെ വിവാഹം കഴിക്കുന്നില്ല. അപ്പോൾ ആൾക്കാർ പറയും, ഓ അച്ഛനായാൽ മതി, എന്നാ രസമാണ്, ചെല്ലുന്നിടം പെയ്യോ, കിട്ടുന്നത് തിന്നുക, തോന്നുമ്പോൾ ഉറങ്ങുക, എന്തോ രസമാണ്. എല്ലാ ജീവിതവും അങ്ങനെയാണ്. ഒറ്റ ജീവിക്കുന്ന അച്ഛന്മാർക്ക് തോന്നും പെണ്ണ് കിട്ടുന്നതായിരിക്കും നല്ലത്. തുണി അലക്കി കിട്ടിയാനും കാപ്പി തിളപ്പിച്ച് കിട്ടിയാനും പഞ്ചാര ഇളക്കി കിട്ടിയാനും എല്ലാം ദൂരെ നിന്ന് രസമാണ്. എല്ലാ ജീവിതത്തിലുമുണ്ട് അതിൻ്റെതായ കുരിശുകളും അതിൻ്റെതായ വേദനകളും അതിൻ്റെതായ സന്തോഷങ്ങളും. ഒരു തിരുമേനി രൂപതയിലെ 10,000 കുടുംബങ്ങളിലേക്ക് ഒരു സർക്കുലർ അയച്ചു. കല്യാണം കഴിഞ്ഞ് 25 വർഷം ജീവിച്ചിട്ട് പിണങ്ങാത്ത വഴക്കടിക്കാത്ത ദമ്പതിമാരുണ്ടോ? തപ്പി ചെന്നപ്പോൾ 2 ചീത്തയിലും വിളിക്കാത്ത ഭാര്യാഭർത്താക്കന്മാരില്ല. ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ചെന്നപ്പം കല്യാണം കഴിഞ്ഞ് 27 വർഷമായിട്ടും പിണങ്ങാതെ വഴക്കടിക്കാതെ ജീവിച്ച ഒരു ഭർത്താവും ഭാര്യയും. തിരുമേനി അവർക്ക് 5,000 രൂപയും പ്രശംസാപത്രവും സമ്മാനം കൊടുക്കാൻ കൽപ്പനയിട്ടു. രൂപതയുടെ വലിയ ഒരു മീറ്റിംഗിൽ മാതൃകാ ഭർത്താവിനെയും ഭാര്യയും സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് തിരുമേനി പറഞ്ഞു, 27 വർഷം പിണങ്ങാതെ വഴക്കടിക്കാതെ ജീവിച്ച മാതൃകാ ദമ്പതിമാരാണ്. ഇവർക്ക് 5,000 രൂപയും പ്രശംസാപത്രവും സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഉടനെ പറഞ്ഞു, ഈ സമ്മാനം കൈപ്പറ്റുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട്. കഴിഞ്ഞ 27 വർഷങ്ങളിൽ പിണങ്ങാതെ വഴക്കടിക്കാതെ കലഹിക്കാതെ ജീവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാവോ? കുടുംബനാഥൻ എഴുന്നേറ്റുന്നു. അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ആദ്യ രാത്രിയിൽ ഇവിടെ ഞാനും കൂടെ തട്ടിമുട്ടി ഒട്ടി ഒരുമി കട്ടിൽ ഇരുന്നപ്പം എടുത്ത പ്രതിജ്ഞയാണ് 27 വർഷങ്ങളിൽ പിണങ്ങാതെ വഴക്കടിക്കാതെ ജീവിക്കാൻ. ജോലിയും കൂടി എനിക്ക് പറയാൻ പാടില്ല. പിണങ്ങാതെ വഴക്കടിക്കാതെ കലഹിക്കാതെ ജീവിക്കാൻ കഴിഞ്ഞ 27 വർഷങ്ങളിൽ കഴിഞ്ഞത് ഞങ്ങൾ ഒരു പ്രത്യേക രീതി കൊണ്ടാണ്. ആദ്യ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് കട്ടിലിരുന്നപ്പോൾ പറഞ്ഞേടി, എനിക്ക് കൺട്രോൾ നഷ്ടപ്പെടുകയും പുളിച്ചതിരി വിളിക്കാൻ തോന്നുകയും അടിവേര് നോക്കി ഒരു ചവിട്ട് തരാൻ തോന്നുകയും ചെയ്താൽ ഞാൻ വാതിൽ തുറന്ന് വരാന്തയിൽ ഇറങ്ങി നിൽക്കും. നീ ഭദ്രമായിട്ട് കൊളുത്തിട്ട് സാക്ഷായിട്ട് മുറുക്കി പൂട്ടിയേക്കണം. എപ്പോൾ കൺട്രോൾ വീണ്ടും കിട്ടി മര്യാദയ്ക്ക് മിണ്ടാൻ തോന്നുമോ ഡോറെ തട്ടും വാതിലെ തട്ടും, അപ്പം നീ തുറക്കണം. കഴിഞ്ഞ 27 വർഷങ്ങളിൽ തെറി വിളിക്കാനും ചവിട്ടാനും തൊഴിക്കാനും തോന്നിയപ്പോൾ ഞാൻ വരാന്തയിൽ ഇറങ്ങി നിന്നു. അവൾ മുറി പൂട്ടിയിട്ടു. എന്തിനു വേണ്ടിയാണ് 5,000 രൂപയും പ്രശംസാപത്രവും മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 27 വർഷമായിട്ട് ഞാൻ വീടിന്റെ വരാന്തയിൽ തന്നെ നിൽക്കുകയാണ്. അതിനുള്ള അവാർഡാണ് 5,000 രൂപയും പ്രശംസാപത്രവും. അപ്പോൾ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ലോകത്തിലുണ്ട്. അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നിടത്താണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുക. ഒരു ഭർത്താവും ഭാര്യയും വിവാഹത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്നു. ആൾക്കാർ ഇന്റർവ്യൂ 50 വർഷം എങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു. അയാൾ പറഞ്ഞു 25 വർഷമായെന്ന്. അവൾ പറഞ്ഞു എനിക്ക് ഊട്ടി കാണണം. ഞാൻ അവളെ കൊണ്ടുപോയി ഊട്ടി കാണിച്ചു. ഓക്കെ, 25ാം വർഷം അങ്ങനെയായി. പിന്നെ 25 വർഷം ഇതുപോലെ സന്തോഷത്തിൽ എങ്ങനെ ജീവിച്ചു. 50ാം വർഷമായപ്പോൾ ഞാൻ അവളെ പോയി ഊട്ടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു. ഇങ്ങനെയാണ് സമാധാനം. അപ്പം നമ്മൾ കാണുന്നൊരു ലോകമാണ്. അപ്പോൾ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ലോകത്തിൽ അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നിടത്താണ് കുടുംബത്തിന്റെ വിജയം എന്നൊക്കെ പറയുക. അപ്പൊ ദൈവം കൗദാശിയുമായി സ്ഥാപിച്ച ഒരു സ്നേഹത്തിന്റെ ബന്ധം കുടുംബജീവിതം. ഇവിടെയാണ് പറയുക, പെമ്മക്കൊക്കെ ആലോചിക്കുമ്പം ആമ്മക്കൊക്കെ പെമ്പിള്ളാരെ ആലോചിക്കുമ്പം ഫേസ്ബുക്ക് കണ്ടോ കമ്പ്യൂട്ടർ കണ്ടൊന്നും ഈ ഉടമ്പടി ആരും ഉണ്ടാക്കിയേക്കരുത്. നേരാൻ വണ്ണം കണ്ടിട്ട് കല്യാണം ഉറപ്പിക്കാവും.
ഈയിടെ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ 10 ദിവസം കഷ്ടപ്പെട്ട ഒരു മുസൽമാനിന്ന് ഞാൻ പറിച്ചു മാറ്റിയത്. 9 വർഷമായിട്ട് അവർക്ക് പ്രേമമാണ്. 10ാം ക്ലാസ് പഠിച്ചപ്പം മുതൽ 10 വയസ്സുള്ളപ്പം മുതൽ ഇവൻ അടുപ്പിച്ച് തുടങ്ങി തമാശ പറഞ്ഞ് അത് ഫോണിലൂടെ വിളിച്ച് എങ്ങനെ ഒരു കോൾ കിട്ടിയതാ. പറഞ്ഞത് 29 വയസ്സുള്ളവനെന്നാ. നേരി കണ്ടപ്പോഴാണ് 54 വയസ്സ്, 3 മക്കളുടെ അപ്പൻ. ഇതാണ് കക്ഷി. അവള് പറയുന്നു ഞാൻ ഇയാളുടെ മോളായിട്ട് കൂടെ ജീവിച്ചോളാം. ഇത് കൂട്ട് വൃത്തികെട്ട പെൺപിള്ളാരെ കണ്ടിട്ടുണ്ട് ഇന്നത്തെ ലോകത്തില്. സംസ്കാരം, മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നവരെ. പിന്നെ ഒത്തിരി പറഞ്ഞ് മരുമരായികൾ പറഞ്ഞ് ഈ കൊച്ചിനെ അകറ്റുക. കമ്പ്യൂട്ടറിൽ വരച്ച് മുല്ലപ്പൂ മുട്ടുപോലെ പല്ലുള്ള പെണ്ണിന് അനുയോജ്യനായ വരനെ ആവശ്യം. ഒരു ചെറുക്കൻ്റെ അപ്പൻ ഇഷ്ടപ്പെട്ടു, മിടുക്കി പെണ്ണ്. ആലോചന വെച്ചു, നേരി കാണാൻ ചെന്നു. 10 ദിവസം കഴിഞ്ഞു ചെന്നപ്പോഴാണ് മുല്ലപ്പൂ മുട്ടെന്ന് പറഞ്ഞാലും പെണ്ണിന്റെ പല്ല് കാട്ടുപന്നിയുടെ തേറ്റാ പോലെ ഇങ്ങനെ വെളുത് കിടക്കുന്നു. ചെറുക്കൻ്റെ അപ്പൻ ചോദിച്ചു, എന്തൊരു വഞ്ചനയാ മുല്ലപ്പൂ മുട്ടെന്ന് പറഞ്ഞിട്ട്. പെണ്ണിന്റെ അമ്മ പറഞ്ഞു, പൊന്നു സാറെ വഞ്ചിച്ചതല്ല, പരസ്യം ഇട്ടപ്പം മുട്ടായിരുന്നു. 10 ദിവസമായില്ലേ, വിടർന്നു പോയതാണ്, ഇങ്ങനെ ചാടി നിൽക്കുവാൻ. നമ്മൾ കാണാത്ത ലോകം, കബളിപ്പിക്കൽ ലോകത്തിലാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുക. ഒരുത്തിയ കല്യാണത്തിന്റെ അന്ന് അവനെ ആകർഷിക്കാൻ എക്സ്ട്രാ മുടി കുറെ ഫിറ്റ് ചെയ്തു. നെഞ്ചിന് പൊലിമ കിട്ടാൻ വേണ്ടി പ്ലാസ്റ്റിക്കിന്റെ പാത്രം എടുത്ത് ഇവിടെ വെച്ചു. സ്റ്റീലിന്റെ തലയെടുത്ത് വയറേ വെച്ചു. സാരിയും ബ്ലൗസും വേണമെങ്കിൽ ഏതാണ്ട് പള്ളിയുടെ ആനവാതിൽ പോലെ ഒത്ത ഉരുപ്പടി. രാത്രി കിടക്കാൻ നേരത്ത് ഇവള് മുടി ഊരി കട്ടിലേ വെച്ചു. നെഞ്ചയിലെ പ്ലേറ്റ് ഊരി ഒപ്പം വെച്ചു. വയറിലെ തകിടെടുത്ത് ചേർത്ത് വെച്ചു. ഇവന്റെ കണ്ണു തെളിപ്പും ചെടി, സത്യം പറ, ഞാൻ നിന്റെ കൂടെ ഈ കട്ടിലേ കിടക്കണോ അതോ ആ സാധനങ്ങളുടെ കൂടെ ഈ കട്ടിലേ കിടക്കണോ? അപ്പൊ ഇങ്ങനെയുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇവിടെയാണ് പറയുക, വിശ്വാസവും വിശ്വസ്തയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു ലോകത്തില് ദൈവം തന്ന ഒരു കുടുംബജീവിതം, അതിന്റെ സന്തോഷത്തിലും മഹത്വത്തിലും നയിക്കാനുള്ള ഒരു വിളി, അതാണ് കുടുംബ സെമിനാർ. കുടുംബജീവിതം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ, മക്കൾ മാതാപിതാക്കളിൽ ബന്ധങ്ങളിൽ വന്നുപോയ വീഴ്ചകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനും തിരുത്താനും ഒക്കെ ദൈവം തരുന്ന അവസരമായിട്ട് ഈ പ്രാചീന ജീവിയുടെ വർഷത്തിൽ നമ്മൾ നടത്തുന്ന ഈ ക്രമീകരണങ്ങളെയൊക്കെ നമ്മൾ ധ്യാനപൂർവ്വം മനസ്സിൽ കുറിച്ചിടണം. ദൈവം തന്ന കുടുംബത്തെക്കുറിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഓർക്കുക, ചിന്തിക്കുക. നമുക്ക് കുടുംബജീവിതം ഏത് ജീവിതാന്തസ്സിൽ നമുക്ക് അറിവ് ആവശ്യമാണ്. ഇപ്പൊ ദൈവം നമുക്ക് ഒരു കുടുംബം തരുമ്പോൾ ആ കുടുംബത്തെ 5 തൂണുകളിൽ ദമ്പതികൾ പണിയാൻ പഠിക്കണം. അത് ക്രൈസ്തവ പാരമ്പര്യത്തിലൂടെ എല്ലാ മതങ്ങളിലുമുള്ള കാഴ്ചപ്പാടാണ്. 5 അടിസ്ഥാനപരമായ ശിലകളിൽ കുടുംബജീവിതത്തെ നമ്മൾ പണിയാൻ പഠിക്കണം. 5 ശിലകൾ, 5 മൂലക്കല്ലുകൾ. അത് ഓരോന്നും ആരംഭിക്കുന്നത് വി എന്ന വാക്കിലാണ്. 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം, 4 വിധേയത്വം, 5 വീണ്ടെടുപ്പ്. ഇതാണ് കുടുംബത്തിന്റെ അടിസ്ഥാനപരമായ 5 മൂലക്കല്ലുകൾ. വിജ്ഞാനം, വിശുദ്ധി, വിവേകം, വിധേയത്വം, വീണ്ടെടുപ്പ്. വിജ്ഞാനം, ഏത് ജീവിതാന്തസ്സിലും അറിവ് വേണം. അച്ഛന്മാർ കാലാനുസൃതം വായിക്കും, കാലത്തിനനുസരിച്ച് വചനം ജനമനസ്സുകളിൽ പതിപ്പിക്കാൻ. ഡോക്ടർമാര്, എഞ്ചിനീയേഴ്സ്, അധ്യാപകര്, അഡ്വക്കേറ്റ്സ്, ഏത് പ്രൊഫഷനാണോ അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനം, അറിവ് നമ്മൾ ആർജിച്ചേ പറ്റൂ. അത് നിർബന്ധമാണ്. ഇപ്പൊ കുടുംബജീവിതത്തിൽ നമുക്ക് വിജ്ഞാനം വേണം. പിന്നെ ആൾക്കാർ കുടുംബത്തെക്കുറിച്ച് അറിയാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന കാലമാണ്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ മക്കളെ കൊണ്ടൊക്കെ യൂട്യൂബിലേക്ക് കയറുക. യൂട്യൂബിൽ കയറിയിട്ട് ഫാദർ ജോസഫ് പുത്തമ്പരി നിങ്ങൾ വെറുതെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് കാണാം 7 ലക്ഷം പേരാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നവര് ആ ഒരു പ്രോഗ്രാം. കാരണം കുടുംബജീവിതം ആയതുകൊണ്ട് മാത്രമാണ്, മറ്റു മെച്ചം കൊണ്ടല്ല. ദാമ്പത്യത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹം. അപ്പൊ അതിന്റെ വെളിച്ചത്തില് വനിത 2011 എന്നെക്കുറിച്ച് ഒരു വനിതയ്ക്കകത്തൊരു പ്രത്യേക ലേഖനമുണ്ട്, 5 പേജില്, പുസ്തകത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച്. അത് വായിച്ചു കഴിഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ അവരുടെ BEd കോളേജിൽ എന്നെ ക്ലാസ് എടുക്കാൻ കൊണ്ടുപോയി. എന്ന് വെച്ചാൽ ജാതിയോ മതമോ അല്ല പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയണം. അടിമാലിയിൽ SNDPയുടെ BEd കോളേജിൽ 3 ദിവസം BEdകാർക്കും TTCക്കാർക്കും ക്ലാസ് എടുക്കും. ഈരാറ്റുപേട്ട മുസ്ലിം സ്കൂളിലെ +2 പെൺകുട്ടികൾക്ക് വേണ്ടി മുസ്ലിം മാനേജ്മെന്റ് വിളിച്ച് ക്ലാസ് പഠിപ്പിച്ചു, കുടുംബജീവിത അറിവുകൾ ആർജിക്കാൻ. എല്ലാവർക്കും ആഗ്രഹം. അതിന്റെ വെളിച്ചത്തിലാണ് ജനുവരി 1-ാം തീയതി മനോരമ എൻ്റെ ഒരു വലിയ പുസ്തകം ഇറക്കിയത്. 30 ദിവസം കൊണ്ട് 30,000 കോപ്പികൾ വിറ്റുപോയ മനോരമയുടെ ഏറ്റവും വലിയ വിൽപ്പനയായിരുന്നു ഇണയും തുണയും. നിങ്ങൾക്ക് മനോരമ കാണാം, DC കാണാം, നാഷണൽ ബുക്സിൽ കാണാം. ഏറ്റവും വിൽക്കപ്പെട്ടൊരു പുസ്തകമായിരുന്നു അത്. കാരണം കുടുംബജീവിത അറിവുകൾ എല്ലാ ജാതിക്കാരും മേടിച്ചു കൂട്ടുന്നു. ഹിന്ദു മുസ്ലിങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ മേടിച്ചു കൂട്ടുന്നു ആ പുസ്തകം വായിക്കാൻ വേണ്ടി. അടിസ്ഥാനം വിജ്ഞാനമാണ്, കുടുംബ ജീവിതത്തിന്റെ വിജ്ഞാനം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് ഭാര്യയെ അറിയണം, ഭാര്യ ഭർത്താവിനെ അറിയണം. ഭർത്താവും ഭാര്യയും തമ്മിൽ അടിസ്ഥാനപരമായ 5 വ്യത്യാസങ്ങളുണ്ട്. അത് കുടുംബത്തിൽ അറിയേണ്ടത് അത്യാവശ്യമാണ്. പല ആണുങ്ങളുടെ ഓർമ്മ എൻ്റെ ഭാര്യ ഒരു പെണ്ണാണ്, എൻ്റെ ഭാര്യ ഒരു പുരുഷനാണ്,
എന്നെപ്പോലെ ഗൗരവം, എന്നെപ്പോലെ മസിൽ പിടുത്തം, എന്നെപ്പോലെ നോക്കിയും കണ്ടും വർത്തമാനം പറയണം. പക്ഷെ ആണുങ്ങൾ ഓർക്കണം, എൻ്റെ ഭാര്യ ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ്. പല സ്ത്രീകളുടെ ഓർമ്മ എൻ്റെ ഭർത്താവ് പെണ്ണാണ്, എന്നെപ്പോലെ ചിരിക്കണം, കരയണം, ബഹളം വെക്കണം. ഇല്ല, അവൻ പുരുഷനാണ്, അവൻ അവൻ്റെതായ പ്രത്യേകതയുണ്ട്. ലോകത്തിൽ ദൈവം ചേർത്ത് വെച്ച ദാമ്പത്യത്തിൽ ഓർക്കുക, എല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു, കൊള്ളാം, നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. പക്ഷെ ഒരു സൃഷ്ടികർമ്മം കഴിഞ്ഞ് ദൈവം പോലും പറഞ്ഞു, ഇത് നന്നല്ല. എന്താണ് നന്നല്ലാത്തത്? പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഒരാളുടെ കുറവ് പരിഹരിക്കാൻ വേണ്ടി രണ്ട് സ്വഭാവമുള്ളവരെ ചേർക്കുകയാണ്. പുരുഷന്റെ സ്വഭാവം ഒന്ന്, സ്ത്രീയുടെ സ്വഭാവം ഒന്ന്. അവളെ കണ്ടപ്പോഴാണ് അവൻ ചിരിച്ചതും ലോകത്ത് വർത്തമാനം പറഞ്ഞിട്ട് ആരംഭിച്ചതും അവൾ ഉണ്ടായതിനു ശേഷമാണ്. പെണ്ണുങ്ങളില്ലാത്ത ലോകം ഏതാണ്ട് മോർച്ചറി പോലെ ആയിരിക്കും. കരച്ചിലെ ചീറ്റിലെ പിടിച്ചിലെ ചിരി ഇതൊക്കെ ഉണ്ടാകണോ? പെണ്ണുങ്ങൾ വേണം. അതുകൊണ്ടാണ് അവളെ കണ്ടപ്പോൾ അവൻ ചിരിച്ചു. ലോകത്ത് ആദ്യത്തെ വർത്തമാനം പറച്ചിൽ ആരംഭിച്ചത് പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. സായിപ്പന്മാർ പറയും, പർദീസയിലെ ആദ്യ ഭാഷ ഇംഗ്ലീഷായിരുന്നു. ഞെട്ടിയെഴുന്നേറ്റ പുരുഷൻ സ്ത്രീയെ നോക്കി ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി. എങ്ങനെ പരിചയപ്പെടുത്തി? മാഡം, ഐ ആം ആഡം. അങ്ങനെ വർത്തമാനം പറച്ചിൽ ആരംഭിച്ചതെന്നാണ്. മലയാള ഭാഷാപ്രേമികളും പർദീസയിലെ ആദ്യത്തെ ഭാഷ മലയാളം. ഞെട്ടിയെഴുന്നേറ്റ് ആദം നോക്കുമ്പം പനങ്കല പോലത്തെ മുടി പാദം മുട്ടിക്കിടക്കുന്ന ഒരു മാതകത്തിടുമ്പോൾ മന്ദം മന്ദം നടന്നു നീങ്ങും. നീ പോകരുത്, ഇങ്ങോട്ട് വാ എന്ന അർത്ഥത്തിൽ ഹേ വാ. അങ്ങനെ ഹവ്വ എന്ന വാക്കുണ്ടായി. സംസാരം ആരംഭിച്ചു. ഒരു പുരുഷൻ ഭാര്യയോട് റെഡി, ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ദിവസം വെറും 15,000 വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ പൊട്ടിപ്പെണ്ണുങ്ങൾ 30,000 വാക്കാ പറയുന്നത്. ഞങ്ങൾ ആണുങ്ങൾക്കാണ് വെയിറ്റ്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, തന്നെ പോലുള്ള കിഴങ്ങന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങൾ 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെയാണ് 15,000 ഞങ്ങളുടെ 30,000 ആയിട്ട് മാറുന്നത്. അവൻ ചോദിച്ചു, എന്നാടി നീ പറഞ്ഞു? കണ്ടു, അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാലേ തനിക്ക് പിടി കിട്ടത്തുള്ളൂ. അപ്പം സംസാരം ആരംഭിച്ചു, ബന്ധങ്ങൾ ആരംഭിച്ചു ലോകത്തില്. ചിരി, അതുപോലെ ചിരി ആരംഭിച്ചു. ലോകത്തിൽ ഏറ്റവും നല്ല ചിരി പെണ്ണുങ്ങളുടെ ചിരിയാണ്. നിങ്ങൾക്കറിയത്തില്ല, ആണുങ്ങൾക്കേ അറിയത്തുള്ളൂ. ഏറ്റവും നല്ല ചിരി പെണ്ണുങ്ങളുടെ ചിരിയാണ്. അതുകൊണ്ടാണ് ലോകത്ത് ഒരിക്കലും ചിരിക്കാത്ത പുരുഷനും പെണ്ണുങ്ങളെ കാണുമ്പം അറിയാതെ ചിരിച്ചു പോകും. ജീവിതത്തിൽ ഒരിക്കലും വിട്ടുചിരിക്കാത്ത ആളായിരുന്നു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. പക്ഷെ അദ്ദേഹം ആദ്യം ചിരിച്ചത് ഐശ്വര്യയെ കണ്ടപ്പോഴാണ്. അന്ന് വരെ ചിരിച്ചിട്ടില്ലെന്നാണ് പറയുക. ചിരി. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ നേടാൻ പറ്റും 2 വിധത്തിൽ. ഒന്ന്, ചിരിച്ചോണം. എത്ര മനപ്രയാസമുള്ള ഭർത്താവും വീട്ടിലേക്ക് വരുമ്പം ഭാര്യയൊന്ന് ചിരിച്ചോ, അവൻ്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകട്ട പോലെ ഉരുകിപ്പോകും. പക്ഷെ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല. നീണ്ട പടവലങ്ങ പോലെ മോന്ത നീട്ടി ഒറ്റപ്പെടുത്തും. അവന് ഷുഗറെ, കൊളസ്ട്രോൾ, പ്രഷർ ഷൂട്ടപ്പ് ചെയ്ത് അങ്ങേയറ്റമാവും. പെണ്ണുങ്ങൾ ചിരിച്ചാൽ തന്നെ വീട്ടിൽ സമാധാനമുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഒരുമാതിരി ആക്കുന്ന ചിരിയുണ്ട്. അതല്ല, മര്യാദ ചിരിച്ചാൽ ആണുങ്ങളെ നേടാൻ പറ്റും. 2, കുത്തിയിരുന്ന് കരഞ്ഞോണം. പെണ്ണുങ്ങൾ കരഞ്ഞോ ആണുങ്ങളുടെ കഥ കഴിയും. കാമുകി കരഞ്ഞാൽ കാമുകൻ ഉരുകും. പെങ്ങൾ കരഞ്ഞാൽ ആങ്ങള അലിയും. ഭാര്യ കരഞ്ഞാൽ ഭർത്താവ് ഉരുകും. മോള് കരഞ്ഞാൽ അപ്പൻ വീഴും. ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് വെള്ളം വീണാൽ പെട്ടെന്ന് അലിതു പോകും. ആണുങ്ങളുടെ പ്രത്യേകതയാണ്. പക്ഷെ പെണ്ണുങ്ങളെ ആസിഡ് ഒഴിച്ച് അവർ ഇളകാൻ പറ്റുമല്ല, കാരണം എല്ലേന്നുണ്ടായതാണ് നല്ല കട്ടി എന്നാണ് വെയ്പ്പ്. അപ്പം വ്യത്യാസം മനസ്സിലാക്കുക. ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ആണുങ്ങളെ അധികം അവരുടെ രീതി മനസ്സിലാക്കുക. പുരുഷനെ സംബന്ധിച്ച് നിങ്ങളുടെ കെട്ടിയവന്റെ ലോകമെന്ന് പറഞ്ഞാൽ വലിയ ലോകമാണ്. അവന്റെ ലോകം കോട്ടയവും ദേവലോകവും വടവാതൂരും കളത്തിപ്പടിയും മണർകാടും പാമ്പാടിയും പാലായും കിടങ്ങൂരും ഏറ്റുമാനൂരും ഒരു വലിയ ലോകത്താണ്. ഭർത്താവ് ഒരിക്കലും അടങ്ങിയിരിക്കില്ല, എപ്പോഴും പുറത്തേക്ക് പോകാൻ തിടുക്കം കാണിച്ചുകൊണ്ടിരിക്കും. പുറത്തു പോവുക, ലോകകാര്യങ്ങൾ ചിന്തിക്കുക. അങ്ങനെയുള്ള ഭർത്താവിനെ തലയ്ക്കകത്തുള്ളത് അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ്. ഒബാമ ഇറാനെ കയറി ചൊറിയാൻ സാധ്യതയുണ്ടോ? അവിടുത്തെ എണ്ണ കട്ടുകൊണ്ട് പോവുമോ? ബ്രസീലിൽ മഞ്ഞ് വീണാൽ കാപ്പിക്കുരു കൂടിയാൽ ഇവിടുത്തെ വിരുവിന്റെ വില പറയാൻ സാധ്യതയുണ്ടോ? അന്താരാഷ്ട്ര കാര്യങ്ങൾ. ഈ അന്താരാഷ്ട്ര കാര്യമായിട്ട് ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ അവൻ പ്രതീക്ഷിക്കുന്നത് ഈ അന്താരാഷ്ട്ര താരത്തെ ആദരവോടെ കാത്തു നിൽക്കുന്ന ഭാര്യയാണ്. പതയ്ക്കാൻ സോപ്പ്, കഴുകാൻ വെള്ളം, കുടിക്കാൻ ചൂട് ചായയായിട്ട് കാത്തു നിൽക്കുന്ന ഭാര്യ. ഭാര്യയോ അന്താരാഷ്ട്ര താരമല്ല, അവൾ ഒരു ഡൊമസ്റ്റിക് ആനിമലാണ്. പരിചയത്തോടെ മാത്രം നടക്കുന്നു. അവളുടെ ലോകമെന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു ചിന്തകളാണ് അവിടെ തലയ്ക്കകത്ത്. ടാപ്പ് ലീക്കായല്ലോ, തവിക്കണ ഒടിഞ്ഞു പോയല്ലോ, ബെഡ്ഷീറ്റ് കീറിപ്പോയല്ലോ, കോഴിക്ക് പൊരുന്നയുണ്ടോ, കൊച്ചിന് പനിയുണ്ടോ, പശുവിന് ചനയുണ്ടോ, ഈ 100 കൂട്ടം കാര്യങ്ങൾ അവിടെ തലയ്ക്കകത്ത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഈ കൊച്ചു ലോകത്ത് ജീവിക്കുന്ന ഭാര്യയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഈ കൊച്ചു കാര്യം അയൽവക്കത്തെ ചേട്ടനെ പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റുകയല്ലോ, സ്വന്തം കെട്ടിയവനോട് പറയണം. അവൻ വരുന്ന വട ചേട്ടാ നമ്മുടെ വൈറ്റവൻ കോഴിപ്പട ഒരു മുട്ട ഇട്ട് കേട്ടു,
അവന് കോഴി പോയിട്ട് ആന മുട്ടയിട്ടാലും പ്രശ്നമില്ല. ഇവൻ അന്താരാഷ്ട്ര താരമാണ്. അവനോർക്കും അവിടെ അമ്മയുടെ മുട്ട, ഇവിടെ മുട്ടയും പൊക്കി പിടിച്ചു വരുന്നു. ഭർത്താവിന്റെ മനഃശാസ്ത്രം അറിയാവുന്ന ഭാര്യ കൊച്ചു കൊച്ചു കാര്യം പറഞ്ഞ് ഭർത്താവിനെ ശല്യപ്പെടുത്തരുത്. ഒരു കാര്യം ഓർത്തോണം, ആണുങ്ങളെ പിശാചി ഈമ്പിയ ചില സമയമുണ്ട്. ആ സമയങ്ങളിൽ മിണ്ടാൻ പോകരുത്. കുളിച്ചു തോർത്തി തണുത്ത് മര്യാദയ്ക്ക് ഇരിക്കുമ്പോഴേ കാര്യങ്ങൾ അവതരിപ്പിക്കാവും. ഇനി നിങ്ങൾക്ക് നടത്താവുന്ന ഒറ്റപ്പെട്ട കാര്യങ്ങൾ സ്വയം നടത്തിക്കണം. ഒരു സ്ത്രീ കുളിച്ചു, നീല സാരി ഉടുത്തു. ഭർത്താവിന് ഒരു ചേട്ടാ, ഈ നീല സാരി ചേർന്ന 1 രൂപയുടെ 5 നീല പൊട്ട് മേടിച്ചുകൊണ്ട് വരാമോ? പിന്നെ പൊടി നിന്റെ പീറപ്പൊട്ട്, പൈസ കൂടി കാര്യമാണ് എന്നോട് പറഞ്ഞാൽ മതി. അവളും പിടിക്കുക. ഒരു ദിവസം കുളിച്ചു തോർത്തി, ഒരു ചുമന്ന പൊട്ട് കുത്തി, ചേട്ടാ ഇതിന് ചേർന്ന 5000 രൂപയുടെ 2 ചുമന്ന പട്ടുസാരി മേടിച്ചു തരാമോ? ഇപ്പം നോക്കിയും കണ്ട് കാര്യം അവതരിപ്പിക്കണം. ആണുങ്ങൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഭാര്യയെ കേൾക്കാൻ വേണ്ടി കൂടിയാണ്. ചില ആണുങ്ങൾ പാർട്ടിക്ക് ഉഗ്രൻ, പള്ളിക്ക് ഊറ്റൻ, നാടിന് 1-ാം തരം, ഭാര്യയ്ക്കും മകൾക്കും കാക്കാശിനും കൊള്ളാത്ത കെട്ടിയന്മാരെ കണ്ടിട്ടുണ്ട്. വർത്തമാനം പറയാനേ സമയമില്ല, മിണ്ടുകയല്ല. ചില ആണുങ്ങൾ വർത്തമാനം പറയുന്നതിന് പ്രായം ചെന്ന അമ്മച്ചിമാർ വേണ്ടി ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഞെക്കി മുക്കി നൂല് പോലെ ഇതേ ഉള്ളൂ ആകപ്പാടെ. ചില ആണുങ്ങളുടെ രീതിയാണ്. ചില ആണുങ്ങൾ വീട്ടിലോട്ട് വരുന്നത് തന്നെ ഇരട്ട പിള്ളേരെ മുല കുടിപ്പിച്ചുകൊണ്ടാണ്. വലത് കയ്യിൽ റിലയൻസ്, ഇടത് കയ്യിൽ BSNL ഫോൺ. ആഹാ ഓഹോ ആഹാ. ഇവൻ ഫോൺ വിളിക്കുന്ന കണ്ടാത്തൊന്നും ഇവൻ ഫോൺ വിളിച്ചില്ലെങ്കിൽ ഇന്ത്യ കാട്ടുകാരിൽ നിന്ന് താഴോട്ട് വീണു പോകും. എന്തോ ഒരു രീതിയാണ്. പിന്നെയോ TV-യുടെ മുമ്പിൽ വെട്ടിയുടെ കോഴിച്ചക്ക പോലെ ഫ്ലാറ്റായിട്ട് മലന്ന് കിടക്കുക, പത്രം ഓടിച്ചു വായിക്കുക, ഭാര്യ മിണ്ടിയാൽ ഒന്നും കേൾക്കാൻ സമയമില്ല, വർത്തമാനം പറയാൻ സമയമില്ല. ഞാൻ 5 പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്ന സ്ഥലമേതാ? ഒരുത്തൻ പറഞ്ഞ് ബൈബിളിൽ, ഒരുത്തൻ പറഞ്ഞ് കുരിശിൽ, ഒരുത്തൻ പറഞ്ഞ് പ്രാർത്ഥനാമുറിയിൽ. ഒരു കൊച്ചു പറഞ്ഞു, ഹേ ഞങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്ന വീട്ടിലെ ബാത്റൂമിന്റെ അകത്താണ്, ബാത്റൂമിലെ ദൈവം. അതെന്നാടാ? എന്നും രാവിലെ 6 മണിക്ക് പപ്പ പേസ്റ്റും ബ്രഷും ടങ് ക്ലീനറും ഒരു മൊബൈൽ ഫോണുമായിട്ട് ബാത്റൂമിൽ കയറും. മമ്മി 6:30 ആകുമ്പോൾ ചോദിക്കുന്ന കേൾക്കാം, ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ, ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ. ഒന്നിനും സമയമില്ലാത്ത ആണുങ്ങളെ കണ്ടെത്തും ചില കുടുംബങ്ങളില്. ഇവിടെയാണ് മനസ്സിലാക്കുക, എന്റെ ഭർത്താവിന്റെ ലോകം വലിയ ലോകം ആയതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാനെന്ന ഭാര്യ കണ്ണടച്ചു വിടണം. എന്റെ ഭാര്യയുടെ ലോകം ചെറിയ ലോകമായതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കണം, കൂടുതൽ സംസാരിക്കണം. ഇപ്പം ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, ആണുങ്ങൾക്ക് സ്വഭാവത്താലെ വാ പൊളിക്കാൻ പ്രയാസം, പെണ്ണുങ്ങൾക്ക് സ്വഭാവത്താലെ പൊളിച്ച വാ അടയ്ക്കാൻ പ്രയാസം. ഇത് വലിയ വ്യത്യാസമാണ്. ചില പെണ്ണുങ്ങൾ പറയും, എന്റെ അച്ഛ എന്റെ കെട്ടിയോട് കുറെ കൂടെ വർത്തമാനം പറയണം, പറ്റിയല്ല, അവൻ അത്രയേ പറയത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് പറ്റിയല്ല. ചില ആണുങ്ങൾ പറയും, അച്ഛ എന്റെ ഭാര്യയോട് പറയണം വാ പൂട്ടാൻ, അങ്ങനെ പറഞ്ഞേക്കരുത്. ദൈവം കൊടുത്ത വലിയ കൃപയാ, അനശ്വത പ്രവാഹം പോലെ അനർഗളം പറയാനുള്ള ഒരു വലിയ കൃപ ദൈവം പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ചില സ്ത്രീകളെ കാണാം, പറയാനുള്ളത് പകലെങ്ങാനും പറഞ്ഞ് തീർന്നില്ലെങ്കിൽ ബാക്കി കുടിശ്ശിക കൊടുത്ത് രാത്രി ഉറക്കത്തിൽ ഒറ്റയ്ക്ക് കിടന്ന് പറഞ്ഞു കളയും. ഇത് സ്ത്രീയുടെ പ്രത്യേകതയാണ്. ഇത് രണ്ടാമതൊരു വലിയ വ്യത്യാസം. മൂന്നാമത് ഒരു വലിയ വ്യത്യാസം, ആണുങ്ങൾ മറക്കും പക്ഷെ ക്ഷമിക്കാതെ കിടക്കും, പെണ്ണുങ്ങൾ ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല. ആണുങ്ങൾ അങ്ങ് പല കാര്യങ്ങളും അന്ന് അങ്ങനെ പറ്റിയ ലേഡി അങ്ങ് മറന്നു പോകും. പക്ഷെ പെണ്ണുങ്ങളോ മറക്കത്തില്ല. ചെറിയ അരിശം വന്നാലും അവരങ്ങ് ക്ഷമിച്ചതുപോലെ കാണിക്കും. പക്ഷെ 2025 വരും, എന്നാലും 2014 ജൂൺ 7-ാം തീയതി പറഞ്ഞ ആ വർത്തമാനം എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ, താൻ ഓർത്തോണം. ഇതിങ്ങനെ മറക്കാതെ തേടി കിടക്കും. മാത്യു സാർ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു ഉച്ചയ്ക്ക്. ഭാര്യയുടെ റെഡി, സ്കൂളിൽ ഒരു ടീച്ചർ വന്നിരിക്കുന്നു, ശൈലജ ടീച്ചർ. കാണാൻ നല്ല നിറം, തക്കാളിപ്പഴത്തിന്റെ ചുമപ്പ്, പാദം മുട്ടി മുടി, പക്ഷെ അപ്പടി കുറ്റിമീശയാ, കാരണം മുഖത്ത് നോക്കും ഏതാണ്ട് പോലെ. ഭാര്യ പറഞ്ഞു, വല്ല പെണ്ണുങ്ങൾക്ക് മീശയോടെ തനിക്കുന്ന, അവളവിടെ വഴിക്ക് പോട്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞ് 2-3 വർഷം അങ്ങ് ജീവിച്ചു. 3 വർഷം കഴിഞ്ഞൊരു സി മാത്യു സാർ കൈനിറ്റി ഫോണ്ടായി വീട്ടിലേക്ക് വരും. വൈകിട്ട് 7 മണിക്ക് പവർ കട്ടിന്റെ സമയമായിരുന്നു. ഇയാൾ ഗേറ്റ് തുറന്നുകൊണ്ട് കയറുകയും തോട്ടത്തിലെ സൈഡ് കെട്ടാൻ വേണ്ടി ഹോളോ ബ്രിക്സ് ഇറക്കി വെച്ചായിരുന്നു. ഇയാൾ അറിഞ്ഞില്ല ഇറക്കിയത്. ഇഷ്ടിക തട്ടി മാത്യു സാർ താഴെ വീണു. ഇടത് കൈയുടെ തൊലി പോയി, കൈയുടെ ഭാഗം ഉളുകിപ്പോയി. ഇവൻ പറഞ്ഞു, എടി വൃത്തികെട്ടവളെ, കറണ്ട് ഇല്ലാത്ത ദിവസമല്ലേ, പറയണ്ടേ ഹോളോ ബ്രിക്സ് ഇറക്കി വെച്ചെന്ന്? എന്റെ കൈ ഒടിഞ്ഞു പോയാലോ, നിങ്ങൾക്ക് ഇത്ര ശ്രദ്ധയില്ലാതെ പോയല്ലോ. പണിയാളെ പിന്നെ ശൈല ടീച്ചറിന് മീശ കണ്ട ആൾക്ക് ഇഷ്ടിയെ കാണാൻ വലിയ പ്രയാസമല്ലേ എന്ന് ചോദിച്ചു. എത്ര നാൾ കഴിഞ്ഞാലും ഇതിങ്ങനെ മനസ്സിൽ കിടക്കും, മറയാതെ കിടക്കും. ഇതാണ് ചിലപ്പോൾ ക്ഷമിക്കും പക്ഷെ മറക്കത്തില്ല. ജീവിതത്തില് ക്ഷമിക്കും പക്ഷെ മറക്കത്തില്ല. മറ്റൊരു വലിയൊരു വ്യത്യാസമാണ്, ആണുങ്ങൾ വികാരം അധികം പ്രകടിപ്പിക്കില്ല, ഉള്ളിൽ ആഴ കൂടുതലാണ്. സ്ത്രീ വികാരം ഒരുപാട് പ്രകടിപ്പിക്കും, ഉള്ളിൽ ആഴം കുറവാണ്. സ്ത്രീകൾ ഒരുപാട് കരയും, അത്രയും ആഴം ഉള്ളിലില്ല. ആണുങ്ങൾ ഒത്തിരി കരയുകയല്ല, പക്ഷെ ഉള്ളിൽ ആഴ കൂടുതലാണ്. അതുകൊണ്ടാണ് ഭർത്താക്കന്മാരെ മുറിപ്പെടുത്തുന്ന വാക്ക് പറയുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കണം.
അത് ചാരം മൂടി തീക്കട്ട പോലെ മനസ്സിൽ കിടക്കും. പിന്നീടൊരിക്കൽ ആ ചാരം മാറുമ്പോൾ തീക്കട്ട തെളിഞ്ഞു വരും. ശ്രദ്ധിച്ചേ പറയാവൂ. ഈ സ്ത്രീകളോട് അല്പം അരിശപ്പെട്ടാലും പിന്നീട് സ്നേഹത്തോടെ പെരുമാറുമ്പോഴത്തേക്ക് സ്ത്രീകൾ അതൊക്കെ മറക്കാനും അതൊക്കെ വിട്ടുകയാനും തയ്യാറാവും. വൈകാരിക തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പറയുക, പെണ്ണുങ്ങൾക്ക് അരിശം വരുമ്പം അറിവുള്ള ആണുങ്ങൾ ആ സമയം ഒന്നും മിണ്ടരുത്. ഭാര്യ വല്ലാതെ തുള്ളി വരുമ്പം അവൻ മുറിക്കകത്തേക്ക് കയറി കട്ടിലിരുന്ന് തലയ്ക്ക് കയ്യും കൊടുത്ത് കുനിഞ്ഞിരിക്കുക. വാതിലൊരിക്കലും അടച്ചേക്കരുത്. ഭാര്യ കാണുന്നുണ്ട്, നമുക്ക് ഉറപ്പ് വേണമല്ലോ. ഇങ്ങനെ ഇരിക്കുക. സുനാമി തിരമാലകൾ അടങ്ങിക്കഴിയുമ്പം പുറത്തേക്ക് ഇറങ്ങിവെന്ന് പറയുക. ശാന്തമായിട്ട് പ്രതികരിക്കാൻ പഠിക്കുക. വൈകാരിക തലത്തിൽ ഭാര്യയെ ശോഭിക്കുമ്പോൾ ഭർത്താവ് ഒന്നും വേണ്ടരുത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഗ്രീക്ക് ചിന്തകനായ സോക്രട്ടീസ്. സോക്രട്ടീസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ചന്നം ഭിന്നം എന്ന ചാറ്റമട പോലെ പരാതി പറയുന്ന ഭാര്യയാണ്. വർഷങ്ങൾ സോക്രട്ടീസ് സഹിച്ചു. ഒരു ദിവസം രാവിലെ 8 മുതൽ 1:30 വരെ ഭാര്യ വല്ലാതെ പരാതി പറഞ്ഞു. 1:30 സോക്രട്ടീസ് ഒന്നും മിണ്ടുന്നില്ല. അരിശം വന്ന ഭാര്യ അകത്ത് ചെന്നു. ഒരു മൺകുടയൻ നിറയെ തണുത്ത വെള്ളം കൊണ്ടുവന്ന് സോക്രട്ടീസിന് തലയിലോട്ട് ഒറ്റ കമത്ത്. കാലമാടാ, എനിക്ക് മിണ്ടാൻ പറ്റില്ലേ. സോക്രട്ടീസ് ഇരുന്നിരിപ്പിൽ കുലുങ്ങി പറിച്ചു. അവിടെ നോക്കി ചിരിച്ചുകൊണ്ട് പറയടി, രാവിലെ 9 മുതൽ ഇടിമെടുക്കും ഇടിമിന്നലും കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ 1 മണിയോടുകൂടി ഒരു നല്ല മഴ പെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ചിലപ്പോഴൊക്കെ കുടുംബത്തിലെത്തി അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമാണ്. ഒരു സ്ത്രീ എന്നും കെട്ടിയവനോട് ഭയങ്കരമായിട്ട് ചൂടാകും, ബഹളം വെക്കും. ഇവനൊന്നും വേണ്ടിയല്ല. ഒരു ദിവസം ഇവൾ അറ്റാക്കായിട്ട് മരിച്ചുപോയി. ഭാര്യ മരിച്ചപ്പം കെട്ടിയവന് പ്രയാസമായി. അവസാനം ഇവ അടക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുക. നല്ല വെയിലുള്ള ദിവസം. പക്ഷെ പെട്ടെന്ന് മാനം ഇരുണ്ടു, ഇടിമുഴക്കും ഇടിമിന്നലും ഒക്കെ ആയി. ഇയാൾ കൂട്ടുകാരോട് പറയുക, ദൈവമേ അവൾ അവിടെ എത്തി എന്നാ തോന്നുന്നു. കാരണം പരിക്കകത്തെ ഇടിമുഴക്കും മിന്നലുമല്ല ആകാശത്തും ആരംഭിച്ചിരിക്കുന്നു. അപ്പം മനസ്സിലാക്കുന്ന രീതി പരസ്പരം മനസ്സിലാക്കല്. അടുത്ത ഒരു വലിയ വ്യത്യാസമുള്ളത്, ആണുങ്ങൾ ഒരു സമയം ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ സ്ത്രീ ഒരു സമയം 10 കാര്യം ചെയ്യും. അല്പം വൃത്തിക്കുറവുണ്ടാവും. അത് ആണുങ്ങൾ മാർജിനിട്ട് എടുക്കാൻ പഠിക്കണം. ആണുങ്ങൾ ആദ്യം വഴുതന, പിന്നെ വാഴ, പിന്നെ കാന്താരത്തി, ഓരോന്നോരോന്ന് വെക്കും. അടിക്കടിക്ക് വെക്കുന്നു. സാവധാനം വൃത്തിയുണ്ട്, പക്ഷെ കുറച്ചേ ചെയ്യുള്ളൂ. സ്ത്രീ 10 കാര്യം ചെയ്യുമ്പം അല്പം വൃത്തിക്കുറവുണ്ടാവും. അത് ആണുങ്ങൾ മനസ്സിലാക്കണം. കൊച്ചു കുട്ടികളോട് സാറി വെച്ച്, മക്കളെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, ഒരുത്തം പറഞ്ഞു കമ്പ്യൂട്ടർ, ഒരുത്തം പറഞ്ഞു ഐപാഡ്, ഒരുത്തം പറഞ്ഞു ടാബ്ലറ്റ്, ഒരുത്തം പറഞ്ഞു പ്ലെയിൻ. ഒരു കൊച്ചു പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ അമ്മയാണ്. സാറി വെച്ച്, അതന്നെ എൻ്റെ സാറേ, എൻ്റെ അമ്മയ്ക്ക് എത്ര കൈയാണെന്നറിയാമോ? വെളുപ്പിന് എന്നെ കുലുക്കി വിളിക്കാൻ 2 കൈ, തലയിൽ എണ്ണ തേച്ച് തരാൻ കൈ, വെള്ളം തലയിൽ താഴാതെ തോർത്തി തരാൻ കൈ, ഷർട്ടിനെ പട്ടത്തിൽ ഇട്ടു തരാൻ കൈ, ചോറും പൊതി കെട്ടിത്തരാൻ കൈ, രാത്രി തലയണ പോലെ മടക്കി വെച്ച് തരാൻ കൈ. എൻ്റെ അമ്മയ്ക്ക് എത്ര കൈകളാണെന്നറിയാവോ? ഒരു സ്ത്രീ 100 കൂട്ടം കാര്യം ചെയ്യുമ്പം അല്പം കുറവുണ്ടാവും. അത് ഭർത്താവ് മനസ്സിലാകണം. അതുകൊണ്ടാണ് അറിവും അന്തസ്സുള്ള ആണുങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും ഭാര്യയെ കുറ്റം പറയരുത്. കാരണം നിങ്ങളുടെ ഭാര്യ ചെയ്യുന്ന ജോലി നിങ്ങൾ ആണുങ്ങൾ ചെയ്താൽ എമ്പണ്ടേ കുടുംബത്തിൽ കൊലപാതകമോ കൂട്ടയാത്മഹത്യയോ നടന്നതിനെയും അത്രയും ക്ഷമാശീലം ആണുങ്ങൾക്ക് കുറവാണ്. അപ്പൊ ഇവിടെ ഓർമ്മിക്കുക. ഇപ്പം നന്മ പറയാൻ പഠിക്കുക. ചില ആണുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. സ്നേഹമുണ്ടെങ്കിലും എന്തെങ്കിലും കുറ്റം ഭാര്യയോട് പറഞ്ഞാലേ അവന് സന്തോഷമാകത്തുള്ളൂ. എന്തേലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പുരുഷനല്ലെന്നാ പല ആണുങ്ങളും കരുതുക. എന്തെങ്കിലും ഒരു കമന്റ്, ഒരു റിമാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. എൻ്റെ അപ്പന് അമ്മയെ വലിയ ജീവനാണ്. അമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അമ്മ എന്നെ ഉണ്ടെങ്കിൽ അപ്പൻ ഒരു ചെറിയ കുറ്റം പറയുമായിരുന്നു. സ്നേഹക്കുറവല്ല, ഒരു രീതിയാണ്. കറി കളിച്ചാൽ പറയും, എന്നാ ഒലത്താടിയത്, കരിവേപ്പില കമന്ന് കിടക്കുന്നു, സബോള മലന്ന് കിടക്കുന്നു, കടുക് തലയും കുത്തി നിൽക്കുന്നു, ഇതാണ് ഒലത്ത്. അമ്മ മരിച്ചു. ജ്യേഷ്ഠന്റെ ഭാര്യ അപ്പനെ പൊന്നുപോലെയാ നോക്കുന്നു. എന്നാലും ഞാൻ അവധിക്ക് ചെല്ലുമ്പോൾ അപ്പം പറയും, എൻ്റെ മോന്റെ അമ്മ മരിച്ചതിന് ശേഷം വായി വെച്ച് കൂട്ടാമെന്നൊന്നും ഇതുവരെ കിട്ടുന്നില്ല. എല്ലാവരും കങ്ങം പിടിച്ച ചൊവ്വയാ. എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ചാമ്മയുടെ ഒലത്തായിരുന്നു ഒലത്ത്. ഇതെന്നാ ഒരു ഒലത്താ? ഈ ഒലത്തിയ സ്നേഹം പിടിയിട്ട് മരിച്ച് 18 വർഷം കഴിയുമ്പോഴാണ്. ഇതാണ് പറയുക, ജീവിതത്തിൽ ദൈവം തന്നു, അവിടെ പരസ്പരം മനസ്സിലാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന ഒരു ജീവിതശൈലി. ഭർത്താവിന്റെ ലോകം, ഭാര്യയുടെ ലോകം, ഈ വ്യത്യാസം. ഇതിന് വിളിക്കുന്ന വാക്ക് വിജ്ഞാനം. 2 വിശുദ്ധി. കുടുംബത്തെ ബലപ്പെടുത്തുന്ന രണ്ടാമത്തെ ഒരു വലിയ തൂണാണ് വിശുദ്ധി. എന്താണ് വിശുദ്ധി? വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു ജീവിതാന്തത്തിൽ പ്രവേശിച്ചിട്ട് മറ്റൊന്നിനെ കുറിച്ച് ഓർക്കാതിരിക്കുക. അതാണ് വിശുദ്ധി. വിവാഹത്തിന് മുമ്പ് ഒരു പുരുഷന് കല്യാണം കഴിക്കുന്ന ഭാര്യയെക്കുറിച്ച് ചില ക്വാളിറ്റികൾ അവന്റെ മനസ്സിലുണ്ട്. എൻ്റെ ഭാര്യ ഇങ്ങനെയായിരിക്കണം. പക്ഷെ ഒത്തയാളല്ല കിട്ടുക. ചപ്പാത്തി ഉണ്ടാക്കുന്നവരെ ആഗ്രഹിച്ചു,
കിട്ടിയത് ചമ്മന്തി ഇടിക്കാൻ അറിയത്തില്ലാത്ത ഒരെണ്ണത്തെ കിട്ടിക്കഴിയുവന് മുറുമുറു കരുത്. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവനെ ആഗ്രഹിച്ചു, പക്ഷെ സാധാരണ സൈക്കിൾ കാണുമ്പോൾ ബോധം കരുതുന്നവനായിരിക്കും ഭർത്താവായിട്ട് വരിക. ഭാവനയിൽ ഉള്ളതിനെ കൊല്ലുക, ദൈവം തന്നതിനെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുക, അതാണ് വിശുദ്ധി. ഭാവനയിൽ ഉള്ളതിനെ കൊല്ലുക, ദൈവം തന്നതിനെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുക, അതിന് വരുന്ന വാക്കാണ് വിശുദ്ധി. മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ ഓർക്കാതിരിക്കുക, കിട്ടിയതിൽ സന്തോഷിക്കുക. ഞാൻ കോട്ടയത്ത് നിൽക്കുന്നു, എനിക്ക് കൊട്ടാരക്കരയ്ക്കും പോകണം, അതേസമയം അങ്കമാലിക്കും പോകണം. ആദ്യം കിട്ടുന്ന ബസ്സിന് പോകാം. അങ്കമാലി ബസ് വന്നു, അതിൽ കയറി ഇരിക്കുക. ഇരിക്കുമ്പോൾ മുതൽ എൻ്റെ ഓർമ്മ കൊട്ടാരക്കര വണ്ടിയെ കയറിയാൽ മതിയായിരുന്നു. ചിങ്ങവനം കാണാമായിരുന്നു, തുരുത്തി കാണാം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, പന്തളം, അടൂർ ഇതൊക്കെ കാണാമായിരുന്നു എന്ന് തൃശ്ശൂർ വണ്ടിയെ കയറിയിട്ട് ഓർത്തേക്കല്ലേ. കയറി ഇരിക്കുമ്പോൾ മുതൽ ഞാൻ ആസ്വദിക്കാൻ പഠിക്കണം ഓരോ സ്ഥലവും. തൃശ്ശൂർ വണ്ടിയെ കയറിയിട്ട് ആ വഴിയെക്കുറിച്ചോ കൊട്ടാരക്കര വണ്ടിയെ കയറി തൃശ്ശൂർ വണ്ടിയെക്കുറിച്ചോ ഓർക്കരുത്. ഇരിക്കുന്ന വണ്ടിയിൽ ആസ്വദിക്കാൻ പഠിക്കണം. ഇരിക്കുന്ന വണ്ടി. എന്നോടൊരു ചേട്ടൻ ചോദിക്കുക, അച്ഛനായി കഴിഞ്ഞ് എന്നേലും കല്യാണം കഴിക്കണമെന്ന് അച്ഛന് തോന്നിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അതെന്നാ ചേട്ടാ അങ്ങനെ ചോദിച്ചത്? അല്ല, അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബത്തോടെ ഇരുന്ന് ചിരിക്കാറുണ്ട്. അച്ഛന് വേണ്ടാത്ത വല്ല തോന്നലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞാൻ പറഞ്ഞു, പൊന്നി ചേട്ടാ, ഇത്രയും ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ട് പറയാം, അടുത്തിടെ കല്യാണം കഴിക്കണമെന്ന് കാര്യമായിട്ട് എനിക്കൊന്ന് തോന്നിയാൽ. അതെന്നാ, ധ്യാനപ്രസംഗം കഴിഞ്ഞ് മടുത്തു വന്ന് തുണി അലക്കി വലതയുടെ ഒരം പറഞ്ഞു പോയപ്പോൾ ഓർത്തു, ഒരു ഭാര്യ ഉണ്ടായിരുന്നു നന്നായിരുന്നു, തുണി അലക്കി കിട്ടിയനല്ലോ എന്ന് ഞാനൊന്ന് ഓർത്തുപോയി. പിന്നെ ചേട്ടൻ പറഞ്ഞു, പൊന്നി ജോസഫ് അച്ഛ, ഇനി മേലിൽ അങ്ങനെ ഓർത്തേക്കരുത്. ഞാൻ തന്നെ എൻ്റെ അച്ഛ എൻ്റെ മെമ്പർ നോക്കി അവിടെ സകലമാന തുണിയും ഇന്നും എന്നെ കൊണ്ട് അച്ഛാ അവൾ അലക്കിപ്പിക്കുന്നത്. എവിടെയാണോ അവിടെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. ഇതിനാണ് വിശുദ്ധി എന്ന് നമ്മൾ പറയുക. ഓർത്ത് നോക്കിക്കേ, തോമസ് ബാവ ഒരു കൽപ്പനയിടുന്നു പുത്തൻകുരിശിൽ നിന്നും. സഭയുടെ നിയമം മാറ്റാൻ പോകുന്നു ജൂലൈ 3-ാം തീയതി ദുഃഖാന തിരുനാൾ മുതൽ. എന്താണ് നിയമം? 2014 വർഷങ്ങളിലെ നിയമം, ഇപ്പോൾ ഉള്ള ഭാര്യയുടെ കൂടെ മരണം വരെ ജീവിക്കണം, ഇപ്പോൾ ഉള്ള കെട്ടിയവന്റെ കൂടെ മരണം വരെ ജീവിക്കണം. ഇതാണ് കൽപ്പന. എന്നാൽ 2014 ജൂലൈ 3 മുതൽ പിതാവിന്റെ ഒരു വലിയ അറിയിപ്പ് വരുന്നു, ഒരു പുതിയ നിയമം വരുന്നു. എന്താണ് ആ നിയമം? ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭർത്താവിനെ മാറ്റി ഇഷ്ടമുള്ള പുതിയ ആളെ ജൂലൈ 3-ന് പരീക്ഷണാർത്ഥം നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭാര്യയെ മാറ്റി ഇഷ്ടമുള്ള പുതിയ ആളെ ജൂലൈ 3 മുതൽ എടുക്കാം. ഒരു സഹോദരൻ ഇടയില്ലാഞ്ഞിട്ടും പ്രതീക്ഷയോടെ തലപൊക്കി എന്നെ നോക്കുന്നു. സത്യമാണോ അച്ഛാ? ബാബ പറഞ്ഞതാണോ അതോ വെറുതെ കൊതിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? വെറുതെ ഓർത്താ മതി, നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞ എന്തായിരിക്കും ഈ പള്ളിക്കകത്തെ പ്രതികരണം? പന്തക്കുസ്താ ദിവസം സിയോൻ മാളികയിലുണ്ടായ കൊടുങ്കാറ്റിന്റെ വലിയ അരപ്പി പള്ളി കേൾക്കാം. രക്ഷപ്പെട്ടു. 100-ൽ 60 പേര് ഓർക്കും മാറ്റിയെടുക്കാവല്ലോ. 20 പേര് വരെ ദൈവം ഒരിക്കപ്പെട്ടു, ഇനി പണിക്ക് ഇല്ലേ ഇല്ല. 10% പേര് വരും. ഇപ്പോൾ ഉഗ്രം കിട്ടിയ 100 ഭാര്യ വേറെ ഒന്നും വേണ്ട. അവസാനത്തെ 10% പേര് വരും. നോക്കട്ടെ, എല്ലാവരും മാറിയാൽ ഞാനും മാറും, ആരും മാറിയില്ല ഞാനും മാറുകയില്ല. എത്രമാത്രം തൃപ്തി! ഈ തൃപ്തിയോടെ ജീവിക്കുക, അതിന് വിളിക്കുന്ന വാക്ക് വിശുദ്ധി. വിശുദ്ധി ജീവിതത്തിൽ വിളിക്കും വിശുദ്ധി. അപ്പോൾ 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം. കുടുംബത്തിൽ വിവേകം വേണം. എന്താണ് വിവേകം? വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത വാക്ക് ഭാര്യ പറയരുത്, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്ത വാക്ക് ഭർത്താവ് പറയരുത്. പരസ്പരം വളർത്തുന്ന വാക്കുകൾ പറയുക, മുറിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക, അതാണ് വിവേകം. സ്വന്തം ഭാര്യയുടെ കുറ്റം മക്കളുടെ കേക്ക് ഒരിക്കലും ഒരു ഭർത്താവ് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ മക്കളുടെ മനസ്സിലെ അപ്പന്റെ വില ഇടിഞ്ഞു പോകും. ഭർത്താവിന്റെ കുറ്റം ഭാര്യ മക്കളോട് പറയരുത്. ആ അമ്മയുടെ മുഖം ഈട് മക്കളുടെ മനസ്സിൽ ഇടിഞ്ഞു പോകും. ഒരിക്കലും ഭാര്യയുടെ അപ്പനെയും അമ്മയും വീട്ടുകാരെയും കുറ്റം പറയരുത്. ഭർത്താവിന്റെ വീട്ടുകാരെ അപ്പനെയും അമ്മയും കുറ്റം പറയരുത്. എപ്പോഴും ഭർത്താവിന്റെ വീട്ടിൽ ആരോടെങ്കിലും ഭാര്യ പിണങ്ങിയിരുന്നോ ആ കുടുംബം തീർന്നു. വിവേകമില്ലാത്ത വാക്ക് പറയരുത്. വിവേകമുള്ള വാക്കേ പറയാവൂ. ഇഷ്ടപ്പെട്ട വാക്കുകൾ പെറുക്കി പറയാൻ പഠിക്കണം. അതും പ്രധാനപ്പെട്ടതാണ് വിവേകത്തോടി. എന്റെ ഭർത്താവിന് ടോം 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 എന്ന് കേട്ടാൽ അവൻ അരിശം. ടോം കുട്ട എന്ന് വിളിച്ചാൽ അവന് സന്തോഷം. അങ്ങനെയെങ്കിൽ ടോം കുട്ട അങ്ങനെ മാത്രമേ വിളിക്കാവൂ. വെറുതെ അലരിക്കൊണ്ട് കുട്ടാന്ന് വെച്ചാൽ പന്നിക്കുട്ടനെ വിളിക്കുന്നവരിക്കും പേര് കൂട്ടിയെ വിളിക്കാവൂ. ഇതാണ് വിവേകം എന്ന് പറയാം. ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കോഴിക്കറി വെക്കുമ്പം 3/4 വേവായ കോഴിക്കാല് എരിവും ചൂടുള്ള ചാരിയെന്നെടുത്ത് കറുമുറ കടിച്ചിരുന്ന ഇഷ്ടമാണെങ്കിൽ ഇനി കോഴിക്കറി വെക്കും ചേട്ടാ കടിക്ക് കോഴിയുടെ കാല് എന്നും പറഞ്ഞ് നീട്ടി പിടിച്ചു കൊടുക്കുന്ന ഭാര്യ വിവേകമുള്ള ഭാര്യ. എന്റെ ഭർത്താവിന് ഒരു കണ്ണ് അല്പം ചെറിയ കണ്ണ്,
ആ കണ്ണിനെ കുറിച്ച് കേൾക്കുന്നവൻ അരിശമാണ്. പക്ഷെ ഭാര്യ അരിശം വരുമ്പം വജ്രായെന്ന് പോലെ വിളിക്കുന്ന വാക്ക് കൊച്ചരക്കണ്ണ കോങ്കണ്ണ, കൊച്ചരക്കണ്ണ കോങ്കണ്ണ. തിരുത്താൻ മേലാത്ത കാര്യം പറഞ്ഞ് ഭർത്താവിനോട് ഒരിക്കലും സംസാരിക്കരുത്. ഭർത്താവ് ഭാര്യയും കൂടെ 3 ദിവസം പിണങ്ങിയിരുന്നു. ഞായറാഴ്ച രാവിലെ ഭാര്യ പള്ളിയിൽ പോവുക. ഭർത്താവ് ഇണങ്ങാൻ വേണ്ടി ചെന്ന് ചോദിച്ചു, നീ പള്ളിയിൽ പോവാണോടി? അല്ല, നരകത്തിൽ പോവാ. താൻ കൂട്ടത്തിൽ പോയിരുന്നു ചോദിച്ചു. അവൻ അരിച്ചും, നില്ലടി, എനിക്ക് നല്ല തിരക്ക, അവിടെ ചെല്ലുമ്പോൾ നിന്റെ അപ്പനോട് എന്റെ അന്വേഷണം പറഞ്ഞാൽ മതി. ഇങ്ങനെയാണ് ബന്ധങ്ങളും മറ്റും ചെയ്യുക. ഭർത്താവ് ഒരു നീല പാൻസ് ഇട്ടു, ഒരു ചുവന്ന ഷർട്ട് വിട്ടു, ഒരു മഞ്ഞ മഫ്ലർ കഴുത്തി ചുറ്റി. ഭാര്യയുടെ മുമ്പ് ചോദിച്ചു, എങ്ങനെയുണ്ടടി എന്നെ കണ്ട? പ്രതീക്ഷിച്ചത് എന്നെ കണ്ട ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുമെന്നാണ്. എടുത്തടിച്ചോ കേമമായിരിക്കുന്നു. റെയിൽവേയിൽ ചരക്ക് ചുമക്കുന്ന പോട്ടറെ പോലെ ഉണ്ടല്ലോ. അവൻ അരിച്ചു വന്നു, സത്യവാടി, നീ അത് തന്നെ പറയണം. 22 വർഷമായിട്ടൊരു മുടിഞ്ഞ ചരക്കിനെ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ, നീ തന്നെ വേണമെന്ന് പറയാൻ. ഇതാണ് വിവേകമില്ലാത്ത വാക്കുകൾ കുടുംബത്തെ മുറിക്കുന്ന രീതി. എന്റെ ഭാര്യയുടെ പേര് മറിയ. മറിയെന്ന് കേട്ടാൽ അവർക്ക് ചൊറിയും. മറിയാമ്മയെന്ന് വിളിച്ചാൽ അവർക്ക് കിളി എടുക്കും. എങ്കിലും മറിയാമ്മ അങ്ങനെ വിളിക്കാവൂ. ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പരിപ്പുവടയും പാളയംകോടൻ പഴവും. വിവാഹത്തിലും കുഞ്ഞുങ്ങളുടെ ജന്മദിനത്തിലും 5-6 വടയും പഴവും കൂടെ ഒരു കടലാസി പൊഞ്ഞിട്ട് മോളെ മറിയാമ്മയെ കടിക്കടി വടാപഴം പൊതി എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഭർത്താവ് വിവേകമുള്ള ഭർത്താവാണ്. ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനത്തിൽ പറഞ്ഞു, നല്ല ഭർത്താക്കന്മാർ ഭാര്യയെ പേരിനോട് ചേർത്ത് മോളെ എന്ന് വിളിക്കണം. ജെസിയാണോ ജെസി മോളെ, ചെസിയാണോ ചെസി മോളെ, ജാസ്മിനാണോ ജാസ്മിൻ മോളെ, ലൂസിയാണോ ലൂസി മോളെ, മോളിയാണോ മോളുടെ മോളെ, അങ്ങനെ വിളിക്കണം. ഒരു സ്ത്രീ പറഞ്ഞു, എന്റെ അച്ഛ ഒരു ധ്യാനവും കൂടണ്ട, കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ മുതൽ എന്റെ ഭർത്താവ് എന്നെ മോളെ എന്ന് വിളിക്കും. പക്ഷെ അച്ഛ ആരംഭത്തില് വേറെ ഏതാണ്ട് പൂരിപ്പിച്ചിട്ട് അവസാനമാണ് ഈ മോളെ എന്നുള്ള വിളി പുറകെയാണ് വരിക. അപ്പം വിവേകമില്ലാത്ത വാക്കുകൾ ഒരിക്കലും വിളിക്കരുത്. വിവേകമുള്ള വാക്കുകളെ പറയാവൂ. എന്റെ ഭാര്യ ഒരു കറി വെച്ച് തന്ന നല്ല കാര്യം പറയണം. ഭാര്യ 1-ാം തരം കണ്ണിമാങ്ങ അച്ചാറിട്ടു ചില്ലുപരണിക്കകത്ത്. ചില്ലുപരണിയിൽ അച്ചാറും വെച്ചു, ഒരു മുടുത്ത സ്പൂണും ഇട്ട് കൊടുത്തു. വെട്ടിയും ചോദിച്ചു, എന്നതാടിയത്? കണ്ണിമാങ്ങ അച്ചാർ. ഇത് കണ്ണിമാങ്ങ അച്ചാറാണോ? കയ്യിലോട്ട് കോരി ഒഴിച്ചു, മാങ്ങ കടിച്ചു, അരപ്പൊന്ന് നോക്കി, ഇതാണോടി അച്ചാർ? ആട്ടും കാഷ്ടം അരപ്പ് വീണവരുണ്ട്. അച്ചാറെന്ന് പറഞ്ഞ അതിലൊക്കെ അമ്മണിയുടെ അച്ചാർ, അതാണ് അച്ചാർ. ഇതെന്നാ അച്ചാറാടി? ഇത്രയും പറഞ്ഞോ, പെണ്ണുങ്ങൾ സഹിക്കുകയല്ല. പിറ്റേ ഞായറാഴ്ച ഭർത്താവിന് ഭാര്യ 1-ാം തരം പോത്തിറച്ചി ഒലത്തി നികത്തി നിരന്ന പാത്രത്തിൽ വിളമ്പി കെട്ടിയൊരു നീട്ടി പിടിച്ചു. ഞാനൊരുത്തിയ പോത്തിറച്ചി അകത്തോ അറിയത്തില്ല, അമ്മയുടെ ഒലത്ത് പോലെ ഒത്തമില്ലെന്ന് അറിയത്തില്ല, വേണേ കയറ്റിച്ച് പോകാൻ പറ്റും, എന്നാണ് കൊണ്ടിട്ടിട്ട് പോവുക. ഇതാണ് വിവേകമില്ലാത്ത വാക്കുകൾ കുടുംബ ബന്ധങ്ങളെ പിന്നീട് മുറിക്കാനായിട്ട് തുടങ്ങും. ഒരിക്കലും ഭാര്യയുടെ ശരീരത്തെക്കുറിച്ച് കമന്റ് പറയരുത്. എത്ര ഷേപ്പില്ലേലും പറയാൻ, ഡേഡി ഐശ്വര്യമായി കഴിഞ്ഞവൻ അടുത്ത റായ് നീയാണ്, നിന്നെ കിട്ടിയത് മഹാഭാഗ്യം. പക്ഷെ ചില ആണുങ്ങൾ ഉള്ളതെന്ന് പറയും, എൻ്റെ ഡേഡി അയൽവക്കത്തെ ആലീസ് 3 വെച്ചിട്ടും മുഖത്ത് നല്ല തുടിപ്പ്, ദേഹത്ത് നല്ല മിനിസം, നീ 1 വെച്ചപ്പം ആഫീസ് പൂട്ടിപ്പോയല്ലോ. ഇങ്ങനെ പറഞ്ഞോ പെണ്ണുങ്ങൾ കെട്ടിവനെ സംശയിക്കാൻ തുടങ്ങും. വിവേകമില്ലാത്ത വാക്കുകൾ പറയല്. വിവേകമുള്ള വാക്ക് പെറുക്കിയെടുത്ത് സംസാരിക്കും. 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം, 4 വിധേയത്വം. കുടുംബത്തിലെ 4ാമത്തെ മൂലക്കല്ലാണ് വിധേയത്വം. എന്താണ് വിധേയത്വം? വിധേയത്വം കൂടുതൽ കാണിക്കേണ്ടത് സ്ത്രീകളാണ്, അതോർത്തോണം. കാരണം ദൈവം പെണ്ണുങ്ങൾക്ക് കൊടുത്ത ഒരു പ്രത്യേകതയാണ് സഹനശക്തി, വേദനയെടുക്കാനുള്ള ശക്തി, ഒത്തിരി ഉറക്കളയ്ക്കാനുള്ള കഴിവ് പുരുഷനേക്കാൾ സ്ത്രീക്കാണ്. അതുകൊണ്ട് ഒരു സ്ത്രീ വേണം കുടുംബത്തിൽ കൂടുതൽ വിധേയത്വവും വിട്ടുവീഴ്ചയും കാണിക്കാൻ. അത് ആണുങ്ങൾക്കുള്ള ഔദാര്യമായിട്ടാണ്, ഒരിക്കലും അവർ ഒരു അടിമയാക്കാൻ വേണ്ടിയുള്ള ഒരു വിളിയുമല്ല. അമേരിക്ക, യൂറോപ്പ്, പടിഞ്ഞാറിന്റെ സ്വാധീനമുള്ള ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന്റെ ഒരു കാരണം പെണ്ണുങ്ങളുടെ വിധേയത്വം നഷ്ടപ്പെടുന്നതാണ്. വിധേയത്വം നഷ്ടപ്പെട്ടോ കുടുംബം തകരും. നമ്മുടെ അമ്മമാര് പണ്ട് ക്രൂരന്മാരായ അപ്പന്മാരോടും വിധേയത്വത്തോടെ നിന്നുകൊണ്ടാണ് കുടുംബം ബലം പിടിച്ചു നിന്നത്. ഇന്ന് ഈ ഒരു സഹനശക്തി പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് അല്പം പൈസയും വരുമാനവും കൂടുമ്പോഴാണ് കേസ് കൂടുതൽ. ഞാൻ കഴിഞ്ഞ ജനുവരി 1-ന് കൊല്ലം ജില്ലാ ജഡ്ജി രാജൻ സാറ് ഹൈക്കോടതി ജഡ്ജിയായിട്ട് പോയപ്പോൾ അഡ്വക്കേറ്റ്സ് അവരെന്നെയാണ് വിളിച്ചത് ഒരാശംസാ പ്രസംഗത്തിന്. അവസാനം ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായ രാജൻ സാറ് പറയുകയായിരുന്നു, അച്ഛാ 2012 ഡിസംബർ 31-ന് കൊല്ലം ജില്ലയിലെ കുടുംബ ഡൈവോഴ്സ് കേസുകൾ ഫയൽ ചെയ്തപ്പോൾ കരുനാഗപ്പള്ളി താലൂക്കിൽ നിന്ന് തന്നെ 980 കേസുകളാണ് ഫയൽ ചെയ്യപ്പെട്ടത്. പണം സ്ത്രീകളിൽ കൂടിയവരിൽ നിന്നാണ്, വിദേശത്ത് ജോലിയുള്ളവരിൽ നിന്നാണ് കൂടുതൽ ഇങ്ങനെയുള്ള കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടത്. എങ്ങനെയോ വരുന്ന വലിയൊരു വിപത്താണ് നമ്മൾ കാണുക. അപ്പം നമ്മുടെ നാട്ടിലൂടെ ചെറിയ പ്രശ്നം. ഞാനൊരു പള്ളിയിൽ ധ്യാനിപ്പിച്ചപ്പം ഒരു 10 വയസ്സുകാരൻ പറഞ്ഞു, എൻ്റെ അച്ഛ
എൻ്റെ അമ്മ 5 വർഷം മുമ്പ് വരെ എൻ്റെ അപ്പൻ എന്നാ പറഞ്ഞാലും കേൾക്കുമായിരുന്നു, അനുസരിക്കുമായിരുന്നു. ചീത്തവാക്ക് പറയാൻ അമ്മയ്ക്ക് അറിയത്തില്ല, അഴുക്ക് വർത്താൻ എൻ്റെ അമ്മയുടെ നാക്കേന്ന് വീഴുകയില്ല. പക്ഷെ കഴിഞ്ഞ ഒരു 4 വർഷയുടെ അമ്മ ചെറിയ തെറി പറയും, വേറെ അർത്ഥമുള്ള വാക്ക് പറയും, അപ്പനോട് വഴക്കുണ്ടാകും. ഞാൻ വെച്ചാൽ അതെന്നാ പറ്റിയതാടാ? അത് അപ്പം പറയുന്ന കേട്ടത് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയപ്പോൾ മുതൽ അമ്മയ്ക്ക് വന്ന മാറ്റമാണ്. കാരണം 165 രൂപയും കിട്ടും, കണ്ട വൃത്തികെട്ട് വല്ല കുളിച്ച് തെറിയും പഠിക്കും. അത് വീട്ടിൽ വന്ന് കെട്ടിയനോട് ഉപയോഗിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. അല്പം പൈസ കിട്ടിക്കഴിയുമ്പം ഭർത്താവിനെ ധിക്കരിക്കുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ന് അനേക കേസുകൾ ഞാൻ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ വിധേയത്വം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഒരു കാര്യം ഓർത്തോളം, കുടുംബത്തിൽ അപ്പനേക്കാൾ റോഡിൽ അമ്മ വന്നോ, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. സത്യം. കാരണം കുടുംബത്തിന് 2 തലയില്ല. കേരളത്തിന് 2 മുഖ്യമന്ത്രിമാർ പാടില്ല. വീടിന് 2 തല പാടില്ല. അപ്പനായിരിക്കണം തല, അമ്മയായിരിക്കണം ഹൃദയം. ഹൃദയമാകേണ്ട അമ്മ അപ്പനെ ഒതുക്കിയിട്ട് തലയായ മക്കളെ കൊണ്ട് അനുഭവിക്കാൻ പറ്റിയല്ല. മക്കൾ ധിക്കാരികളായിട്ട് മാറും. ഇത് പ്യുവർ സൈക്കോളജിയാണ്, മിയർ സൈക്കോളജിയാണ്. അതേസമയം വീട് നോക്കാത്ത കുടിയനും ഉഴപ്പനുമായ അപ്പനാണോ, തീർച്ചയായിട്ടും ഭാര്യ അവനെ ഒതുക്കിയിട്ട് തലയാകണം, അല്ലെ കുടുംബം തീർന്നു പോകും. പക്ഷേ നോർമലായ ഒരു ഭർത്താവിനടുത്ത് അവനെ ഒതുക്കിയിട്ട് ഭാര്യ അധികമാകരുത്. അതുകൊണ്ടാണ് പറയുക, നാരി നയിക്കുന്നിടം നരകമായിട്ട് മാറും. ഭർത്താവ് നോർമൽ ആണെങ്കിൽ, അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഭാര്യ തലയായിട്ട് മാറണം. കുടുംബത്തിൽ ഈ വിധേയത്വം ആവശ്യമാണ്. പണ്ട് നമുക്കറിയാം, ആണുങ്ങളോട് പെണ്ണുങ്ങൾക്ക് വിധേയത്വമുണ്ട്. ഇന്ന് പല ആണുങ്ങൾക്കും ഭാര്യയെ പേടി. അതുകൊണ്ട് നമ്മൾ തന്നെ പറയും, അവന് BP ആണ്, ഭാര്യയെ പേടി. ചില ആൾക്കാർ ഭാര്യയെ ജന്മനാ പേടിയാണ്, അതാണ് BJP എന്ന് പറയുക. അപ്പം നമുക്ക് ഈ ഒരു പേടി വരാം ജീവിതത്തിൽ, ടെൻഷൻ. അപ്പം ഇത് ചില ആണുങ്ങൾക്ക് ഭയങ്കരമായ പേടി. ഒരു സ്ത്രീ പറഞ്ഞു, ഒരു കെട്ടിയ പറഞ്ഞു മനഃശാസ്ത്രജ്ഞനോട്, സാർ എനിക്ക് എൻ്റെ ഭാര്യയെ കാണുമ്പം പെരുത്ത് കയറുന്ന പോലെ ഒരു തരിപ്പും ഒരു പേടിയും. അതെന്നാ അറിയത്തില്ല, അങ്ങ് പേടിയാവുക. മനഃശാസ്ത്രം പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, അഭിനയിക്കാൻ പഠിക്കണം. 2 പെഗ് അടിച്ചതുപോലെ അഭിനയിക്കുക. തലയെക്കെട്ട് മുറുക്കി കെട്ടുക, മുണ്ട് പരമാവധി പൊക്കി കുത്തുക. ഗേറ്റിംഗ് വന്ന് പറയണം, പുല്ലാണേ പുല്ലാണേ ഭാര്യ എനിക്ക് പുല്ലാണേ. അങ്ങനെ അവളെ കീഴ്പ്പെടുത്താൻ പറഞ്ഞു. ഇപ്പം വൈകിട്ട് 7 മണിക്ക് ഗേറ്റിംഗ് വന്നു, മുണ്ട് മടക്കി കുത്തി തലക്കെട്ടി ശരിക്കും കിടാൻ പറഞ്ഞു, പുല്ലാണേ പുല്ലാണേ. 2 പ്രാവശ്യം പറഞ്ഞു, ഭാര്യ ചെലവയും ചൂലുമായിട്ട് വരാതിനോട് ഇടാടോ താൻ പറയുന്നത്. അവന്റെ സകല ശക്തിയും ചോർന്നു പോയി. അവൻ കുത്തിയിരുന്ന് പറഞ്ഞു, പുല്ലാണേ പുല്ലാണേ, ഈ മുറ്റം നിറയെ പുല്ലാണേ എന്നും പറഞ്ഞ് കുത്തിയിരുന്ന് പറയാൻ തുടങ്ങി. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. അപ്പൊ അവിടെയാണ് മക്കൾ തലേ കയറുന്ന നിരങ്ങും. അപ്പം കൊച്ചായ മക്കൾ തലേ കയറുന്ന നിരങ്ങും. അതാണ് പ്രശ്നം വരിക. അപ്പൊ വിധേയത്വം ഒരു സ്ത്രീ കുടുംബത്തിൽ കൂടുതൽ കാണിക്കണം. ഒരു മനഃശാസ്ത്രജ്ഞൻ 500 കെട്ടിയന്മാർ ക്ലാസ് എടുക്കുക. ക്ലാസ് എടുത്തപ്പോൾ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഇന്ന് പല ആണുങ്ങൾക്കും പെണ്ണുങ്ങളെ പേടിയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ 500 പേരുണ്ടല്ലോ, നിങ്ങളിൽ ഭാര്യ പറയുന്നതോ അതുപോലെ കേൾക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എൻ്റെ അടുക്കളോട് വരാൻ പറഞ്ഞു. 499 റോക്കറ്റ് വേഗത്തിൽ ഓടി ഇയാളുടെ അടുത്തും വലുതും വന്നു. ഒരുത്തൻ കാലും കെടിച്ച് കുലുങ്ങി ചിരിച്ചുകൊണ്ടിരുന്നു. ഇയാൾ പറഞ്ഞു, ഭാര്യ പറയുന്നത് അതുപോലെ കേൾക്കുന്നവർ വരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത്രയും പേര് ഇതുപോലെ ഓടി വന്നു. ഒരാളെങ്കിലും ഉണ്ടല്ലോ സ്വന്തം തീരുമാനമുള്ള ആൾ. ഇങ്ങനെ ഉമ്മാർക്കെന്ന് പറഞ്ഞു കൊടുത്തേ, ഇങ്ങനെയുടെ പോളിസി എന്താന്ന് പറഞ്ഞു. പൊന്നു സാറേ, പ്രത്യേക പോളിസി ഒന്നുമില്ല. ഞാൻ വീട്ടിൽ നിന്ന് പോരാൻ നേരത്തും എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞായിരുന്നു, പല അവന്മാരും അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് പറയും, അനങ്ങി പോയേക്കരുത്, അവിടെ തന്നെ ഇരുന്നോണമെന്നാണ് പറഞ്ഞത്. അതാ വരാതെ ഞാൻ ഇവിടെ തന്നെ കുത്തിയിരുന്നത്. അപ്പം അമിതമായൊരു വിധേയത്വത്തിൻ്റെ ഒരു ലോകമുണ്ട്. അവിടെയാണ് കുടുംബ ബന്ധങ്ങളിൽ ഒരു വീഴ്ച വരിക എന്ന് പറയുക. 5 വീണ്ടെടുപ്പ്. 1 കൊരിന്ത്യർ 7:14 പൗലോസ്ലീഹ പറയും, ഒരു ഭാര്യയുടെ കുറവ് ഭർത്താവ് പരിഹരിക്കണം, ഒരു ഭർത്താവിന്റെ കുറവ് ഭാര്യ പരിഹരിക്കണം. അതാണ് വീണ്ടെടുപ്പ്. അതുകൊണ്ട് ദൈവം 2 സ്വഭാവക്കാരിയെ ചേർന്ന് ഓർത്തോണം. പള്ളിയിൽ കയറാൻ മടിയുള്ളവന് പള്ളിയിൽ നിറങ്ങാത്തവളെ ദൈവം കൊടുക്കും. അന്താരാഷ്ട്ര പിശുക്കന് ഇന്റർനാഷണൽ ദൂർത്തടികാരിയെ ദൈവം കൊടുക്കും. ഞെളിഞ്ഞു നടക്കുന്നവന് കുരിഞ്ഞു നടക്കുന്നവരെ ദൈവം കൊടുക്കും. സംസാരിക്കാത്തവന് ഇഷ്ടംപോലെ സംസാരിക്കുന്നവരെ കൊടുക്കും. ആണുങ്ങൾക്ക് പൊതുവിൽ പ്രാർത്ഥന ബോറ്, പക്ഷെ പെണ്ണുങ്ങൾക്ക് പ്രാർത്ഥന പരമസന്തോഷം. സിറ്റിക്ക് പോയി രാത്രി 9 വരുന്ന കെട്ടിയവന്റെ ആദ്യത്തെ ചോദ്യം, പ്രാർത്ഥന കഴിഞ്ഞോടി, ഇല്ലെങ്കിൽ കക്ഷി ഒന്നുകൂടെ മണർകാടിന് പോകാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. സ്ത്രീകളാണല്ലോ എന്തേലും പ്രാർത്ഥിക്കാനും ഒരു മടിയുമില്ല. മനക്കെട്ടി ആണുങ്ങൾക്ക് കൂടുതൽ, പെണ്ണുങ്ങൾക്ക് കുറവ്. രാത്രി 10:30 വീട്ടിൽ അനക്കം കേട്ടോ ഭർത്താവ് ടോർച്ചും ചൂരലുമായിട്ടിറങ്ങും. ഭാര്യ വട്ടം കെട്ടിപ്പിടിക്കും, പൊന്നു മനുഷ്യ പോകല്ലേ, പാമ്പാണേ ചാമ്പാണേ പൂമ്പാണേ പോയേ കരുത്. ഇവക്ക് മനക്കെട്ടി കുറവ്. ആണുങ്ങൾക്ക് തൊലിക്കെട്ടി കൂടുതൽ, പെണ്ണുങ്ങൾക്ക് തൊലിക്കെട്ടി കുറവ്. അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് ഷെയ്ക്കാൻ കൊടുത്താൽ കാപ്പി കമ്പയിലോ എന്തോ കമ്പിക്കാരിലെ പിടിച്ച പോലെ ഭയങ്കരം കട്ടി. പക്ഷെ പെണ്ണുങ്ങൾക്ക് ഷെയ്ക്കാൻ കൊടുത്താൽ മോഡേൺ ബ്രെഡിലോ ബണ്ണയിലോ പിടിച്ച പോലെ തളതള പതുപത നല്ല മയം.
അതുകൊണ്ടാണ് ഈ കൊച്ചു പിള്ളേര് കരയുമ്പോൾ അപ്പനെടുത്ത കൊച്ചു പൂർവാധീന ശക്തിയോടെ കാറാൻ തുടങ്ങും. ഏതോ സർവകല്യെ മുട്ടിയ പോലെ മരിക്കുട്ടിയെ തട്ടിയ പോലെ. പക്ഷെ അമ്മ എടുക്കുമ്പോഴേ കൊച്ച് കരച്ചിൽ നിർത്തും. ഡ്യൂറോഫ്ലക്സ് ഡള്ളമത്തിയിട്ട് മുട്ടിയ പോലെ ഒരു നല്ല മയമുണ്ട്. ഇനി സഹനശക്തി ആർക്കാ കൂടുതൽ? പെണ്ണുങ്ങൾക്ക്. നോർത്ത് നോക്കിക്കേ, ഉറക്കളയ്ക്കാൻ, വേദനയോടെ പ്രസവിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ ഒരു സ്ത്രീക്കാണ് സഹനശക്തി കൂടുതൽ. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് ഈ വകുപ്പ് പെണ്ണുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. തമ്പുരാന് പോലും അറിയാം പ്രസവം ആണുങ്ങളുടെ വകുപ്പാണോ, ഒറ്റ പ്രസവം ലോകാവസാനം. ഇനി ഈ പരിപാടി ഇല്ല. ഒരു ചേട്ടത്തി പറഞ്ഞു, എൻ്റെ അച്ഛ എൻ്റെ മൂത്ത മോനെ പ്രസവിച്ചു, എന്തൊരു വേദനയായിരുന്നു, ഇനി പരിപാടിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ കർത്താവിനോട് ഞാൻ 11 പ്രാവശ്യം ആലോചന, ദൈവമേ ഒരു കൊച്ചു വേണ്ടാന്നുള്ള എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ. അങ്ങനെ 11 പ്രാവശ്യം ആലോചന ചോദിച്ച് ഞാനിന്ന് 12 മക്കളുടെ അമ്മയാണ് അച്ഛാ. ഇപ്പൊ സഹനശക്തി ദൈവം ഒരു സ്ത്രീക്കാണ് കൊടുത്തിരിക്കുന്നത്. പരസ്പരപൂർവ്വമായിട്ട് ദൈവം ചേർത്ത് വെച്ചു. കുടുംബത്തിൽ ഒന്നാക്കി ചേർത്ത് വെച്ച ഒരു കുടുംബജീവിതം സ്നേഹത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ ജീവിക്കുവാനായിട്ട്. നമ്മുടെ ടോക്ക് 12 മണി വരെയാണ് പോവുക. നിങ്ങൾ ഇരുന്ന് മടുത്തെങ്കിൽ നമുക്ക് എഴുന്നേറ്റൊരു പാട്ട് പാടിയിട്ട് 2ാം ഭാഗം തുടരാം. നീണ്ടിരിപ്പം ഞാൻ പഠിക്കാം, കുഴപ്പമില്ല. എഴുന്നേറ്റ് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് പാടാം. എഴുന്നേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. കരങ്ങളടിച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമി ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ കരിയിലൊരു സുഖവും മനഃശാന്തി അതും. ഇഹലോകമോ കരിയിലൊരു സുഖവും മനഃശാന്തി അതും. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ് ദിനമാകെയും തന്റെ നാമമഹത്വത്തിനായി. എന്റെ ആയുസ് ദിനമാകെയും തന്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. നമ്മൾ ഇപ്രകാരമാണ് ഉൽപ്പത്തി 2:18 അധ്യായം മുതൽ നമ്മൾ 18 വാക്യം മുതൽ വായിക്കുന്ന ഇങ്ങനെയാണ്. ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് കണ്ടു, പക്ഷേ പുരുഷന് ചേർന്ന ഇണയെ കണ്ടില്ല.
ഒരു ദൈവമായ കർത്താവ് പുരുഷനെ ഗാഢനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. നരലിൽ നിന്നെടുത്ത വാരിയല് കൊണ്ട് സ്ത്രീക്ക് ജന്മം കൊടുത്തു. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. ഇതാണ് ഉൽപ്പത്തി 2:18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ പലപ്പോഴും പത്രത്തിൽ വായിക്കുന്ന വാർത്തയാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് തിരിച്ചറിയൽ പരേഡ്. എവിടെയെല്ലാം പെൺവാണിഭ കേസുണ്ടോ അവിടെയെല്ലാം ഉണ്ട് തിരിച്ചറിയൽ പരേഡ്. മോഷണശ്രമം, കൊലപാതകം ഉണ്ടായിട്ടുണ്ടോ പ്രതികളെ അറിയുമോന്ന് ഒരു തിരിച്ചറിയൽ പരേഡ്. ആരും ഓർത്തേക്കരുത് 2012-ലും 2013-ലുമാണ് ലോകത്തിലെ ആദ്യത്തെ തിരിച്ചറിയൽ പരേഡ്. അതല്ല, ലോകാരംഭത്തിൽ ഏതൻ തോട്ടത്തിൽ യുഗാദിയിൽ ഏതെന്റെ കന്നിമണ്ണിലാണ് മാനവ ചരിത്രത്തിലെ ആദ്യത്തെ തിരിച്ചറിയൽ പരേഡ് നടന്നത്. ആദ്യപുരുഷനായ ആദം ഏകനും മൂകനുമായിരുന്നപ്പോൾ ദൈവം തീരുമാനിച്ചു, ഇവന് ചേർന്ന ആളെ കൊടുക്കും. ഓരോന്നിനെയും കൊണ്ടുവന്ന് നിർത്തി, നിനക്ക് ചേർന്നുണ്ടോന്ന് നീ തന്നെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഒന്നും ചേരുന്നില്ല. ഇടതുവശത്ത് ആദം, വലതുവശത്ത് പിടിയാനെ നിർത്തി നോക്കി, ഒട്ടും ചേരുകയില്ല. പുറകിൽ ആദം, മുമ്പിൽ എരുമ, ശകലം പോലും ചേരുകയില്ല. ഒരു വശത്ത് ആദം, മറുവശത്ത് പശുവിനെ നിർത്തി നോക്കി, ഒട്ടും ചേരുകയില്ല. തമ്പുരാന് പിടികിട്ടി തേങ്ങാമുറിയും അടയ്ക്കാമുറിയും കൂടെ ചേരുകയില്ല, തങ്കച്ചനും തങ്കമ്മയും കൂടെ ശരിക്കും ചേരും. എന്നിട്ട് ഇവളെ കൊണ്ട് നിർത്തി. അവിടെയാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി എന്ന് നമ്മൾ പറയുക. പുരുഷനെയും സ്ത്രീയെയും ദൈവം ഒരുമിപ്പിച്ചു. അങ്ങനെ ഒരുമിപ്പിച്ചത് ഈ ഭൂമിയിൽ ഒരു ദേവാലയം പണിയാണ് വിളിയ. ഈ ഭൂമിയിൽ സ്വർഗം പണിയാണ് വിളിയായിട്ടാണ് പുരുഷനെയും ഭാര്യയും ദൈവം ഒരുമിപ്പിച്ച് ചേർത്തത്. നമ്മൾ പലപ്പോഴും ചോദിക്കും, എന്തിനു വേണ്ടിയാണ് കല്യാണം, എന്തിനു വേണ്ടിയാ വിവാഹം? കൊച്ചു പിള്ളേരോട് ചോദിച്ചു, മക്കളെ എന്തിനാടാ കല്യാണം? ഒരുത്തൻ പറഞ്ഞു മക്കളുണ്ടാകാൻ വേണ്ടി, ഒരുത്തൻ പറഞ്ഞു തണുപ്പത്ത് കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടി, വേറൊരുത്തൻ പറഞ്ഞു കൊച്ചു വർത്താനം പറഞ്ഞു കുനുകുനാന്ന് പറഞ്ഞ് അടുപ്പൊക്കെ കുത്തിയിരിക്കാൻ വേണ്ടി. ഒരു കൊച്ചു മാത്രം പറയേ കല്യാണം നടന്നത് കടങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്, കടങ്ങളുടെ മോചനത്തിന് വേണ്ടി. അതിനാടാ എന്റെ അപ്പം കെട്ടുമ്പം ഭയങ്കര കടമായിരുന്നു, അമ്മയുടെ സീതനം കൊണ്ടാണ് അത് മൊത്തം വീട്ടിയത്. ഇപ്പം കടങ്ങളുടെ മോചനത്തിന് വേണ്ടി വിവാഹം. എന്തിനു വേണ്ടിയ വിവാഹം? പലരും പറയും മക്കളുണ്ടാകാൻ വേണ്ടിയാ കല്യാണം. ശരിയല്ല, ബൈബിൾ പ്രകാരം അത് ശരിയല്ല. മക്കൾക്ക് വെറും 2 or 3 സ്ഥാനമേ ഉള്ളൂ. 1-ാം സ്ഥാനം എന്റെ പെണ്ണിനാണ്, എന്റെ പുരുഷനാണ്. ഏതെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ആദത്തിന് മക്കളുണ്ടാകാൻ ഹൗവായെ കൊടുത്തു, ഹൗവായിക്ക് മക്കളുണ്ടാകാൻ ആദത്തെ കൊടുത്തു? ഒരു ബൈബിളിലും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ പറഞ്ഞു ആദത്തിന് ചേർന്ന ഇണയും തക്കതായ തുണയുമായിരിക്കുവാൻ ഹൗവായെ കൊടുത്തു. സഹിത്വം. ഉണ്ടാകാതിരിക്കാം. മക്കളില്ലാതെ എത്രയോ പേരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ചെല്ലു പറയുന്നുണ്ട് ഈ കുട്ടിയേക്കാ ഭേദം പട്ടിയെ വളർത്തുമായിരുന്നു, അങ്ങനെ പറയുന്നവരെയും കണ്ടിട്ടുണ്ട്. കുടമാളൂർ പള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പ് 70 വയസ്സുള്ള ചേട്ടൻ കല്യാണം കഴിച്ചു. നവവധുവിന്റെ പ്രായം വയസ്സ് 66. ഈ പ്രത്യേക കല്യാണം കാണാൻ ഞങ്ങൾ കുറെ പേര് ചെന്നു. നവവധുവിന് ഒരു കുഴപ്പമുള്ളൂ, മുൻവശത്ത് മുകൾ നിലയിൽ 6 പല്ലുകളില്ല. ഒരു പാളയം കോടമ്പഴം പഠിച്ച് വായി വെച്ച നേരെ തൊണ്ണേ ചെന്ന് മുട്ടും. ആ പരുവത്തിൽ നിൽക്കുക. എന്തിനു വേണ്ടിയാ? സ്വർഗസ്വനായ പിതാവെന്ന് അച്ചായൻ ചെല്ലുമ്പം അന്നൊന്നു വേണ്ടി ആഹാരം മറുപടിയല്ല, ഒരു കൂട്ട് സഹിത്വം. അതുകൊണ്ടാണ് കുടുംബത്തിൽ ഓർക്കുക, മോൻ അപ്പനോട് വിളയുമ്പോൾ അറിവുള്ള അമ്മ എന്നാ പറയും, എടാ അപ്പനോട് ഞാൻ കളിക്കേണ്ട കേട്ടോ. 1-ാം സ്ഥാനം കെട്ടിയവനാ ഈ മോൻ, 2-ാം സ്ഥാനം ഉള്ളൂ. അവനൊരു മുതുപണ്ടാരത്തെ കിട്ടിയ നാളെ അപ്പനെ അമ്മയും തുപ്പിയിട്ട് അവൻ ആട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോകും. സ്ഥാനം ഭർത്താവിനാ, നിങ്ങളുടെ മോനല്ല. അതുപോലെ മോൾ അമ്മയോട് വിളയുമ്പം അപ്പം പറയുക, എടി അധികം കളിക്കണ്ട, കാരണം ഈ ഭാര്യയുള്ള എന്റെ കൂട്ട്, അവളെ ഏതവന്റെ പുറകെ പോകും തമ്പുരാനെ അറിയത്തുള്ളൂ. കിട്ടിയ ഉറപ്പ് ഭാര്യ ഭർത്താവ്, അത് കഴിഞ്ഞാൽ മക്കൾക്ക് വില കൊടുക്കാവൂ. ചിലരൊക്കെ പൊട്ട മനുഷ്യരുണ്ട്, മക്കളെ സൂപ്പിക്കാൻ വേണ്ടി കെട്ടിയവനെ കുറ്റപ്പെടുത്തുക, മക്കളെ സ്വന്തം ഭാര്യയെ കുറ്റപ്പെടുത്തുക. നിങ്ങൾക്ക് മക്കളും നഷ്ടപ്പെട്ടു പോകും, കുടുംബവും നഷ്ടപ്പെട്ടു പോകും. അടിസ്ഥാനം സഹിതമാണ്. ഭർത്താവിന് വലിയ വില കൊടുക്കണം, ഭാര്യയ്ക്ക് വലിയ വില കൊടുക്കണം. ഇത് പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും അമ്മ പറയാം, മോനെ അപ്പം പിശാചാടാ, മിനിയാന്ന് എനിക്കിട്ട് തല്ലി, ഇന്നലെ പെങ്ങക്കിട്ട് തല്ലി, നിനക്കിട്ട് തല്ലി, നാളെ നമുക്ക് അപ്പനെ കാച്ചനവാടാന്ന് ഏതെങ്കിലും അമ്മ പറയോ? ഒരിക്കലും പറയത്തില്ല. പറയുന്നത് മോനെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പം വഴക്ക് പറഞ്ഞത്. കൊണ്ടൊരു കാര്യം ഓർത്തോണം, നിങ്ങൾ ഇന്നും ചെയ്യേണ്ട ഒരു കാര്യം, ലോകത്തെ ഏറ്റവും വലിയ നിർഭാഗ്യം ഭാര്യ ആദ്യം മരിച്ചിട്ട് കെട്ടിയവൻ 2ാമത് മരിക്കുന്നതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഭർത്താവ് ആദ്യം മരിച്ചിട്ട് ഭാര്യ പിന്നെ മരിക്കുന്നതാണ്. കാരണം ആണുങ്ങളെ സംബന്ധിച്ച് ഭാര്യ ഉള്ളപ്പം പല ചൊറിഞ്ഞു വർത്താനം പറയും, ഇല്ലാതായോ വട്ടുപിടിക്കും. അതുകൊണ്ട് ആണുങ്ങൾ പോയി കെട്ടും. അവിടെ കുഴപ്പം കൊണ്ടല്ല, ആ സഹിത്വം പോയോ പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല. പക്ഷെ അമ്മച്ചിമാരെ സംബന്ധിച്ച് കെട്ടിയോ മരിച്ചാലും മക്കളുടെ മക്കള് കുഞ്ഞുങ്ങളെ ഊട്ടി ഉരുളെടുത്ത് വായി വെച്ച് ഉപ്പൻ ഒലക്ക അണ്ണാൻ അടയ്ക്കാന്നും പറഞ്ഞു അമ്മച്ചിക്ക് ഇരിക്കാൻ പറ്റും, ആണുങ്ങൾക്ക് ഇരിക്കാൻ പറ്റുകയല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഭർത്താവ് ആദ്യം മരിക്കുന്നു, ഭാര്യ പിന്നീട് മരിക്കുന്നതുമാണ്. കാരണം സഹനശക്തി സ്ത്രീക്ക് കൂടുതലുണ്ട്.
ഏറ്റവും വലിയ നിർഭാഗ്യം ഭാര്യ ആദ്യം മരിച്ചിട്ട് കെട്ടിയവൻ നീണ്ടകാലം ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കുടുംബ ജീവിത ചിന്തകൾ പങ്കുവെക്കുന്ന ഈ ജൂൺ 22 രാത്രി മുതൽ എല്ലാ ഭാര്യമാരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അച്ഛൻ പഠിപ്പിക്കാൻ പോവുകയാണ്. രാത്രി കിടക്കാൻ നേരത്തെ കട്ടിൽ നിന്ന് കരങ്ങൾ മടിയിൽ തുറന്നു വെച്ച് പ്രാർത്ഥിക്കണം. ഉറക്ക പ്രാർത്ഥിച്ചേക്കരുത്, കെട്ടിയവൻ കേൾക്കുകയും പ്രാർത്ഥിച്ചേക്കല്ല, മനസ്സിലേ പ്രാർത്ഥിക്കാവൂ. പ്രാർത്ഥിക്കുമ്പോൾ ആണുങ്ങൾ ചോദിച്ചേക്കില്ലടി ജോസഫ് അച്ഛൻ പഠിപ്പിച്ച മറ്റേ പ്രാർത്ഥനയാണോടി ഇത്, അങ്ങനെ ചോദിക്കുകയും വരുത്. പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: കർത്താവായ യേശുവേ, ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ ഭർത്താവിൻ്റെ ശവമടക്ക് കൂടാൻ എനിക്ക് ഭാഗ്യം തരണമേ. 3 സ്വർഗസ്നായവതാ വലിയ കാഴ്ച വെക്കണം. കെട്ടിയവനെ സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ, സ്നേഹിക്കാത്ത ഭാര്യയാണെങ്കിൽ ഈ പ്രാർത്ഥന: ദൈവമേ, ഞാൻ മരിച്ചു കഴിഞ്ഞു ഈ കാലമാടൻ കുത്തിയിരുന്ന് അനുഭവിക്കാൻ ഇടയാകണമേ. 3 സ്വർഗസ്നായവത അങ്ങനെയും ശരിയാകാം. അപ്പം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാണോ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം വിളിക്കുക. ഇപ്പൊ കുടുംബജീവിതത്തിൽ സഹിത്വം ഒന്നിപ്പിച്ചു ചേർത്ത അതിമനോഹരമായ ഒരു സഹിത്വം അതിലേക്ക് കൊണ്ടുവന്നു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ സഹിത്വം പണിയേണ്ടത് 7 തൂണുകളിലാണ്. നമ്മൾ കണ്ടു 5 ശിലകൾ. അതുപോലെ കുടുംബത്തിന് 7 തൂണുകളുണ്ട്. ദാമ്പത്യ ബന്ധത്തെ ബലപ്പെടുത്തുന്ന 7 തൂണുകൾ. ആ 7 തൂണുകളിൽ കുടുംബജീവിതത്തെ ദമ്പതിമാർ ബലപ്പെടുത്താൻ പഠിക്കണം. 1, സ്വാതന്ത്ര്യം. കുടുംബത്തിൽ ഒന്നാമത്തെ തൂണാണ് സ്വാതന്ത്ര്യം. അതാണ് ഉൽപ്പത്തി 2:25. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷെ അവർ ലജ്ജ തോന്നിയിരുന്നില്ല. തുണിയില്ലെന്നല്ല അതിന്റെ അർത്ഥം. പഴയ നിയമത്തിൽ നഗ്നത എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, അന്ത്യവിധിയിൽ നഗ്നത എന്ന് പറഞ്ഞാൽ നാണംകെട്ട അവസ്ഥയാണ്. 2 വ്യാഖ്യാനമാണ്. പഴയ നിയമത്തിൽ സ്വാതന്ത്ര്യം, പുതിയ നിയമത്തിൽ നാണംകെട്ട അവസ്ഥ. നഗ്നനായിരുന്നു, ഞാൻ ഉടിപ്പിച്ചോ. ഉൽപ്പത്തി 2:25. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയിരുന്നില്ല. അതിന്റെ അർത്ഥം ഭർത്താവിനെ വിളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, ഭാര്യ വിളിക്കാൻ ഭർത്താവിനൊന്നുമില്ല, മക്കളെ വിളിക്കാൻ മാതാപിതാക്കൾക്കൊന്നുമില്ല, മാതാപിതാക്കളെ വിളിക്കാൻ മക്കൾക്കൊന്നുമില്ല. ഇതിന് പറയുന്ന വാക്കാണ് സ്വാതന്ത്ര്യം. എന്തുവെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അല്ല. പഴയ നിയമത്തിൽ കാണാമല്ലോ, ദാവീദ് രാജാവ് വാഗ്ദാന പേടകം ശിരസിൽ വെച്ച് യോർദാന്റെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ദൈവത്തിന് മുമ്പാകെ സ്വാതന്ത്ര്യം തുടങ്ങിയ രാജാവ് തുണി ഒഴിഞ്ഞ് തോളയിലിട്ട് നഗ്നനായി നൃത്തം ചവിട്ടി. സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം കുടുംബത്തിലുമുണ്ട്. ചില കൊച്ചുപിള്ളാരെ കാണാം, അമ്മയെ കാണുമ്പോൾ എന്തൊരു സ്വാതന്ത്ര്യമാണ്. 1ാം ക്ലാസ് വിട്ടു വരുന്ന കുട്ടി സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പം അമ്മയുടെ തലവട്ടം കാണുമ്പം ട്രൗസർ ഒരു തോളലിട്ട് കൂകിക്കൊണ്ട് ഓടുന്ന കാണാം. അമ്മയുടെ മുമ്പിലുള്ള കുഞ്ഞിന്റെ സ്വാതന്ത്ര്യം. ഞാൻ വീട്ടിൽ ബെഞ്ചിരിക്കാൻ വേണ്ടി ചെന്നു. വീട് കൂതാശയാണ്. ഓരോ മുറിയും പ്രാർത്ഥിച്ചു പോകുമ്പം ഒരു 3 വയസ്സുകാരൻ പൊന്നരിഞ്ഞാണം മാത്രം വിട്ട് നൂൽ ബന്ധമില്ലാതെ അച്ഛന്റെ പുറകെ പരേഡ് നടത്തിക്കൊണ്ട് ഓടി ഓടി പോവുക. അമ്മ പറഞ്ഞു, ചേർക്കാം, അല്ല അച്ഛനില്ല ഇവിടെ, നാണമില്ലേ, അകത്ത് പോയി എല്ലാം ഇട്ടുകൊണ്ട് പാടാം. അപ്പോൾ ഈ ആഘോഷമായിട്ട് കാല 2 ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. ഇത് മതി. ഒളിക്കാനും മറയ്ക്കാനും ഇല്ല, പരിപൂർണമായ സ്വാതന്ത്ര്യം. ചില കള്ളുകുടിയന്മാർക്കുണ്ട് ഈ സ്വാതന്ത്ര്യം. കഴിഞ്ഞ ക്രിസ്മസിന് പാലാ KSRTC സ്റ്റാൻഡിന് മുന്നിലൂടെ ഞാൻ പെർവിത്താൻ്റെ മോട്ടോർ സൈക്കിളിൽ പോവുക. 2 കുടിയന്മാർ പൂക്കുറ്റി പൂസായിട്ട് നിൽക്കുന്നു. ഒരുത്തൻ ജനിച്ച പാടെ നൂൽ ബന്ധമില്ലാതെ കരിങ്കൽ പ്രതിമ പോലെ, ഗാന്ധി സ്റ്റാച്യു പോലെ വളഞ്ഞു നിൽക്കുന്നു. മറ്റേ കുടിയിൽ ഒരു കീറത്തുണി കഷ്ടപ്പെട്ട് അരയിൽ ഉടുത്തില്ല പരുവത്തിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഞാനതിലെ മോട്ടോർ ബൈക്കിൽ പോകുമ്പം തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയണ, നാണം കെട്ടവനെ, ആ പോകുന്ന വൈദികനാ, ഓർമ്മ വേണം. നമ്മളൊക്കെ സഭയുടെ മക്കളാ, മറക്കരുത്. എടാ, എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പം നാണവും ബഹുമാനവും വേണം. പൂസായി നിനക്കതില്ലേലും എനിക്കുണ്ടടാന്നും പറഞ്ഞ് ഇവൻ്റേത് മൊത്തം പറിച്ച് അവനെ ഉടിപ്പിക്കുന്ന കുടിയൻ. ഒളിക്കാനും മറയ്ക്കാനും ഇല്ല, പരിപൂർണമായ സ്വാതന്ത്ര്യം. കുടുംബത്തിൽ ഈ സ്വാതന്ത്ര്യം വേണം. എന്തുവേതും ഭാര്യയോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഭാര്യ ഭർത്താവിന് അനുവദിച്ചു കൊടുക്കണം. എന്തുവേതും ഭാര്യയ്ക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഭർത്താവ് ഭാര്യയ്ക്ക് അനുവദിച്ചു കൊടുക്കണം. ചില ആണുങ്ങൾ പറയും, എൻ്റെ അച്ഛ ഈ കാര്യം അച്ഛന് എൻ്റെ ഭാര്യയോടൊന്ന് പറയാവോ, ഞാൻ പറഞ്ഞാൽ അവള് എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. ചില പെണ്ണുങ്ങൾ പറയും, അച്ഛ ഈ കാര്യം കെട്ടിയവനോട് പറയാവോ, ഞാൻ പറഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്ന് അയാൾക്ക് അറിയത്തില്ല. പേടി. ഭർത്താവ് അയൽവക്കത്തെ സ്ത്രീയോട് സംസാരിക്കുമ്പം പെട്ടെന്ന് ഭാര്യ കയറി വരുമ്പോൾ ഭർത്താവ് പേടിച്ച് വർത്തമാനം നിർത്തിയാൽ അതിന്റെ അർത്ഥം അവന് സ്വാതന്ത്ര്യമില്ല. ഭാര്യ ഒരു പുരുഷനോട് സംസാരിക്കുമ്പം കെട്ടിയവൻ കയറി വരുമ്പോൾ അവൾ പെട്ടെന്ന് മുറിച്ചു നിർത്തിയാൽ അവൾക്ക് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ടാ പറയുക, കുടുംബത്തിൽ മൂത്ത ആങ്ങളയ്ക്ക് ഇളയ പെങ്ങളോടുള്ള സ്വാതന്ത്ര്യം തോന്നണം ഭാര്യയോട്. ഇളയ പെങ്ങൾക്ക് മൂത്ത ആങ്ങളയോടുള്ള സ്വാതന്ത്ര്യം ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നണം. അപ്പൊ ആ ഒരു രീതി എന്തുവേന്നും പറയാനുള്ള സ്വാതന്ത്ര്യം കുടുംബത്തിൽ. അതുകൊണ്ടാണ് പറയുക, പുരുഷൻ ഭാര്യയേക്കാൾ 1 ദിവസം മുതൽ 12 വയസ്സ് വരെ പ്രായത്തിൽ മൂത്തതായിരിക്കണം. പുരുഷൻ സ്ത്രീയേക്കാൾ പ്രായത്തിൽ മൂത്തതായിരിക്കണം. ഇനി ഏതേലും സ്ത്രീ പ്രായത്തിൽ മൂത്തയാള്
പ്രായം കുറഞ്ഞ ആളെ കല്യാണം കഴിച്ചെങ്കിൽ നാളെ ഡൈവോഴ്സിന് പോകണമെന്നല്ല അർത്ഥം വെക്കുക. മനഃശാസ്ത്രം വരുന്ന പ്രായത്തിൽ കൂടുതലായിരിക്കണം. ഇനി അവർക്ക് എന്നാൽ നല്ല മൂപ്പായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ 20 വയസ്സിന് മൂത്ത് ഒരുത്തിനെ കൊണ്ട് ഒരു പെണ്ണിനെ കെട്ടിക്കരുത്. അവർക്ക് തോന്നും വല്യപ്പനെ കെട്ടിയിരിക്കുന്നു, കാച്ചെണ്ണ കുഴമ്പ് പൊട്ടൻ ചുക്കാതി പിണ്ണതയിലും ചൂടുവെള്ളം മൈലയല്ല, കുഴമ്പ് തപ്പി പോകും. അത്രയും മൂപ്പും പാടില്ല. ഇനി അല്പവേലും ഭാര്യ പ്രായത്തിൽ മൂത്തതാണോ 2 മക്കളായി കഴിയുമ്പോൾ അവൾ അവനെ ഭരിക്കാൻ തുടങ്ങും. പ്രായം ഒപ്പത്തിനൊപ്പമാണോ എന്നും കളിതമാശായിരിക്കും. ഒരു ദിവസമെങ്കിലും അവൻ മൂത്തതാണോ അറിയാതെ മൂത്ത ആങ്ങളോടുള്ള ബഹുമാനം അവർക്ക് തോന്നും, ഇളയ പെങ്ങളോടുള്ള വാത്സല്യം അവനും തോന്നും. ഇതിന് വിളിക്കുന്ന വാക്ക് സ്വാതന്ത്ര്യം. ഒന്നും മറയ്ക്കാനില്ല, തുറന്നു പറയാ, പേടിക്കാതെ കൂട്ടുകാരെ പോലെ വർത്താനം പറയുക. ഇതിന് വിളിക്കുന്ന വാക്ക് സ്വാതന്ത്ര്യം. 2 സുരക്ഷിതത്വം. കുടുംബത്തെ ദേവാലയമാക്കുന്ന രണ്ടാമത്തെ അതിമനോഹരമായ ഒരു തൂണാണ് സുരക്ഷിതത്വം. എന്താണ് സുരക്ഷിതത്വം? ബൈബിളിൽ പറയുന്നു, എഫേസൂസ് ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. എഫേസൂസ് 5, 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇനിമേൽ 2 ഒന്നാകുന്നു, ഇതൊരു മഹാരഹസ്യമാകും. ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇനിമേൽ 2 ഒന്നാകുന്നു, ഇതൊരു മഹാരഹസ്യമാകുന്നു. അതായത് ഒരുമിച്ചിരിക്കുന്നതിന്റെ കാരണം സുരക്ഷിതത്വ ബോധമാണ്. ഓർത്ത് നോക്കിക്കേ, 25 വർഷം വളർത്തിക്കൊണ്ടുവന്ന പെണ്ണിനെ കെട്ടിച്ചു വിടുമ്പം അവൾ അന്ന് കണ്ട ചെറുക്കനെ ഒരാഴ്ചയ്ക്കുള്ളിൽ അപ്പനെയും അമ്മയും കാളങ്ങ് ഇഷ്ടപ്പെട്ട് ഒട്ടിച്ചേരും. സെക്യൂരിറ്റി ഫീലിംഗിൽ നിന്ന് കിട്ടുന്നതാണ്. അവർക്ക് ഉറപ്പാ, എന്റെ സഹോദരിമാരെക്കാൾ, എന്റെ മാതാപിതാക്കളെക്കാൾ, എന്റെ ആങ്ങളമാരെക്കാൾ ഇവന്റെ കയ്യിൽ ജീവിതം ഭദ്രമാണ്. ദൈവം കൊടുക്കുന്ന ഒരു അത്ഭുതത്തിന്റെ ഒരു ഉറപ്പാണ് ഈ സുരക്ഷിതത്വ ബോധം, സെക്യൂരിറ്റി ഫീലിംഗ്. പുരുഷനാണേലും മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുന്നു, അവന് മനസ്സിലാകുന്നു ഒരു സുരക്ഷിതത്വ ബോധം. വിട്ടേച്ച് പോവാണ്, എന്നേക്കും അവൻ വിട്ടിട്ട് പോവുകയാണ്. ഭാര്യയെ ആശ്രയിച്ച് ഭർത്താവ്, ഭർത്താവിനെ ആശ്രയിച്ച് ഭാര്യ. ഈ വിട്ടേച്ച് പോകുന്നതുകൊണ്ട് ആണുങ്ങൾ കെട്ടുമ്പം വിറയ്ക്കുന്ന കാണാം, പെണ്ണുങ്ങളെ കെട്ടിക്കുമ്പോൾ വിറയ്ക്കുന്ന കാണാം. വിട്ടേച്ചുള്ള പോക്ക്. പട്ടാളക്കാരനാണെങ്കിൽ പോലും തോക്ക് പിടിക്കുമ്പോൾ വിറയ്ക്കാത്ത കൈ താലി പിടിക്കുമ്പോൾ വിറയ്ക്കും. കാരണം പട്ടാളക്കാരന് പോലും അറിയാം 2-ാം ലോകമഹായുദ്ധം സഹിക്കാം. ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധം അവന്റെ ശക്തിക്കപ്പുറം. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് എന്റെ സുഹൃത്തായ ഒരു കണക്കധ്യാപകനെ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെയാണ്. ചൂരൽ വടി കുലുക്കി വിറപ്പിച്ച് പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുന്ന സാറ്. ഞാൻ നോക്കുമ്പം ചൂരലിന്റെ നാരിന്റെ പകുതി തോതി കട്ടിയില്ലാത്ത ചീപ്പുനൂലിൽ കെട്ടുതാലി ഓർത്ത് ഇവിടെ പെടലിയെ കിട്ടുമ്പം ഇവന്റെ കൈ ഉറയ്ക്കുന്നില്ല. ചിത്തശലഭം തേൻ കുടിക്കാൻ വേണ്ടി പൂവിന്റെ മണ്ടേ കൂടെ പറക്കുന്ന പോലെ കൈ തെന്നി പോകുന്നു. അവസാനം കഷ്ടപ്പെട്ട് കെട്ടിയൊപ്പിച്ച് യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടെ ആശ്രമത്തിൽ കാണാൻ വേണ്ടി വന്നു. ഞാൻ 2 പേരെ ഒരു കേക്കും കൊണ്ടാണ് വന്നത്. 2 പേരെ മുറിക്കകത്ത് കയറ്റി കേക്ക് ആശീർവദിച്ച് മുറിച്ച് 2 ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു, തമ്മിൽ മുറിച്ച കഷ്ണം ഞാനും എടുത്തു, ബാക്കി അലമാരി വെച്ച് പൂട്ടി. ഇറങ്ങി പോകുമ്പം ഇവന്റെ ഇവളെയും തലയെ തട്ടി ഞാൻ പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവരോട് പറയടാ, പേടിത്തോണ്ടാ കണക്കധ്യാപക, എന്നാ വിറയാടാ വിറച്ചത്. സ്വന്തമായിട്ടൊരു പെണ്ണിനെ കിട്ടുമ്പോൾ കുറെ കൂടെ ധൈര്യമല്ലേ വരേണ്ടത്, ഇങ്ങനെ വിറയ്ക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അവൻ ചോദിച്ചു, ആഹാ അച്ഛ അത് വിറയാണെന്നാണോ അച്ഛൻ ഓർത്തെ? ഞാൻ പറഞ്ഞു, കൈ കിടന്നിങ്ങനെ തുള്ളുന്ന വിറയല്ലാതെ വേറെ വല്ലതും ആണോ? പൊന്നച്ഛ വിറച്ചതല്ല, ഇത് സഭയിലെ ഗൗരവമുള്ള ഒരു കുദാശയുടെ സ്വീകരണമല്ലേ. പിള്ളകളിയാണോ വെച്ചാൽ കുദാശയല്ലേ, വിറച്ചതല്ല. പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ്. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, സ്ത്രീ മാതാപിതാക്കളെ വിട്ട് പുരുഷനോട് ചേരും. 5 വയസ്സുള്ള മോൻ അപ്പന്റെ കൂടെ വീടിന്റെ വരാന്തെ കൂടെ പോകുമ്പം അപ്പനും അമ്മയുടെയും കല്യാണ ഫോട്ടോ. അപ്പൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നു. മോൻ ഓ പപ്പ കല്യാണത്തിലുള്ള പപ്പാടെ ചിരി എന്നാന്നല്ല ചിരിയായിരുന്നു. പപ്പ പറഞ്ഞു, മോനെ നിന്റെ അപ്പന്റെ ഒടുക്കത്തെ ചിരിയായിരുന്നു, പിന്നെ ഇന്ന് വരെ ചിരിച്ചിട്ടില്ല. കാരണം വിട്ടേച്ചുള്ള പോക്ക്. ഈ വിട്ടേച്ച് പോകുമ്പോൾ ഒട്ടിപ്പിടിക്കണോ സുരക്ഷിതത്വം. അതുകൊണ്ടാണ് പറയുക, സ്വന്തമായൊരു വീട്, പള്ളിപ്പാന് സ്വാതന്ത്ര്യം, ആത്മീയ കാര്യങ്ങൾക്ക് പ്രോത്സാഹനം, ആരോഗ്യത്തിന് മരുന്ന്, ഉടുക്കാൻ തുണി, വൈകാരികമായ സെക്യൂരിറ്റി, ഇതൊക്കെ ഒരു പുരുഷൻ കൊടുക്കുമ്പോൾ അവൾ അനുഭവിക്കുന്നത് സുരക്ഷിതത്വമാണ്. അവനെ അവൾ ഒരിക്കലും പിരിയേല, പറിച്ചെറിഞ്ഞാലും അകലുകേല. വീട് വൃത്തിയായി സൂക്ഷിക്കുന്ന ഭാര്യ, ഭർത്താവിനെ കുറിച്ച് നല്ല വാക്ക് എല്ലാവരോടും പറയുന്നവൾ, ഉയർത്തിപ്പിടിച്ച് പൊക്കിപ്പിടിച്ച് പറയുന്നവൾ, പൈസ നോക്കിയും കണ്ടും ചെലവഴിക്കുന്നു, രുചിയുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നു. ആ ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന സെക്യൂരിറ്റി ഫീലിംഗാ. അവൻ ഉറപ്പാ, എന്റെയും മക്കളുടെയും ഭാവി ഇവിടെ കയ്യിൽ ഉറപ്പാ. മേക്കൊന്ന് പെരക്കൊക്കെ വലിച്ചു വരിയിരിക്കുന്ന വീട് നഷ്ടപ്പെട്ടു പോകുന്നത് സുരക്ഷിത ബോധമാണ്. ചില വീട് ചെല്ലുമ്പോൾ നമുക്ക് തന്നെ ദൈവമേ എന്നാ ടൈപ്പ് വീടാ. വീടിന്റെ വരാന്തയിൽ കോഴിക്കാഷ്ടം ടൺ കണക്കിന് അട്ടിയിട്ട് വെച്ചിരിക്കുന്നു. പെരക്കകത്ത് കയറി ചെന്നാൽ ചക്കയിലേക്ക് തോരണം പോലെ ഞാത്തിയിട്ടിരിക്കുന്നു. ഊട്ടുമേശയുടെ പുറത്ത് ബ്ലൗസ് ഒരു കുത്തപ്പിനാറ് പോലെ പൊക്കി വെച്ചിരിക്കുന്നു. കട്ടിന് കീഴെ സാരി ചുരുട്ടി തിരികെ പോലെ മടക്കി വെച്ചിരിക്കുന്നു.
കപ്പ വേവിച്ച പാത്രം ടാപ്പിനിടെ കുതിരാനിട്ടിരിക്കുക. സന്ധ്യയായി, പ്രഭാതമായി, 5-ാം ദിവസം. ഇനിയും കുതിർ തീർന്നിട്ടില്ല. എല്ലാ ഗ്ലാസ്സിലും മത്തിയുടെ ഉളുമ്പ്, അയലയുടെ വട, ഇറച്ചിവെള്ളത്തിന് നാറ്റം, പിശാചി വെമ്പർനൂത്തിമാര് കോക്കാനിക്കാൻ വരും, പച്ചവെള്ളം കുടിക്കാൻ പറ്റുകയല്ല. 2008-ലെ 9-ലെയും കലണ്ടർ ഒരു നാണമില്ലാതെ അതുപോലെ തൂങ്ങിക്കിടക്കുന്നു. ടൈം പീസും ക്ലോക്ക് നിര്യാതരായിട്ട് ദിവസം വരത് കഴിഞ്ഞു. എപ്പം നോക്കിയാലും 10 സൂചി പിന്നെ മാറിയിട്ടേയില്ല. ഇപ്പൊ പെണ്ണുങ്ങളുടെ കുഴപ്പമാ, പെരക്കകത്ത് ചിട്ടയില്ലായ്മ. ഒരു വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഓരോ മുറി കൂടെ കയറി പോവുക. ഞാനിങ്ങനെ വിശുദ്ധജലം തളിച്ച് പോകുമ്പോൾ കീറത്തുണി, പീറത്തുണി, കൈക്കൽ തുണി, കരികൽ തുണി, പടുതുണി ഇതെല്ലാം കട്ടിലേക്ക് കിടക്കുക. അച്ഛൻ കണ്ട ആ മോശം വലുതുണ്ട് കുടുംബനാഥ റോക്കറ്റ് പോലെ ഓടിയിട്ട് ബെഡ്ഷീറ്റ് ഇട്ട് മൂടി പോവുക. എനിക്ക് പൊക്കി വെഞ്ചിരിക്കാൻ പറ്റുമോ? അവസാനത്തെ മുറിച്ച് നോക്കിയപ്പം എല്ലാം കൂടെ കൂമ്പാരം കൂട്ടിയിട്ട് കുതിരപ്പുറം പോലെ ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട്. ഞാൻ ഇതെന്നാ പെങ്ങളെ മോട്ടോർ സൈക്കിൾ കട്ടിലേക്ക് കെട്ടി മൂടി വെച്ചിരിക്കുന്നതാണ്. അപ്പം ചിട്ടയിൽ അവിടെ നഷ്ടപ്പെടുന്നത് കെട്ടിയവനും മക്കൾക്കും സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു. അതുപോലെ കുടിക്കുന്ന കെട്ടിയവൻ, വലിക്കുന്ന കെട്ടിയവൻ, പാൻപരാഗ് ചവയ്ക്കുന്ന കെട്ടിയവൻ ഭാര്യയ്ക്ക് നഷ്ടപ്പെടുന്നത് സെക്യൂരിറ്റി ഫീലിംഗ് ആണ്. ഒരു ഉത്തരവാദിത്വം. ചില ആണുങ്ങളെ കാണാം ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഏതെങ്കിലും വീടിലോ കടത്തിലോ ക്ലബിലോ കുത്തിയിരുന്ന് ഭൂമിയിലെ പൊട്ടന്മാരുടെ കളിയായ ചീട്ടുകളിയായിട്ട് ഒറ്റയിരുപ്പ്. ഈ ഭൂമിയിൽ പൊട്ടന്മാരുടെ കളി എന്ന് ഒറ്റ കളി ഒരു ചീട്ടുകളിയാണ്. അതിന്റെ കാരണം ഇതാണ്. ലോകത്ത് ഒന്നി പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം 10 എന്ന സംഖ്യ 9-നേക്കാൾ വലുതാണ്. പക്ഷെ ചീട്ടുകളി മാത്രമാണ് 9 ഇട്ട് 10 വെട്ടുന്ന ഏക കളി. അതായത് പൊട്ടന്മാരുടെ കളിയെന്നാണ് പറയുക. ഈ കളിയായിട്ട് പോകുന്ന ആണുങ്ങളെ കാണാം. ഇപ്പൊ സെക്യൂരിറ്റി ഫീലിംഗ് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സുരക്ഷിത ബോധം. ഇതിന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന വാക്കുണ്ട്. എഫേസ്യർ 5-ാം അധ്യായം 22 മുതൽ 33 വരെ. ഇതൊരു മഹാരഹസ്യമാകുന്നു. കത്തോലിക്കാ പള്ളിയിൽ കല്യാണത്തിന് കപ്പിയാർ ഈ ഭാവം വായിച്ചു. 100 കൂട്ടം പണിക്കിടയില്ല ലേഖന വായനയുടെ സമയം എന്നത്. കപ്പിയാർ ഓടി വന്ന് വായിച്ചപ്പം അല്പം സ്പീഡ് കൂടിപ്പോയി. അവൻ വായിച്ചത് ഇങ്ങനെയാ: ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇനിമേ രണ്ടല്ലോ ഒന്നാകുന്നു, ഇവര് മഹാരസമാകുന്നു. രഹസ്യത്തിന്റെ വിട്ടുപോയി. രഹസ്യം മാത്രമല്ല, മഹാരസം കൂടെയാണിത്. 25 വയസ്സ് വരെ വളർത്തിക്കൊണ്ടിരുന്ന പെണ്ണ് കെട്ടിച്ചു വിടുമ്പം തിങ്കളാഴ്ച ഭർത്താവിന്റെ വീട്ടിൽ പോകുന്ന അവള് പറയും, അമ്മയപ്പ തിങ്കൾ ചൊവ്വ ബുധൻ അവിടെ, വ്യാഴം വെള്ളി ശനി ഇവിടെ. ബുധനാഴ്ച ഉച്ചയാകുമ്പോൾ വീട്ടിൽ വരുന്ന പെണ്ണ് 4 മണിയാകുമ്പോൾ കൂട്ടിൽ അടിച്ച വെരികിനെ പോലെ ഓടുക. അപ്പനും അമ്മച്ചിക്ക് എന്നാടി? എന്റെ അമ്മയപ്പ ചെന്നില്ലെങ്കിൽ ഗുരുതരാവസ്ഥയാണ്. ഷീറ്റ് ഞാത്തിയിട്ടിരിക്കുന്നു, ഒട്ടുപാല് തൂക്കിയിട്ടിരിക്കുന്നു, അടയ്ക്ക അടത്തിയിട്ടിരിക്കുന്നു, കൊപ്ര വെട്ടിയിട്ടിരിക്കുന്നു. ഞാൻ ചെന്നില്ലെങ്കിൽ ശരിയാകാൻ. പിന്നെ ഇവിടെ നോക്കുക, എന്നതാ എടുത്തുകൊണ്ട് പോട്ടെ. അപ്പന്റെ കിണ്ടി പൊക്കിക്കൊണ്ട് പോകണോ, തലഭാഗത്തിലെ സാക്ഷ പറിച്ചുകൊണ്ട് പോകണോ, അമ്മയുടെ കമ്പൽ ചെത്തി എടുത്തുകൊണ്ട് പോകണോ? ഇവക്കറിയാം ഒരു മഹാരസം, ഒരു മഹാരഹസ്യം. ഞാൻ പലപ്പോഴും ധ്യാനത്തിൽ പറയാറുണ്ട്, എനിക്ക് വീട്ടിൽ പെങ്ങന്മാരില്ല. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞാനും എൻ്റെ ജ്യേഷ്ഠനും. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അവളുടെ പേര് ആൻസി. അവള് പറയുമായിരുന്നു, അച്ഛനായി കഴിഞ്ഞ് എന്നെ വേണം ആദ്യം കെട്ടിക്കാൻ. സമ്മതിച്ചു. 1993 ഡിസംബർ 26-ാം തീയതി ഞാൻ അച്ഛനായി. ഡിസംബർ 31-ാം തീയതി കുറുമ്പനാട് ഇടവകയിൽ ലാൽ എന്ന ചെറുപ്പക്കാരൻ അവളെ കെട്ടി. അവൾ കെട്ടിയവൻ്റെ വീട്ടിലോട്ടും പോയി. ഞാൻ പറഞ്ഞിങ്ങാനത്തെ ഞങ്ങളുടെ ധ്യാനമന്ദിരത്തിലേക്കും പോയി. 1 മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട് കട്ടപ്പനയിരുന്ന് വലിയ തോവാളയാണ്, ഇടുക്കിയില്ല. അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇവള് വന്നു. ഇവിടെ ലാലേട്ടൻ വന്നിട്ടില്ല, അവൻ പിറ്റേ ദിവസം വരും. എൻ്റെ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഇഡ്ഡലി പാത്രം തട്ടേ വെച്ച് പുഴുങ്ങി വെക്കുക. ഞങ്ങളുടെ നാട്ടിൽ പറയും പൂച്ച പുഴുങ്ങുക, കുമ്പളപ്പം, എണ്ണയില, കോഴിച്ചക്കപ്പഴം, അരിപ്പൊടി, തേങ്ങാപ്പീര എല്ലാം ചേർത്ത് കടലക്കാരൻ്റെ കടലപ്പൊതി പോലെ കോട്ടി വാട്ടി അമ്മ പുഴുങ്ങി വെക്കുന്നു. ഞാൻ നോക്കുമ്പോഴാണ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പുഴുങ്ങി വെക്കുന്ന ഈ കുമ്പളപ്പം അതിൽ ഏറ്റവും മുഴുത്ത 5-6 എണ്ണം എടുത്ത് അവിടെ അലമാരി കയറ്റി വെക്കുന്നു. പിറ്റേ ദിവസം അവിടെ ലാലേട്ടൻ വരുമ്പം അവൻ്റെ അണ്ണാക്കി കുത്തി കയറ്റാൻ ഇവിടെ എടുത്തു വെക്കുക. അവളെന്നെ മറന്നു 1 മാസം കൊണ്ട്. പിന്നെ ഇവൻ മാത്രമേ ഉള്ളൂ. ഞാൻ അച്ഛനായപ്പോൾ മണ്ണം വെച്ചോ, വീഞ്ഞു കുടിച്ചോ, മുഖം ചുമന്നോ, വയറ് ചാടി, ഇവളൊന്നും കേൾക്കുന്നില്ല. ഇവിടെ ഏതോ സ്വപ്ന ലോകത്തിലെ ബാലഭാസ്കരനെ പോലെ എന്തോ ഓർത്തുകൊണ്ടിരിക്കുന്നു. ആകെപ്പാടെ പറയുന്ന മറുപടി, ഇപ്പം ലാലേട്ടൻ കുളിച്ചോണ്ടിരിക്കുമായിരിക്കും, ഇപ്പം ലാലേട്ടൻ തോർത്തിക്കൊണ്ടിരിക്കുമായിരിക്കും, ഇപ്പം ലാലേട്ടൻ പാൻസ് കുത്തി കയറ്റിക്കൊണ്ടിരിക്കുമായിരിക്കും, ഇപ്പം ലാലേട്ടൻ പൗഡർ പൂശിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവക്കറിയാം ഒരു മഹാരസം, ഒരു മഹാരഹസ്യം. ഇത് സന്തോഷത്തോടെ ജീവിക്കുക. ജീവിതത്തിൽ ദൈവം തന്ന വലിയൊരു അത്ഭുതമാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു വലിയ കൃപ സഭയിൽ ദൈവം തന്നിരിക്കുന്നു. സുരക്ഷിതത്വ ബോധം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സുരക്ഷിതം തരുന്ന ഭർത്താവിന് വേണ്ടി ഭാര്യ മരിക്കാൻ തയ്യാറ്. സുരക്ഷിതത്വ ബോധം കൊടുക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് മരിക്കാൻ തയ്യാറ്. ഇന്ന് ഈ സുരക്ഷിതത്വ ബോധം ഇല്ലെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാനും ഇട്ടിട്ട് പോകാനും ഒക്കെ തോന്നും. ജീവിതത്തിൽ വിട്ടിട്ട് പോയേക്കാം, ഉപേക്ഷിച്ച് പോയേക്കാം. ചിലപ്പോൾ നമുക്കറിയാം കുടുംബത്തിലൊക്കെ വരുന്ന ചില സംഭവങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ചില വരുന്ന മാറ്റി കിട്ടിയാൽ മതിയായിരുന്നു, ഇയാൾ ഈ കാലം വന്ന് കെട്ടിപ്പോരുന്നു ഊരി കിട്ടിയാൽ മതിയായിരുന്നു. ഈ ചിന്ത വരുന്നത് പരസ്പരം സുരക്ഷിതത്വം കൊടുക്കാൻ പരാജയപ്പെടുമ്പോഴാണ്. അപ്പം അത് വാക്കുകൊണ്ടൊക്കെ നഷ്ടപ്പെടുത്താൻ വേണമെങ്കിൽ പരിശുദ്ധം ഭാര്യയോട്, കത്താ എനിക്ക് വേറെ നിന്നെ കെട്ടാവാരും,
വെറുതെ പ്രതീക്ഷിക്കാനുള്ള വാക്കൊന്നും വെറുതെ പറഞ്ഞു പിടിപ്പിച്ചേക്കല്ലേ. ഭാര്യ കെട്ടിയവരോട് താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് ചാകത്തേ ഉള്ളൂ, ഓർത്തോണം കേട്ടോ. മനഃപൂർവ്വമല്ല, പക്ഷെ നഷ്ടപ്പെടുത്തുന്നത് സെക്യൂരിറ്റി ഫീലിംഗ് ആണ്. അല്ലേ പറയാം, ഓ എത്ര ആലോചന വന്നാലും ഈ പത്രകാളിയാണല്ലോ അവസാനം കൂട്ടത്തിൽ വന്നത്, നഷ്ടപ്പെട്ടു സുരക്ഷിതത്വം. എന്ത് പ്രാർത്ഥിച്ചിട്ട് ഈ കാലമാടനാണല്ലോ കഴിച്ച് താലി കെട്ടിയത്. അവിടെ ഇങ്ങനെ ഓരോ പാഴ്വാക്കിൽ നഷ്ടപ്പെടുന്നത് സുരക്ഷിതത്വ ബോധമാണ്. അതങ്ങനെ മനസ്സിൽ കിടക്കും, പിന്നീട് വലിയ പ്രശ്നമായിട്ട് വരുന്നു. നമുക്കൊന്നും വിട്ടിട്ട് പോയേക്കാം. ഒരു ഭർത്താവ് 65 വയസ്സുള്ള ചേട്ടൻ കാർ ഓടിച്ചുകൊണ്ട് പോകും. 70 പോകേണ്ടത് 80, 80 പോകേണ്ടത് 90. പോലീസ് ലൈറ്റ് ഇട്ടു, ഒപ്പം വന്നു നോക്കിയപ്പം 67 വയസ്സോളം പ്രായമുള്ള ആള്. പോലീസുകാർ പറഞ്ഞു, സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് ആനുകൂല്യമാണ്, അല്ലെ 500 രൂപ ഇവിടെ അടയ്ക്കണം ശിക്ഷ. അമിതമായ വേഗത്തിൽ വണ്ടി ഓടിച്ചത്, ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിച്ചതിന് എന്തെങ്കിലും കാരണമുണ്ടോ? അയാൾ പറഞ്ഞു, സാർ കാരണമുണ്ട്. എന്താ? ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി എൻ്റെ ഭാര്യയെ 2 പോലീസുകാർ തട്ടിക്കൊണ്ടുപോയി. അവരെങ്ങാനും അവളെ തിരിച്ചു കൊണ്ട് തരാൻ വരുന്നതാണെന്നോർത്ത് ഞാൻ കാല് കൊടുത്ത് വിട്ടുപോയതാണ്. പോലീസുകാർ പൈസയൊന്നും വേണ്ട, ചേട്ടൻ പോകോളാൻ പറഞ്ഞു. അപ്പൊ ഈ സുരക്ഷിതത്വ ബോധം തകർന്നു കഴിയുമ്പോൾ ഭാര്യയിൽ നകലാൻ ഭർത്താവിന് തോന്നും, ഭർത്താവിൽ നകലാൻ ഭാര്യയ്ക്ക് തോന്നും. അടിസ്ഥാനം സെക്യൂരിറ്റി ഫീലിംഗ് ആണ്. സുരക്ഷിതത്വ ബോധം പരസ്പരം കൊടുക്കുക. അപ്പൊ 1 സ്വാതന്ത്ര്യം, 2 സുരക്ഷിതത്വം, 3 സാമീപ്യം. കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സാമീപ്യം. എന്താണ് സാമീപ്യം? 3 സാമീപ്യങ്ങൾ ദമ്പതികൾ പരസ്പരം കൊടുക്കാൻ പഠിക്കണം. 1 ശാരീരിക സാമീപ്യം, 2 മാനസിക സാമീപ്യം, 3 ആത്മീയ സാമീപ്യം. 3 സാമീപ്യങ്ങൾ പരസ്പരം കൊടുക്കണം. ശാരീരിക സാമീപ്യം, എത്ര പിണക്കം നരിശം വന്നാലും 2 മുറികളിൽ കിടന്നുറങ്ങാൻ ദമ്പതികൾ തീരുമാനിക്കരുത്. പ്രത്യേകിച്ച് മക്കളും കൂടെയുള്ള കുടുംബമാണോ, ഒരു മുറിക്കകത്തേ കയറാവും. കുറ്റിയിട്ടിട്ട് നടുക്ക് മേശ, കസേര, അലമാരി ഒക്കെ വെച്ചാലും ഒരു മുറിക്കകത്തേ താമസിക്കാവുള്ളൂ. ശാരീരിക സാമീപ്യം. ശരീരം അകന്നോ സാവധാനം മനസ്സ് അകലാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഏറ്റവും അടുത്ത് താമസിക്കുന്നവരാണേലും അകന്ന ബന്ധുക്കളാണോ അടുത്ത താമസമാണോ അറ്റാച്ച്മെന്റ് കൂടും. ഏറ്റവും അടുത്തവർ അങ്ങ് ദൂരെ ഇടയ്ക്ക് കാണുന്നില്ലെങ്കിൽ അറ്റാച്ച്മെന്റ് കുറഞ്ഞു പോകും. എന്നും കത്തുകൊണ്ട് വരുന്ന പോസ്റ്റ്മാനോട് നമുക്ക് ഇഷ്ടം തോന്നും, കാരണം ഫിസിക്കൽ പ്രസൻസാണ്. എന്നും മീനും കൊണ്ട് വരുന്ന മീൻകാരനെ കണ്ടില്ല നമുക്ക് എന്നാ പറ്റി നമ്മൾ ചിന്തിക്കും. കർമ്മക്കാരൻ പോലും സ്ഥിരം വരുന്നയാളെ ഒരു ശനിയാഴ്ച കണ്ടില്ലെത്തുന്നു, അയാൾക്ക് എന്നാ പറ്റി? ഫിസിക്കൽ പ്രസൻസ്. പള്ളിയിൽ പോകുന്ന കൂട്ടുകാരിൽ ഒരുമിച്ച് പോകുമ്പം കണ്ടില്ല, എന്തൊരു സങ്കടം. ഇഷ്ടം പോലെ പള്ളിയോട് പോകുമ്പം പറഞ്ഞു, എല്ലാം പറഞ്ഞ് ദിവസവും കാണും, ഇന്നലും ഞായറാഴ്ച പിരിയും വരും, അടുത്ത ഞായറാഴ്ച ബാക്കി പറയാൻ കേട്ടോ. ഇഷ്ടം പോലെ പറയാനുണ്ട്. ശരീരം അടുത്തായോ ബന്ധങ്ങൾ കൂടും. അപ്പൊ കുടുംബത്തിൽ ശാരീരിക സാമീപ്യം. 2 മാനസിക സാമീപ്യം. മാനസിക സാമീപ്യം എന്ന് പറഞ്ഞാൽ വടക്കു നോക്കി യന്ത്രത്തിന് സൂചി വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നവർ എപ്പോഴും ഭാര്യയെ മനസ്സിൽ ഓർക്കുന്ന കെട്ടിയവൻ, ഭർത്താവിനെ മനസ്സിൽ ഓർക്കുന്ന ഭാര്യ. ഇത് മാനസിക സാമീപ്യം. ശരീരം അടുത്ത് കിടക്കുമ്പോൾ മനസ്സ് വേറെ വല്ല പെണ്ണുങ്ങളുടെ കൂടെ പോയാൽ അതല്ലേ തെറ്റ്? ശരീരം ദൂരെയാണേലും മനസ്സിൽ അടുപ്പമുണ്ടെങ്കിൽ അതല്ലേ പുണ്യം? ഛർദിയും പനിയും വന്ന കുട്ടിയെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ആരും കൂടെ നിൽക്കേണ്ട, ഡോക്ടറും നേഴ്സും കൂടെ കാഷ്വാലിറ്റി നോക്കിക്കോളാമെന്ന്. അവിടെ കിടത്തി. അമ്മ വീട്ടിൽ വന്നു, മനസ്സില്ല മനസ്സോടെ. വീട്ടിൽ വന്നിട്ടും അമ്മയുടെ മനസ്സിൽ ചോറ് വാർക്കുമ്പോഴും വെള്ളം കോരുമ്പോഴും തുണി പിഴിയുമ്പോഴും കാഷ്വാലിറ്റി കിടന്നു കുഞ്ഞിന്റെ മുഖം. അതാണ് അമ്മയുടെ മാനസിക സാമീപ്യം. മെഡിക്കൽ കോളേജിലെ നേഴ്സ് കുഞ്ഞിന്റെ അടുക്കലാണ്. ഗ്ലൂക്കോസ് ഇങ്ങനെ തുള്ളി തുള്ളി കയറി നോക്കി ഓടിച്ചിരിക്കുന്നു, ഇതിനെ പിടിച്ച് ഞെക്കുന്നു, പിന്നെയും ചിരിക്കുന്നു. അവൾ ചിരിക്കുന്നത് ഗ്ലൂക്കോസിന്റെ തുള്ളി കുഞ്ഞിനെ ഞരമ്പി കയറുന്ന കണ്ടിട്ടില്ല. പിന്നെയോ അവൾ പ്രൈവറ്റ് ബസ്സേ വന്ന് മെഡിക്കൽ കോളേജിന്റെ വാതിക്കൽ ഇറങ്ങിയപ്പം ബസ്സിലെ കിളി അവൾക്ക് കിള്ളിയിട്ട് പോയ ഇക്കിളിയായിട്ട് അവൾ അവിടെ ഇരിക്കുകയാണ്. ശരീരം അടുത്താണ്, മനസ്സ് ദൂരെയാണ്. മനസ്സ് ശരീരം ദൂരെയാണ്, മനസ്സ് അടുത്തിരിക്കുക. മാനസിക സാമീപ്യം. 1 ശാരീരിക സാമീപ്യം, 2 മാനസിക സാമീപ്യം, 3 ആത്മീയ സാമീപ്യം. എന്നും താലി കെട്ടിയ പുരുഷന് വേണ്ടി ഒരു സ്ത്രീ പ്രാർത്ഥിക്കണം. ഞാൻ കെട്ടിക്കൊണ്ടുന്ന സ്ത്രീക്ക് വേണ്ടി ഭർത്താവ് പ്രാർത്ഥിക്കണം. അത് ആത്മീയ സാമീപ്യം. ഈ 3 സാമീപ്യങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ ദേഹത്തു നിന്നും ഇന്ന് സയൻസ് തെളിയിക്കുന്നു ഒരു തരംഗം ഉയരും. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു ഫോട്ടോഗ്രഫിയാണ് റഷ്യയിൽ ഡെവലപ്പ് ചെയ്ത കിർലിയൻ ഫോട്ടോഗ്രഫി. കിർലിയൻ എന്ന സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ഫോട്ടോഗ്രഫിയാണ്. ആ ഫോട്ടോഗ്രഫിയിൽ സാധാരണ ഫോട്ടോ നമ്മുടെ മുഖം നോക്കുമ്പോൾ, ഈ എക്സ്റേകൾ നമ്മുടെ അകം കാണിക്കുമ്പോൾ, കിർലിയൻ ഫോട്ടോഗ്രഫിയിൽ നമ്മുടെ വികാരങ്ങളാണ് ഒപ്പിയെടുക്കുക. മനപ്രയാസമുള്ളപ്പോൾ എടുത്താൽ ആ ഫോട്ടോ ഇടുമിച്ചിരിക്കും. ഒരു പ്രാർത്ഥനയും കുർബാനയും കഴിഞ്ഞിറങ്ങുമ്പോൾ എടുത്താൽ ആ ഫോട്ടോ പ്രകാശിച്ചിരിക്കും. ചീത്തയായ ചിന്തകൾ മനസ്സിലുണ്ട്, ആ സമയത്ത് ഫോട്ടോ എടുത്താൽ ഒരു കറുത്ത തരംഗങ്ങൾ അകത്തോട് ഓടുന്ന പോലെ തോന്നും. സച്ചിന്തകളുണ്ടോ, ഒരു പ്രകാശ തരം ഓടുന്ന പോലെ തോന്നും. ആ ക്യാമറയാണ് കിർലിയൻ ഫോട്ടോഗ്രഫി. ആ ഫോട്ടോഗ്രഫി പ്രകാരം പറയുന്നത്
ശരിക്കും സ്നേഹിക്കുന്നവരുടെ ദേഹത്തു നിന്നും ഒരു തരംഗം ഉയരാൻ തുടങ്ങും. കാമുകന്മാരുടെ പ്രേമ കാലഘട്ടത്തിൽ അടുത്തു വരുമ്പോൾ അവരുടെ ദേഹത്ത് ഒരു തരംഗം ഉണ്ടാകും, ടെലപ്പതിയുടെ തരംഗം. അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിൽ ഒരു തരംഗമുണ്ട്. ആ തരംഗം ഭാര്യാഭർത്താക്കന്മാരുടെ ദേഹത്ത് ഉയരാൻ തുടങ്ങും. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് എനിക്ക് തലവേദനയോ പനിയോ വന്നാൽ 10 ദിവസം കഴിയുമ്പം എൻ്റെ അമ്മയുടെ കത്ത്, മോന് വരെ ക്ഷീണമായിരുന്നു, അമ്മയ്ക്കൊരു തലവേദനയും പനിയും. 100 മൈൽ ദൂരെ ഇരിക്കുന്ന എൻ്റെ തലവേദനയും പനിയും 100 മൈൽ അകലെയിരിക്കുന്ന അമ്മയ്ക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നു ടെലപ്പതി. ഇത് സംഭവിക്കും. ചില ആൾക്കാരെ ഓർക്കുമ്പം അവർ വീട്ടിലേക്ക് കയറി വരും, ചില ഓർക്കുമ്പം അവർ ടെലിഫോൺ വരും. നമ്മളൊരു മുടിഞ്ഞ ആയുസാകട്ടോ, ഇപ്പം പറഞ്ഞതേ ഉള്ളൂ, ഇതിപ്പോൾ ഓർത്തതേ ഉള്ളൂ. ടെലപ്പതിയാണ്. ഇങ്ങനെ ഭാര്യാഭർത്താക്കന്മാർ ഉള്ളറിഞ്ഞ് സ്നേഹിച്ചാൽ ഭർത്താവിന്റെ മരണവാർത്ത കേട്ട ഭാര്യ വീണു മരിച്ചു, ഭാര്യയുടെ മരണവാർത്ത കേട്ട ഭർത്താവ് ബോധം പറ്റി വീണു മരിക്കുന്നു. പാലായിപ്പോയ ഭർത്താവിന് നെഞ്ചുവേദന വന്നോ, വടവാതിരിക്കുന്ന ഭാര്യയ്ക്ക് അതേസമയം ഒരു നെഞ്ചുവേദന. കോട്ടയത്തിനുമായി കെട്ടിയോക്ക് ഒരു തലവേദന വന്നോ, ഇവിടെ ഇരിക്കുന്ന ഭർത്താവിന് തലവേദന. സ്നേഹത്തിന്റെ തരംഗം. ഞാനിങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എന്റെ കാലിൽ ഒരു നാരകത്തിന്റെ മുള്ളു കൊണ്ടപാടെ കൈ കെട്ടിയെന്ന് പറയോ, കൊള്ളട്ടെ, എങ്ങനെ കൊള്ളട്ടെ, ഒരുപാടെടുത്ത് പോകുന്ന കാലല്ലേ, മുള്ളു മാത്രമല്ല മുള്ളാണി കൊത്തി കീറട്ടെ, ഇല്ല, കൈ ഓടിച്ചെല്ലും, മുള്ളു വലിച്ചു വരും, മരുന്ന് വെച്ച് കിട്ടും. ഇതാണ് കൈയും കാലും തമ്മിലുള്ള ബന്ധം. ഇതുപോലെ ഭർത്താവിന് മനപ്രയാസം വരുമ്പം ഭാര്യയ്ക്ക് മനപ്രയാസം വരുമ്പോൾ ഭർത്താവ് പറയല്ലേ, നീരട്ടെ, അങ്ങനെ നീരട്ടെ, നീട്ടിയ കക്കാ പോലെ നീരട്ടെ, എന്നെ നാറ്റിയെന്നെ നീറ്റാനുള്ള സമയം ഇതാ വന്നിരിക്കുന്നു. ഇല്ല, കരഞ്ഞോ 2 കണ്ണും ഒരുമിച്ച് നിറഞ്ഞു, ചിരിച്ചോ 2 പേരും ചിരിച്ചു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീമതി സോണിയ ഗാന്ധി. രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ മനുഷ്യബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അതേ സെക്കൻഡിൽ ഡൽഹിയിൽ ജൻപത്തോടിരുന്ന സോണിയ അന്നത്തെ രാജീവിന്റെ സെക്രട്ടറി ജോർജിനോട് ഒരു ചോദ്യം ചോദിച്ചു, എന്റെ രാജീവിന് എന്തു പറ്റി? അരമണിക്കൂർ കഴിഞ്ഞ ലോക വാർത്താമാധ്യമങ്ങൾ രാജീവിന്റെ വധവാർത്തയുടെ അലകാശിൽ സോണിയയ്ക്ക് സമയത്തൊന്നും എന്തോ ഒന്ന് പറഞ്ഞു പോകുന്ന പോലെ. ഇതാണ് ടെലപ്പതി എന്ന് പറയുക. സാമീപ്യം കൊടുക്കുന്ന ടെലപ്പതി. അതിൽ ദമ്പതികൾ വളരണം. 1 സ്വാതന്ത്ര്യം, 2 സുരക്ഷിതത്വം, 3 സാമീപ്യം, 4 സംതൃപ്തി. തൃപ്തി വേണം, കുടുംബത്തിൽ ഒരു തൃപ്തി വേണം, സംതൃപ്തി. അത് കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സന്തോഷമുള്ള ഭാര്യാഭർത്താക്കന്മാരെ കാണുമ്പോൾ അറിയാം മുഖത്തിന് തൃപ്തി. ചില പ്രായമുള്ള അച്ചായന്മാരും അമ്മച്ചിമാരെയും കാണാം, ഒട്ടിയ മോണ, ചൊട്ടിയ കവിള്, പീളയടിഞ്ഞ കൺപോള, പക്ഷെ ചിരിക്കുന്ന കണ്ടാൽ ട്യൂബിലേറ്റ് കഴിയുന്ന പോലെ മുഖത്തിന് നല്ല പ്രകാശം. കുടുംബത്തിൽ സന്തോഷമുള്ള കെട്ടിയവനെ വഴി വെച്ച് കണ്ടാൽ അറിയാം. കുടുംബത്തിൽ സന്തോഷമുള്ള ഭാര്യയെ പുറത്ത് വെച്ച് കാണുമ്പോൾ അറിയാം മുഖത്തൊരു കൃപയുടെ പ്രകാശം എപ്പോഴും ജ്വലിച്ചിരിക്കും. സംതൃപ്തി ഉണ്ടാകണോ? സംശയം അരുത്. സംശയം വന്നോ സംതൃപ്തി പോയി. ഈ സംശയം എവിടുന്ന് ആരംഭിച്ചതാ? ആദ്യ രാത്രി 12:00 ആദം കൂർക്കം വെച്ച് കിടന്നുറങ്ങുമ്പം ആദത്തിന്റെ വയറേക്കോട് ചൂലുകൊണ്ട് തൂക്കുന്ന പോലെ എന്തോ ഒന്ന് ഇഴഞ്ഞു കയറുന്നു. ആദം ഞെട്ടിയെഴുന്നേറ്റ് നോക്കുമ്പോൾ ഔവ്വ അവന്റെ വയറെ കയറി കുത്തിയിരിക്കുന്നു. അവിടെ മുടി വയറേക്കൂടി ഇങ്ങനെ തൂത്തു പോകുന്നതാണ്. അപ്പൊ നോക്കുമ്പോൾ അവിടെ എണ്ണുക 1, 2, 3, 3, 2, 1. എന്താണ് ഈ തപ്പുന്നത്? എല്ലാവരും മനുഷ്യ, നിങ്ങളുടെ വേറെ വല്ല വാരിയലും പോയിട്ടുണ്ടെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. 1, 2, 3, 3, 2, 1. അന്നു മുതൽ ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യയെ സംശയിക്കുന്ന ഭർത്താക്കന്മാര്, കുടുംബത്തിൽ സംതൃപ്തി പോയി. ചില ആണുങ്ങൾ യാത്ര കഴിഞ്ഞ് വീട്ടിൽ വരും, വിലയ്ക്ക് വരും, നടന്നു പോകും, സിഗരറ്റ് കുറ്റി എരിഞ്ഞു കിടപ്പുണ്ടോ, തീപ്പെട്ടിക്കോല അണഞ്ഞു കിടപ്പുണ്ടോ, തലയം കുത്തിയാണോ, ബെഡ്ഷീറ്റ് മടങ്ങിയാണോ, പൊതുവെ ചുരുണ്ടാണോ? ഭാര്യയെ സംശയിക്കുന്ന കെട്ടിയവൻ. ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താവ് ഒന്ന് ഷർട്ട് ഒരു ഹാങ്കറിൽ കൊടുത്തിടുമ്പോൾ തള്ളവരിൽ കുത്തി തവളയാട്ടം ചാടി എത്തിക്കുത്തി വലിഞ്ഞു നോക്കും. വല്ല നീണ്ട മുടിയെങ്ങാനും ഷർട്ടിൽ ഉടക്കി കിടപ്പുണ്ടോ? ഒരു ദിവസം കറുത്ത മുടി, അമ്പട, ഏത് ചെറുപ്പക്കാരുടെ പുറകെ പോയെന്ന് പറഞ്ഞോണം കറുത്ത മുടി. അത് ഞാനും പിള്ളേർ ഇപ്പം പോവും. ഒരു ദിവസം നോക്കി ഒരു നരച്ച മുടി, താൻ കൊള്ളാമല്ലോ, കിളവിമാരെ പോലും വെറുതെ മുടിയല്ലേ, നരച്ച മുടിയാണെന്ന്. ഒരു ദിവസം നോക്കിയപ്പോൾ ഷർട്ടിൽ ഒരു മുടിയില്ല, അമ്പട കള്ള, എന്നെ പറ്റിക്കാമെന്ന് കരുതിയല്ലേ, താനേതോ കഷന്റിയുള്ള പെണ്ണുങ്ങളുടെ കൂടെ പോയെന്ന് എനിക്ക് നല്ല ഉറപ്പ്. അതാണ് ഈ 30കളിൽ സംശയം തോന്നിയോ അച്ഛന്മാരെ കണ്ടോ കൗൺസിലേഴ്സിനെ കണ്ടോ പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ച് ആ സൂക്കേട് മാറിയിരുന്നു. പ്രാന്തിന്റെ ആദ്യ രൂപമാണ്. 40കളിൽ വന്നെങ്കിൽ നല്ല ചികിത്സിക്കുന്നവരെ കണ്ട് ചെറിയ ഷോക്ക്, കുഞ്ഞു ഗുളിക അത്രയും കുടിപ്പിച്ച് തുടങ്ങണം. ഒരു 70കളിലുണ്ടെന്ന് വരിയിൽ ഊളംപാറയോ ഏതെങ്കിലും പ്രാന്താശുപത്രിയിൽ ഈ മുതുപിശാചികൾ ലോകം കാണാതെ എന്നും പൂട്ടി അവിടെ കിടന്ന് ചത്തുപോകണം. കാരണം കുടുംബത്തിന് ശാപമാണ്, ലോകത്തിന് നരകം. സംശയം ഒരസുഖമാണ്. അല്ലെങ്കിൽ ഗുളിക കൊടുത്ത് തളർത്തിയിടണം, അല്ലെങ്കിൽ ഷോക്ക് അടിച്ച് തളർത്തിയിട്ടേക്കണം. കാരണം എത്ര കുടുംബങ്ങളാ സംശയം കൊണ്ട് തടയുന്ന പുരുഷന്മാരെ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ഇതൊരു മാരകമായ രോഗമാണ്. അപ്പൊ അത് സംതൃപ്തി നഷ്ടപ്പെടും. ഇനി സംതൃപ്തി ഉണ്ടാകണമെങ്കിലോ ഓരോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്നത്തെ ദിവസത്തെ ഏറ്റവും കുഞ്ഞു പ്രശ്നം പോലും ഭാര്യയോട് പറഞ്ഞു തീർക്കണം, കെട്ടിയോട് പറഞ്ഞു തീർക്കണം. അവിടെയാണ് സംതൃപ്തി ഉണ്ടാകുക. ഭാര്യയെക്കുറിച്ച് ഒരു ഇഷ്ടക്കേട് തോന്നിയോ ആ ദിവസം തന്നെ പറഞ്ഞേക്കണം. ഇനി ഓർക്കുകയാണ്,
ഇപ്പം പറഞ്ഞാൽ അവക്കെന്നാ തോന്നും, അവനെന്നാ തോന്നും, പിന്നെ പറഞ്ഞേക്കാം. അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് നിസ്സാര കാര്യത്തിന് ചൂടാകുന്ന പിണങ്ങുന്ന ഭാര്യാഭർത്താക്കന്മാരായിട്ട് മാറും. ചില പെണ്ണുങ്ങൾ അരിശപ്പെടാൻ കിട്ടും ചോദിക്കും, ഇത്ര എന്നാടി അരിശപ്പെടാൻ, ഇത്ര കൊച്ചു കാര്യത്തിന്. കൊച്ചു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ. ജില്ലാ സമ്മേളനമാണ് ഇവിടെ. ഒരിക്കൽ പറഞ്ഞപ്പോൾ അങ്ങ് കൂടിപ്പോയതാണ്, പറഞ്ഞു തീർത്തോണം. ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, ഒരു ഭർത്താവും ഭാര്യയും മിണ്ടുകയില്ല, അച്ഛൻ അവരെ ഒന്ന് ഇണക്കിയിട്ട് പോകണം. ഞാൻ ചെന്നാ പറ്റി അറിയത്തില്ല. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പം ഭർത്താവിൻ്റെ പേര് ചോമിച്ച്, വയസ്സ് 32, ഭാര്യ ചെസ്സി, വയസ്സ് 30, മിണ്ടുകയില്ല. 6 വയസ്സുള്ള പെൺകുട്ടി, അവളാണ് വീട്ടിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി. രാവിലെ എഴുന്നേൽക്കുന്ന അപ്പം പറയും, എനിക്ക് കുളിക്കണം, വെള്ളം ചൂടായോ. മമ്മി പപ്പായ്ക്ക് കുളിക്കണം, വെള്ളം ചൂടായോ. തിളപ്പിച്ച് വെച്ചിട്ടുണ്ടോ, ഒഴിച്ചേച്ച് പാമ്പര. തിളപ്പിച്ച് വെച്ചിട്ടുണ്ടോ, ഒഴിച്ചേച്ച് പാമ്പര. കുളി കഴിയുമ്പോൾ എനിക്ക് വിശക്കുന്ന കാപ്പിയായോ, മമ്മി പപ്പായ്ക്ക് വിശക്കുന്ന കാപ്പിയായോ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കയറ്റിയേച്ച് പാമ്പര. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കയറ്റിയേച്ച് പാമ്പര. ഇതാണ് വീട്ടിലെ അവസ്ഥ. എന്നാ ചേച്ചി പ്രശ്നം? അവൾ വെച്ചാൽ 2 പ്രശ്നങ്ങളാണ്. 2 കാര്യം എൻ്റെ ഭർത്താവ് തിരുത്തിയാൽ ഇനിയും മക്കളെ പ്രസവിക്കുന്ന അമ്മയായി, കീഴ്വഴക്കത്തോടെ ജീവിക്കുന്ന ഭാര്യയായി ഞാൻ ജീവിക്കാൻ തയ്യാറാണ്. 2 കാര്യങ്ങൾ എന്നെ ചോമിച്ചാൽ തിരുത്തണം. 1, സന്ധ്യമണി അടിക്കുമ്പോൾ വീട്ടിൽ വരണം. 2, കുടിച്ചിട്ട് വന്ന് ദേഹം പങ്കുവെക്കാൻ എന്നെ നിർബന്ധിക്കരുത്. 2 കാര്യങ്ങൾ. ഒരു സ്ത്രീയുടെ മാന്യമായ ആവശ്യം. സന്ധ്യമണി അടിക്കുമ്പോൾ വീട്ടിൽ വരണം, കുടിച്ചിട്ട് വന്ന് ദേഹം പങ്കുവെക്കാൻ നിർബന്ധിക്കരുത്. നമ്മൾ ചോദിച്ച ഭാര്യ 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛ നാളെ മുതൽ കോപ്പയ്ക്കകത്ത് കഞ്ഞിവെള്ളം പോലും കുടിക്കാതിരുന്നേക്കാം, 5 മണിക്ക് വന്നേക്കാം, എനിക്ക് നല്ല അപ്പനായി നല്ല ഭർത്താവായി ജീവിക്കണമെന്നുണ്ട്. 2 കാര്യങ്ങൾ അച്ഛൻ അവളെ കൊണ്ടുകൂടി ഒന്ന് തിരിച്ചിപ്പിക്കണം, എങ്കിലേ കാര്യം ശരിക്കും പോകും. ഞാൻ എന്താ പറയേണ്ടത്? അച്ഛൻ അവളോട് പറയണം, ഒന്നാമത് ഒരേ തമ്പുരാനെ ഓർത്ത് അവൾ ഇട്ടിരിക്കുന്ന നൈറ്റി 15 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കുത്തിപ്പിഴിഞ്ഞ് അലകാൻ പറയണം. 2, ശനിയാഴ്ചയെങ്കിലും നല്ല മണമുള്ള സോപ്പ് തേച്ചൊന്ന് കുളിക്കാൻ പറയണം. ഇന്ന് അവൾ സോപ്പ് തേച്ച് കുളിച്ചാൽ ഈ ആറ്റിൽ സകലമാന മീനും ചത്തുപോകും. അത്രയ്ക്ക് നഞ്ച് പോലെ വിഷം വെള്ളിയിൽ കട്ടിക്ക് വെച്ചിരിക്കുക. നൈറ്റിയിൽ മത്തിയുടെ ഉളുമ്പില്, ഇഞ്ചിയുടെ നൈറ്റില്, മുളകിന്റെ എരിവ്, ഉള്ളിയുടെ ദുർഗന്ധം മണക്കാൻ മേലാഞ്ഞിട്ട് അച്ഛ പൂസായിട്ട് അടുത്തോടി ചെല്ലുന്നത്. മുളയിലെ നുള്ളിക്കളയാവുന്ന പ്രശ്നം വെച്ചുകൊണ്ടിരുന്നു. പിന്നീട് മനസ്സ് അകന്നു പോകുന്ന രീതികൾ. ഇവിടെയാണ് പറയുക, ദാമ്പത്യത്തിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നമുണ്ടോ അറിവുള്ളവരോട് പറഞ്ഞ് പരിഹരിക്കണം. പക്ഷെ പട്ടക്കാരോടാകാം, ഏതെങ്കിലും ധ്യാനത്തിലെ കൗൺസിലേഴ്സിനോടാകാം. മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നീട് മനസ്സ് ഒത്തിരി അങ്ങാകലും. ആദ്യം മുട്ടുസൂര്യൻ എടുക്കാവുന്ന, പിന്നീട് പിക്കാസോട് കുത്തിപ്പറിച്ചാൽ പോലും പരിഹരിക്കാൻ മേലുന്ന പ്രശ്നം പറഞ്ഞു തീർക്കുക സംതൃപ്തി. 1, സ്വാതന്ത്ര്യം. 2, സുരക്ഷിതത്വം. 3, സാമീപ്യം. 4, സംതൃപ്തി. 5, കുടുംബത്തിൽ സമർപ്പണം വേണം. 3 സമർപ്പണങ്ങൾ ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരിക്കണം. 3 സമർപ്പണങ്ങൾ. 1, ശാരീരിക സമർപ്പണം. ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളം സ്വന്തം ശരീരം ഭർത്താവിന്റെ ഇഷ്ടപ്രകാരം ഒരു സ്ത്രീ വിട്ടുകൊടുത്തിരിക്കണം. സ്വന്തമായ തീരുമാനപ്രകാരം ശാരീരിക ബന്ധങ്ങൾ വേണ്ടെന്ന് ഒരു സ്ത്രീ ഒരിക്കലും തീരുമാനമെടുക്കരുത്. ചില പെണ്ണുങ്ങൾക്ക് ഒരു വിവരവുമില്ല. കേട്ടോളൂ, എൻ്റെ മനുഷ്യ, എനിക്ക് 68, ഇങ്ങേർക്ക് 72, ഇനി നമുക്ക് പിള്ളകളിയോ വെളച്ചിലൊന്നും വേണ്ട കേട്ടോ, പിള്ളേരും പറ്റും കാണും. അതുകൊണ്ട് കരണ്ട് പോയ മോർച്ചറിയിലെ 3-ാം ദിവസപ്രേതം പോലെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. വേറെ ഇനി പിള്ളകളിയും കളിതമാശയും വേണ്ട. അത് വിവരം കേട്ട പെണ്ണുങ്ങൾ പഠിത്തവും വിവരമില്ലാത്ത ആൾക്കാരാണ്. വയസ്സ് എത്രയായാലും ദമ്പതികൾക്കിടയിൽ വെളച്ചിലും പിള്ളകളിയും കളിതമാശയും വേണം. അതില്ലെങ്കിൽ തീർന്നു. ഇപ്പൊ ശാരീരികമായ ബന്ധം നിഷേധിക്കരുത്. പുരുഷന്മാരോർത്തണം, ഒരിക്കലും ഒരു സ്ത്രീക്ക് അറപ്പുള്ള ഒരു ശാരീരിക ബന്ധത്തിന് നിർബന്ധിക്കരുത്. അന്തസ്സും മാന്യതയും നൊബിലിറ്റിയും ഉണ്ടായിരിക്കണം. മാന്യനായ പുരുഷൻ ഒരിക്കലും ഒരു ബ്ലൂ ഫിലിമിന്റെ CD വീട്ടിൽ വെക്കരുത്. അങ്ങനെ വെച്ചോ നിങ്ങളുടെ മക്കൾ ഒരിക്കൽ വേശ്യയായി തീരും. നിങ്ങളുടെ ഭാര്യ വേറൊരു പുരുഷന്റെ കിടക്ക പങ്കിടും. കാരണം കെട്ടിയവനാ കാരണക്കാരൻ. വൃത്തികെട്ട CD-കൾ വീട്ടിൽ വെച്ചാൽ നെഗറ്റീവ് തരംഗങ്ങൾ അതിൽ ഉയരും. എത്രയോ കുഞ്ഞുങ്ങളുടെ കൗൺസിലിംഗിൽ കുടുംബം തകർന്ന് കേട്ടിട്ടുണ്ട് അപ്പന്റെ വൃത്തികെട്ട സ്വഭാവം കൊണ്ട്. പരസ്പര ആദരവിന്റെയും അംഗീകാരത്തിന്റെയും ഒരു ശാരീരിക ബന്ധം. ഇതിന് വിളിക്കുന്ന വാക്ക് ശാരീരിക സമർപ്പണം. 2, സാമ്പത്തിക സമർപ്പണം. ഭാര്യ അറിയാത്ത 100 രൂപയുടെ കടബാധ്യത പോലും ഭർത്താവിനുണ്ടായിരിക്കരുത്. ഭാര്യ അറിയാതെ ആർക്കും കടം കൊടുക്കരുത്. സ്വന്തം പെങ്ങന്മാരെയോ സഹോദരന്മാരെയോ സഹായിക്കരുത്. എത്ര നിസ്സാരപ്പെട്ട പണമാണെങ്കിലും ഭാര്യ അറിയണം. 2 പേരും മിനിമം 2 അല്ല, ഇനിമേൽ 1. അതുകൊണ്ട് ഭാര്യയെ വിളിക്കുന്ന കാശിടപാടുകൾ ഭർത്താവ് നടത്തരുത്. ചില ആളുകൾ പറയും, നിനക്കും പിള്ളേർക്കും കുഴപ്പമൊന്നുമില്ല, ബാക്കി ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചോളാം. ഒറ്റയ്ക്ക് സഹിക്കുന്ന ഒരു പെണ്ണ് കെട്ടാൻ പോകരുത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ചാണ്. പിന്നെ നമ്മൾ പറയും ഒരുമിച്ചിരിക്കുന്ന ഒരു ജീവിതാവസ്ഥ, ഒരു ജീവിത അന്തസ്സ് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗം. സാമ്പത്തിക സമർപ്പണം. സ്ത്രീ ഓർത്തോണം, വീട് നോക്കുന്ന ഭർത്താവാണെങ്കിൽ
അവനെ ഒളിക്കുന്ന 100 രൂപയുടെ സ്വകാര്യ ഇടപാട് പോലും ഒരു സ്ത്രീ നടത്തരുത്. എല്ലാ ഇടപാടും ഭർത്താവ് അറിഞ്ഞിരിക്കണം. അതേസമയം വീട് നോക്കാത്ത കുടിച്ചു നശിപ്പിക്കുന്ന കെട്ടിയവനാണോ അവൻ പൂസായി കിടക്കുമ്പോൾ പോക്കറ്റിൽ നിന്നും അലമാരിയിൽ നിന്നും എന്തെല്ലാം അടിച്ചു മാറ്റാവോ എടുത്തു മാറ്റിക്കണം. സ്വന്തം വീട്ടിലോ അയൽക്കാരെ കൊണ്ട് ഏൽപ്പിച്ചോണം. അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നശിപ്പിച്ചാലോ സാമ്പത്തിക സമർപ്പണം. 3, ആത്മീയ സമർപ്പണം. ആത്മീയ സമർപ്പണം എന്ന് പറഞ്ഞാൽ സന്ധ്യാപ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഭർത്താവുള്ള വീട്ടിൽ ഭർത്താവും ഭാര്യയും മക്കളും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. വൈകിട്ട് ഒരുമിച്ച് കിട്ടിയില്ല വെളുപ്പിനെ ഇരുന്ന് കൂടത്തിൽ പ്രാർത്ഥിക്കണം. ഞായറാഴ്ച കുർബാന രണ്ടുപേരും കണ്ട് കാഴ്ചവെച്ചെന്ന് ഉറപ്പ് വരുത്തണം. അതിന് വീഴ്ചയും വരുത്തരുത്. രണ്ടുപേരും കൂടെ ഞായറാഴ്ചത്തെ കുർബാന കണ്ട് കാഴ്ചവെച്ചുവെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ വേദപുസ്തകം വായിക്കുക. എന്റെ ദേവാലയത്തിലെ ആത്മീയ ശുശ്രൂഷകൾ ദാന ശുശ്രൂഷകളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുക. ഇതിന് പിടിക്കുന്ന വാക്ക് ആത്മീയ സമർപ്പണം. ഈ 3 സമർപ്പണങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവുക. 6, സമാധാനം. കുടുംബത്തിൽ സമാധാനം വേണം. ബൈബിള് പറയുന്നു സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ. ഇപ്പോൾ കുടുംബത്തെ ദേവാലയമാക്കുന്ന 7 തൂണുകളിൽ 6ാമത്തെ തൂണ് സമാധാനം. സമാധാനം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഭർത്താവിന്റെ പെങ്ങന്മാരോടോ വീട്ടുകാരോടോ ഭാര്യ പിണങ്ങിയിരുന്നാൽ അവൾ നശിപ്പിക്കുന്നത് കുടുംബത്തിലെ സമാധാനമാണ്. ഭാര്യയുടെ അപ്പനോടോ വീട്ടുകാരോടോ കെട്ടിയവൻ പിണങ്ങിയിരുന്നാൽ അവൻ നശിപ്പിക്കുന്നതും കുടുംബത്തിന് സമാധാനമാണ്. ഒരിക്കലും സമാധാനം കുടുംബത്തിൽ തകർക്കരുത്. കുടുംബ സമാധാനം ഒരിക്കലും തകർക്കരുത്. പണ്ട് നമുക്കറിയാം അമ്മായിമ്മ മരുമകൾ ബഹളങ്ങളൊക്കെ ആയിരുന്നു. അമ്മായിമ്മ മരുമകൾ. ഇന്ന് അതൊക്കെ കുറച്ച് കുറവുണ്ട്. എന്നാൽ ഇന്നും ഉണ്ട് ഒരു വാശിയും പിണക്കം ഈ രീതിയൊക്കെ ഇന്നും ചില കുടുംബങ്ങളിൽ കാണാം. കൊച്ചു പിള്ളേരോട് വെച്ച് മക്കളെ ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയാര്? ഒരുത്തൻ പറഞ്ഞു മറിയം, ഒരുത്തൻ പറഞ്ഞു സാറ, ഒരുത്തൻ പറഞ്ഞു നവോമി റൂത്ത്. പക്ഷെ ഒരു കുട്ടി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി ഹവ്വ. അതിനാടാ അമ്മായിമ്മയില്ലാത്ത ആദ്യത്തെ ആളല്ലേ? ഹവ്വയാണ് ഏറ്റവും ഭാഗ്യവതി. അമ്മായിമ്മ മരുമകൾ ബഹളങ്ങൾ പല രീതിയിൽ. ഇന്ന് പുത്തൻ രീതിയിലും പറ്റും വാശി തീർക്കുക. പഴയ രീതിയിൽ വെച്ചും വ്യത്യസ്തമായിട്ട്. പ്രത്യേകിച്ച് TV മീഡിയ ചാനൽ വന്നപ്പോൾ TV വാശി തീർക്കാം. ഒരു കൊച്ചു പെൺകുട്ടി രാവിലെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ഇഷ്ടപ്പെട്ട അടിപൊളി ഗാനങ്ങൾ. അത് കാണാൻ വേണ്ടി ശ്രോതാക്കൾ ഇങ്ങനെ ഇരിക്കുന്നു. അവൾ വന്നപ്പോൾ അവിടെ മുമ്പിൽ ടെലിഫോൺ ബെല്ലടിച്ചു. അവളെടുത്ത് ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്ന? ഉഷ. എവിടുന്ന ഉഷ ആൻറ്റി? അബുദാബിന്ന്. എന്നാണ്ട് വിശേഷം? എൻ്റെ കോട്ടയത്തെ അമ്മായിയമ്മയുടെ ബർത്ത്ഡേ ആണ്. അതിന് ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. പെണ്ണെ വെച്ച് പ്രിയ ശ്രോതാക്കളെ, കോട്ടയത്തെ അമ്മായിമ്മയ്ക്ക് വേണ്ടി അബുദാബിലെ ഉഷ ആൻറ്റി ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഏത് പാട്ടായിരിക്കും വെക്കേണ്ടത്? രാക്ഷസി രാക്ഷസി, ഇതാണ് വെക്കേണ്ട പാട്ട്. ഓരോരോ രീതികളിൽ നിന്ന് വാശി തീർക്കുന്ന വൈരാഗ്യം തീർക്കുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുക. കേരള പോലീസിലെ ഉന്നതനായ ഒരു ഹൈന്ദവ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ വലിയ സ്നേഹിതൻ. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ എന്തോ ഒരു ഭാഗ്യവാനാ. അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ച് നടന്നാൽ മതി. എൻ്റെ കാര്യം ഓർത്ത് രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ സകല കീഴുദ്യോഗസ്ഥന്മാരും എനിക്ക് സല്യൂട്ട് തരും. വൈകിട്ട് 5 കഴിയുമ്പോൾ ഞാൻ തൊപ്പിയൂരി എൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും സല്യൂട്ട് കൊടുക്കണം. ഇതാണ് അവസ്ഥ. വലത് കാലിൽ അമ്മ, ഇടത് കാലിൽ ഭാര്യ. കാല് കീറിയെന്ന് കേട്ടാൽ അച്ഛനൊന്ന് കാണാൻ വരണം. കഴിഞ്ഞ മാസം ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നപ്പം അമ്മ മുഖവും വീർപ്പിച്ച് നിൽക്കുന്നു. ഞാൻ ചെന്നാ പറ്റിയമ്മ, എന്നാ പറ്റാനാടാ? കള്ളന്മാർക്കിട്ടും തെമ്മാടിക്കിട്ടും പെരുക്കുന്ന ഇരുമ്പ് പോലെ തഴമ്പുള്ള കൈകൊണ്ട് നിന്റെ അവക്കിട്ട് ഓരോന്നും കൊടുക്കണം. എടാ, കാഴ്ചയെല്ലാം കുഴമ്പ്, കുളിക്കാൻ വരുന്ന ചൂടുവെള്ളം, ഇതിലൊന്നും നിന്റെ ഭാര്യയ്ക്കൊരു ശ്രദ്ധയില്ല. ഞാൻ അമ്മയെ സൂപ്പിക്കാൻ വേണ്ടി പറയും, അമ്മേ ഇന്ന് തന്നെ കൊടുത്തിട്ട് കാര്യം. അമ്മ കേട്ടോളാൻ പറഞ്ഞു. അമ്മ സാരി ചരച്ച് കുത്തി എലിക്ക് കൈ കൊടുത്ത് പിറ്റേ ചാരി കാതോർപ്പിച്ച് ഇങ്ങനെ നിന്നു. ഞാൻ കിടക്കുന്ന മുറിയിൽ കയറി വാതിലിന് വിധി അങ്ങോട്ട് വലിച്ചിട്ടു. ഭാര്യയോട് പറഞ്ഞു ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. മംഗളം മനോരമ വാരിക കയ്യിലെടുത്ത് ഭാര്യയ്ക്ക് കാണാവുന്ന വിധത്തിൽ അമ്മയ്ക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ മെത്തയ്ക്കൊരു കുത്തിക്കൂടി ചെടി എൻ്റെ അമ്മയ്ക്ക് എണ്ണ കുഴമ്പ് ഗുളിക മരുന്ന് കൊടുക്കാവടി. അവള് പറഞ്ഞു തല്ലല്ലേ ചേട്ടാ, കൊല്ലല്ലേ ചേട്ടാ, കൊടുക്കാതെ ചേട്ടാ. അമ്മ പിറ്റേ ദിവസം വരുമാനെ ചെറിയ മാറ്റം കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങനെ ഓരോന്ന് കൊടുത്തോണ്ടാ മതി. 1 മാസം കുഴപ്പമില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നു. അമ്മ മുഖം വീർപ്പിച്ചിരിക്കുന്നു. എന്നാ പറ്റാനാടാ? പഴയ അടിയുടെ ചൂട് അവൾ മറന്നെന്നാ തോന്നുന്നു. എന്നിട്ട് അവൾ 10 അയല മേടിച്ചിട്ട് എനിക്ക് അയലയുടെ വാല്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അമ്മയ്ക്ക് അയലത്തല കൂട്ടാൻ ബാക്കിയില്ലാതെ പോയല്ലോ. നിന്നെ പരുതും പട്ടി പരുതും ഒരുപോലെ എന്നാ തോന്നുന്നു. ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് അവിടെ അന്ത്യം. അമ്മ കേട്ടോളാൻ പറഞ്ഞു. അമ്മ എളിക്ക് കൈ കൊടുത്ത് സാരി ചരിച്ച് കുത്തി ചെവി പൂർപ്പിച്ച് വിത്തിയെ ചാരി. ഞാൻ കിടക്കുന്ന മുറി കയറി വെച്ചാൽ വാതിന്റെ വിരി വലിച്ചിട്ടു. കിടക്കുന്ന മെത്ത വടി പോലെ നാട്ടിയിട്ട് ഒരു ചൂലെടുത്തിട്ട് ഭാര്യയെ കാണാവുന്ന വിധത്തിൽ അമ്മയ്ക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ ഞാൻ മെത്തയ്ക്ക് കുതിക്കൂടി ചൊടി എൻ്റെ അമ്മയ്ക്ക് അയല കൊടുക്കാവടി. അവൾ പറഞ്ഞു തല്ലല്ലേ ഏട്ടാ, കൊല്ലല്ലേ ഏട്ടാ, കൊടുക്കാതെ ഏട്ടാ. അമ്മ എന്നാ ഓർത്തു, കഴിഞ്ഞ മാസത്തെ അടിയോ കാണാൻ പറ്റിയില്ല, ഈ പ്രാവശ്യമെങ്കിലും ഇതെങ്ങനെയാണെന്ന് കണ്ടേക്കാമെന്ന് കരുതി അമ്മ വാതിൽ വിരിമാറ്റി നോക്കുമ്പോൾ ഇവർ മെത്തയ്ക്കെടുക്കും അയല കൊടുക്കാവടി. എന്തിനാടാ മെത്തയ്ക്കിട്ട് കുത്തട അമ്മയുടെ നെഞ്ചത്തെന്നും പറഞ്ഞു. അമ്മ ബ്ലൗസും കീറിയില്ല വരും. എൻ്റെ വെച്ചാൽ വലത് കാലയിൽ അമ്മ, ഇടത് കാലയിൽ ഭാര്യ. കാല് കീറിയെന്ന് കേട്ടാൽ കാണാൻ വരണം. ഇവിടെയാണ് പറയുക
സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടും. ഒരിക്കലും കുടുംബത്തിന് സമാധാനം നൽകുന്ന സംഭാഷണങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകരുത്. അവസാനിപ്പിക്കാം. 7ാമത്തെ തൂണ് സ്നേഹം. അപ്പം 7 തൂണുകൾ: സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം, സാമീപ്യം, സംതൃപ്തി, സമർപ്പണം, സമാധാനം, സ്നേഹം. സ്നേഹം വളരെ പ്രധാനപ്പെട്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കണം, അകത്ത് വെച്ചാൽ പോരാ. ചില ആണുങ്ങൾ നല്ല മനുഷ്യരാ, ഉള്ളു നിറയെ സ്നേഹമാണ്, പക്ഷെ കാണിക്കത്തില്ല. റബ്ബർ ഷീറ്റിന് 500 രൂപ വിലയുണ്ട്, റബ്ബർ വെട്ടാൻ പറ്റിയാലെന്ന് പറഞ്ഞ പോലെ മനസ്സ് നിറയെ സ്നേഹമാണ്. ഇത് പുറത്തോട്ട് വരണ്ടേ ഈ സ്നേഹം? ഒരു സ്ത്രീ പറഞ്ഞു വെച്ചാൽ, എനിക്കൊരു മോൻ, അവന് 5 ഭാഷകളറിയാം: മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, ഇംഗ്ലീഷ്. പക്ഷെ ഒരു കുഴപ്പമുണ്ടോ? ഊമന, വർത്തമാനം പറയത്തില്ല. കാര്യമുള്ളൂ. ഒരു സ്ത്രീ വിളിച്ചാൽ, എൻ്റെ ഭർത്താവ് എന്നെയല്ല കെട്ടിയിരിക്കുന്നത്, അയാൾ കെട്ടിയിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനെയും 25 ഏക്കർ സ്ഥലത്തെയുമാണ്. മാസത്തിൽ 5 ദിവസം പോലും എൻ്റെ കൂടെ ഒന്നും താമസിക്കത്തില്ല. ഞാൻ പറഞ്ഞ ഭാര്യയ്ക്ക് ഇങ്ങനെ പരാതിയുണ്ട്. അവൻ പറഞ്ഞു, പൊട്ടി, അവർക്ക് വല്ല വിവരമുണ്ടോ? എന്നാത്തിന് കുറവാച്ചാൽ അവർക്ക് ഡെയിലി 5 ഷീറ്റ് അവളുടെ പേര്, ഒരു അംബാസഡർ കാർ, സമർത്ഥനായ ഒരു ഡ്രൈവർ, ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, അതാ കുറവ്, ഡ്രൈവർ പോരാ, നീ തന്നെ വീട്ടിൽ വേണം. ഇതാണ് ഈ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണ്. അത് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, ഭർത്താവിന്റെ ജന്മദിനം ഓർത്ത് ഭാര്യ ഒരു പായസം ഉണ്ടാക്കി കൊടുത്താൽ മതി. അവന് തോന്നിയടാ, എന്നെ സ്നേഹിക്കുന്നവൾ ഇവൾ ഓർക്കുന്നല്ലോ. ഭാര്യയ്ക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തു, മതി. അവൾ ഓർക്കും, ദൈവമേ, എന്നെ സ്നേഹിക്കുന്ന കെട്ടിയവൻ അവൻ ഇന്ന് ഓർത്ത് എനിക്ക് തന്നെ കൊണ്ടുവന്നല്ലോ. ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പരിപ്പോടെയും പാളയും കോടം പഴവും. വിവാഹ വാർഷികം കൊണ്ട് കൊടുക്കുന്ന, മോളെ കഴിക്കടി, വടം, പഴ, പൊതി എന്നും പറഞ്ഞ് കൊണ്ടു കൊടുക്കുമ്പോൾ കൊച്ചു കാര്യമായിക്കോട്ടെ, ഒരു ചെറിയ മുട്ടായി അല്ലെങ്കിൽ അല്പം കടല ചൂടാക്കി വറുത്തെടുത്തത്, എന്തായാലും ഇഷ്ടപ്പെട്ട കാര്യം കൊടുക്കുക. കുഞ്ഞുങ്ങളുടെ ജന്മദിനം നോക്കി ഒരുമിച്ച് ആ ഞായറാഴ്ച പള്ളിയിലൊന്ന് പോവുക, വീട്ടിലൊരു പ്രാർത്ഥന വെക്കുക. പരസ്പരം ഈ ഓർമ്മ വളരെ ആവശ്യമാണ്. ചില ആണുങ്ങളുണ്ട്, ഉള്ളിൽ സ്നേഹം, പക്ഷെ ഓർമ്മ കുറവ്. പുത്തനായിട്ട് വന്ന അച്ഛൻ ഒരു വീട്ടിൽ ചെന്നു. എന്ത് ചോദിച്ചു, എത്ര നാളായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? കെട്ടിയവൻ പറഞ്ഞു, 8-9 വർഷം ആയി കാണും അച്ഛാ. ആയി കാണത്തോളൂ, ഉറപ്പില്ലേ? ഭാര്യ പറഞ്ഞു, അച്ഛാ 9 വർഷം കഴിഞ്ഞു. ആയല്ലേ? കെട്ടി 9 ആയോടി? പിന്നെ ആയില്ല മനുഷ്യൻ, തന്നെ ഇങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അച്ഛാ 9 ആയിരിക്കുന്നു. അച്ഛൻ 9 എന്ന് ചോദിച്ചു. അച്ഛൻ പോയി കഴിഞ്ഞ് ചുമ്മാ കുടുംബസ്ഥിതി കണക്കെടുത്തതാ. പോയി കഴിഞ്ഞ് കെട്ടിയും ഇടിപ്പിച്ചായ എന്നെ ഇങ്ങനെ കുഞ്ഞാക്കേണ്ട കാര്യം വല്ലതും. പിന്നെ ഒറ്റയ്ക്ക് പറഞ്ഞാലും മതി, അച്ഛനും വെച്ച് 9 അങ്ങനെ സ്ഥാപിച്ചതിനെ ചെറുതാക്കിയത് മോശമായിപ്പോയി. ഭാര്യ പറഞ്ഞു, എനിക്കിത് പറഞ്ഞാൽ മതി, എനിക്ക് ആ നാണക്കേട്. മൂത്ത കൊച്ചിന് 8.5 വയസ്സായെന്ന കാര്യം താൻ മറന്നേ കരുതുന്നത്. അപ്പോൾ ഒരു ഉറപ്പ് വേണം. എന്നാണ് കല്യാണം കഴിഞ്ഞത്, എവിടെയാണ് കഴിഞ്ഞത്? ഇപ്പൊ കുടുംബത്തിൽ ഈ ഒരു സ്നേഹം, ഒരു പ്രകടനം, ഇത് ആവശ്യമാണ്. എന്നും തെറി പറഞ്ഞൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഭാര്യയെ സ്നേഹിച്ച കെട്ടിയോന്ന് തോന്നും എന്തോ മുതലെടുക്കാൻ വേണ്ടി. എന്നും ചീത്ത പറഞ്ഞ കെട്ടിയും പെട്ടെന്ന് സ്നേഹം കഴിച്ച ഭാര്യ ഓർക്കും എന്തോ കോള് കണ്ടുകൊണ്ടാണ്. ആ രീതിയല്ല, ഇത് പടിപടിയായി എന്നും അനുഭവിക്കേണ്ടതാണ്. ഒരു ഭർത്താവും ഭാര്യയും. ഭർത്താവ് രാത്രി 9:30 ഗേറ്റിംഗ് വരും, എന്നും പൂസായിട്ട് 3-4 തെറി പറഞ്ഞ് അവൻ ഗേറ്റാൻ മുട്ടുള്ളൂ. ഭാര്യ ഡോസ് കൂടിയ തെറി തിരിച്ചും പിടിക്കും. അയൽക്കാരിത് കേട്ട് മടുത്തു. 1.5 വർഷം കഴിഞ്ഞ് അയൽവക്കത്തെ സ്ത്രീകൾ റെഡി, അവൻ പള്ളിയിൽ പോകാത്തവനും ധ്യാനിക്കാത്തവനും ഒക്കെ, നീ പള്ളിയിൽ പോകുന്നോടും ധ്യാനിക്കുന്നതല്ലേ. അതുകൊണ്ട് ഇനി കെട്ടിയാൽ വന്ന് ഗേറ്റിംഗ് തെറി പറയുമ്പം നീ വാദിച്ചത് സ്നേഹത്തോടെ പറയണം, ക്ഷമയോടെ. ചേട്ടൻ ഇപ്പോൾ ഓവറല്ലേ? ആരാ ഓവറാകാത്തത്? ചേട്ടൻ പൂസായിരുന്നല്ലേ, ഗെറ്റപ്പാകട്ടോ. ഈ മണവിൽ എനിക്ക് ഉറങ്ങാനും പറ്റിയല്ല. ചേട്ടനെ കിട്ടുന്നത് ഭാഗ്യം. കുളിച്ചിട്ട് വാ, ചക്കുകുരുമാങ്ങ വലിച്ചതുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, മീൻ വറുത്തതുണ്ട്, കൂർക്ക പറ്റിച്ചുണ്ട്, കഴിച്ചിട്ട് കിടക്കാൻ പാ, ഒന്ന് പറയാൻ പറ്റും. പിറ്റേ ദിവസം അവൻ പതിവ് പോലെ തെറി. ഭാര്യ കൂട്ടുകാരുടെ ട്യൂഷൻ കേട്ട് ഗേറ്റിംഗ് വന്നു, അയ്യോ ചേട്ടനല്ലേ ഓവറായിപ്പോയല്ലോ. ആരാ ഓവറാതെ ചേട്ടാ? ഇതൊക്കെ പെണ്ണുങ്ങളുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ചേട്ടൻ കുടിച്ചാലും നല്ല കെറ്റപ്പാ. ആ മണം അവിടെ എനിക്ക് ഇപ്പോൾ ഉറക്കം വരുന്നുള്ളൂ. ചേട്ടൻ കുടിച്ചേച്ചു വാ, ചക്കുകുരുമാങ്ങ വലിച്ചതുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, മീൻ വറുത്തതുണ്ട്, കൂർക്ക തോരൻ വെച്ചതുണ്ട്, വാ കഴിക്കാൻ പോ, കഴിച്ചിട്ട് കിടക്കാൻ പോ. അവൻ പറഞ്ഞു, സോറി, വീട് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. ഭാര്യ അറിഞ്ഞ തെറി പറയാനുള്ള സാധ്യതയുണ്ട്. ഒരു സുപ്രഭാതത്തിൽ കാണിക്കേണ്ടതല്ലേ, പടിപടിയായിട്ട് ഭാര്യ, പടിപടിയായിട്ട് ഭർത്താവ്. ഇതാണ് സ്നേഹം എന്ന് പറയാം. ഇങ്ങനെ വേരുവാകിയ ഒരു കുടുംബമായി ജീവിക്കാൻ ദൈവം നമ്മൾ ഒരു 1.25 മണിക്കൂർ നമ്മുടെ ചിന്തയുടെ കടന്നു പോകുമായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയായി നമ്മുടെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കാൻ